ഇതുപോലെ വലിയ സ്റ്റാർ ഹോട്ടലിലൊക്കെ വന്ന് ഇതുപോലുള്ള നല്ല സാധനങ്ങളൊക്കെ നീ കുടിക്കാനും ശീലിച്ചു. അല്ല, നിനക്കൊന്ന് തീരെ നാണം. സർ, കമ്പനിയുടെ ഒഫീഷ്യൽ മെയിൽ ഐ ഡിയിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിലെന്താ? നമ്മുടെ കമ്പനിയുടെ ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യപ്പെട്ടു സർ. നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് 55% ഷെയർ ഒരേ ഒരാൾ വാങ്ങി സർ. ഇനി മുതൽ അദ്ദേഹമായിരിക്കും സർ നമ്മുടെ കമ്പനിയുടെ CEO. അതെങ്ങനെ സംഭവിക്കും? ആരുടെ പേരിലാണ് ഷെയർ ഒക്കെ പോയിട്ടുള്ളത് സർ? അത് പിന്നെ മര്യാദയ്ക്ക് നീ പറയുന്നുണ്ടോ ഇല്ലയോ? ഇതും പറഞ്ഞ് പ്രദീപ് വർമ്മ ദേഷ്യത്തിൽ സ്റ്റാഫിന്റെ ഷർട്ടിൽ കയറി പിടിച്ചു. നിന്റെ കണ്ണിൽ തെളിയുന്ന ഭയം കാണുമ്പോ നീ കണ്ട പേര് ഋഷിൻ വർമ്മ. സ്വന്തം കുടുംബം തന്നെ അവഗണിച്ചു, അപമാനിച്ചു നിർത്തിയ ഒരുവനെ തേടി നഗരത്തിലെ തന്നെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാൾ വരുന്നു. ഒന്നിനും കൊള്ളാത്തവനെന്ന് സ്വന്തം ഭാര്യ തന്നെ മുദ്രകുത്തി അവന്റെ കൈകൾ പിടിച്ച് ആ കോടീശ്വരൻ കെഞ്ചത് എന്തിനാണ്? ഏയ് ശ്രീലക്ഷ്മി, ഹോട്ടലിന് പുറത്ത് നിറയെ പിച്ചക്കാരെ കാണുന്നുണ്ട്. പക്ഷെ നിന്റെ ഭർത്താവിനെ മാത്രം കാണുന്നില്ലല്ലോ. എപ്പോഴത്തെയും പോലെ എച്ചില് തിന്നാൻ വേണ്ടി അവൻ ഇങ്ങോട്ട് വരുമല്ലോ അല്ലേ? അല്ല, ഇന്നെങ്കിലും ഒരു നല്ല ഡ്രസ്സിൽ വരുമോ അവൻ? അതോ പതിവ് പോലെ ഏതെങ്കിലും കീറിയ തുണി കൊടുത്താണോ വരിക? ഏയ്, മര്യാദയ്ക്ക് സംസാരിക്ക്. എന്റെ ഭർത്താവ് പഴയ ഡ്രസ്സ് ധരിച്ചാണ് വരുന്നതെങ്കിൽ കൂടി അത് അദ്ദേഹം അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വാങ്ങിയതായിരിക്കും. നിങ്ങളെപ്പോലെ മുത്തശ്ശിയെ മണിയടിച്ച് അവരുടെ സ്വത്തിൽ നിന്നും അടിച്ചുമാറ്റി ഉണ്ടാക്കിയതല്ല. എന്ത്? ഞങ്ങൾ കള്ളന്മാരാണോ? നമ്മുടെ കമ്പനിയുടെ പേരിൽ കോടിക്കണക്കിന് രൂപ കടം വാങ്ങിയിട്ട് ഇപ്പൊ ഞങ്ങളെ കള്ളന്മാരെന്ന് വിളിക്കുന്നു. നീ എന്താ പരുങ്ങുന്നത്? എനിക്ക് മാത്രം അറിയാവുന്ന ഈ രഹസ്യം മുത്തശ്ശിയുടെ ചെവിയിൽ എത്തിയാലുണ്ടല്ലോ, പിന്നെ ദൈവം തമ്പുരാൻ തന്നെ ഇറങ്ങി വന്നാലും നിന്നെയും നിന്റെ ഭർത്താവിനെയും രക്ഷിക്കാൻ പറ്റില്ല. വ്യക്തമായി അറിയാതെ ഒരു കാര്യത്തെപ്പറ്റി സംസാരിക്കരുത് സിദ്ധാർത്ഥ്. കമ്പനിയുടെ കാര്യത്തിൽ എനിക്കും കരുതലുണ്ട്. അത് ഞാനുണ്ടാക്കിയ കടമാണെങ്കിൽ അതെങ്ങനെ വീട്ടണമെന്നും എനിക്കറിയാം. അതെന്റെ മാത്രം പ്രശ്നമാണ്. ഓ, അങ്ങനെയാണോ മേഡം? പക്ഷെ നീ പറഞ്ഞ ഈ പ്രശ്നമുണ്ടല്ലോ, അത് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. നീ തിരിച്ചടയ്ക്കാത്ത പൈസയുടെ പേരിൽ തന്നെ എപ്പോ വേണമെങ്കിലും അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ട് പോവാൻ നിന്നെ. ഇന്നത്തോടെ നിന്റെയും നിന്റെ ഭർത്താവിന്റെയും കാര്യത്തിൽ ഒരു തീരുമാനമാവും. റെഡിയായിട്ടിരുന്നോ നീ? പാർട്ടി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് സിദ്ധാർത്ഥും കാർത്തികയും ശ്രീലക്ഷ്മിയെ അപമാനിച്ചപ്പോൾ അവൾ ആകെ വല്ലാതായി. എന്നാൽ ആ പാർട്ടിയുടെ സ്വഭാവം പെട്ടെന്ന് തന്നെ മാറി. അവിടേക്ക് ആ വലിയ കുടുംബത്തിന്റെ നാഥയും വർമ്മ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന വലിയ ബിസിനസ് ഗ്രൂപ്പിന്റെ തലപ്പത്തിരിക്കുന്നവരുമായ മഹാദേവി വർമ്മ കടന്നു വന്നു. മഹാദേവി വർമ്മ കഴിഞ്ഞ 15 വർഷമായി ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് തന്നെ ഒരു വലിയ ബിസിനസ് സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്ത ഒരു പവർഫുൾ വുമൺ. താൻ കെട്ടിപ്പടുത്ത സാമ്രാജ്യം കൊണ്ട് തന്നെ തൻ്റെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും മികച്ച ബിസിനസ്സുകാരായി അവർ മാറ്റിയിട്ടുണ്ട്. മഹാദേവി വർമ്മയ്ക്ക് ശേഷം ആ സ്ഥാനത്തേക്ക് താൻ വരണമെന്നാണ് സിദ്ധാർത്ഥിന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ മഹാദേവി വർമ്മയെ പ്രീതിപ്പെടുത്താൻ അവൻ എപ്പോഴും ശ്രമിക്കുമായിരുന്നു. കുടുംബത്തിലെ മറ്റ് അംഗങ്ങളെല്ലാം തന്നെ പണത്തിനു വേണ്ടി മറ്റു കോടീശ്വര കുടുംബങ്ങളിൽ നിന്നും വിവാഹം കഴിച്ചപ്പോൾ ശ്രീലക്ഷ്മി മാത്രമാണ് യഥാർത്ഥ സ്നേഹം തേടിപ്പോയത്. അതുകൊണ്ട് തന്നെ ഋഷിൻ എന്ന ഒരു സാധാരണക്കാരനെ അവൾ സ്നേഹിച്ച് കല്യാണം കഴിച്ചു. ഇതുമൂലം അന്ന് മുതൽ കുടുംബത്തിൽ നിന്നും തന്നെ പല അപമാനങ്ങളും അവൾക്ക് സഹിക്കേണ്ടി വന്നു. അതേസമയം ശ്രീലക്ഷ്മി മറ്റൊരു വഴിയിൽ നല്ലൊരു ബിസിനസ് ചെയ്ത് കൈ നിറയെ സമ്പാദിക്കാൻ തുടങ്ങിയിരുന്നു. ഋഷിനാണെങ്കിൽ സ്വന്തമായി ബിസിനസ് ചെയ്ത് മാത്രമേ സമ്പാദിക്കുകയുള്ളൂ എന്ന് ഉറപ്പിച്ച് തുടർ തോൽവികൾ ഏറ്റുവാങ്ങുകയായിരുന്നു. അത് ഋഷിനിൽ വല്ലാത്തൊരു അപകർഷതാബോധം സൃഷ്ടിച്ചിരുന്നു. ക്രമേണ ശ്രീലക്ഷ്മിക്കും ഋഷിനോട് ഒരു അതൃപ്തി തോന്നി തുടങ്ങിയിരുന്നു. എന്നാൽ ഇത് മുതലെടുത്തുകൊണ്ട് ശ്രീലക്ഷ്മിയെയും ഋഷിനെയും പിരിക്കാൻ ശ്രീലക്ഷ്മിയുടെ കുടുംബത്തിനകത്ത് നിന്ന് തന്നെ ശ്രമങ്ങളുണ്ടായി. എന്നാൽ ശ്രീലക്ഷ്മി ഋഷിനെ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഇന്ന് മഹാദേവി വർമ്മയുടെ പിറന്നാളാണ്. എല്ലാ വർഷവും കുടുംബാംഗങ്ങൾ ഒന്നിച്ചുകൂടി മഹാദേവി വർമ്മയുടെ പിറന്നാൾ ആഘോഷിക്കുന്നത് പതിവാണ്. പാർട്ടിക്കിടെ മഹാദേവി വർമ്മ സംസാരിക്കാൻ ആരംഭിച്ചു. എന്റെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി എല്ലാ വർഷവും നിങ്ങളെല്ലാവരും ഒന്നിച്ചുകൂടുന്നത് എനിക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്റെ ബർത്ത്ഡേ പാർട്ടി എന്നത് മാത്രമല്ല, അതിന്റെ കൂടെ തന്നെ ഒരു പ്രധാനപ്പെട്ട വാർത്ത നിങ്ങൾ എല്ലാവരെയും കാത്തിരിക്കുന്നുണ്ട്. എന്നാൽ അത് പറയുന്നതിന് മുമ്പായി നിങ്ങൾ എല്ലാവരും നന്നായി പാർട്ടി എൻജോയ് ചെയ്യുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യും. മഹാദേവി വർമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അവസാനത്തെ അതിഥി എന്നോണം ഋഷിൻ അവിടേക്ക് ഓടിക്കിതച്ചുകൊണ്ട് വന്നത്. ഋഷിൻ, വലിയ വലിയ ബിസിനസ്സുകാരൊക്കെ നേരത്തിന് ഇവിടെ എത്തി. എന്നാൽ വീട്ടിൽ വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക മാത്രം ചെയ്യുന്ന നീ എന്താണ് ഇത്രയും ലേറ്റായി വരുന്നത്? 4 കാശ് സമ്പാദിക്കാനുള്ള മിടുക്കില്ല നിനക്കെന്നത് ഞങ്ങൾക്കറിയായിരുന്നു. പക്ഷെ മുതിർന്നവരെ ബഹുമാനിക്കാനും നിനക്കറിയില്ല എന്ന കാര്യം ഞങ്ങൾക്കറിയില്ലായിരുന്നു. അങ്ങനെയല്ല മുത്തശ്ശി. നിന്റെ എക്സ്പ്ലനേഷൻ ഇവിടെ ആവശ്യമില്ല.
പോയിക്കോ. മഹാദേവി വർമ്മ മുഖത്തടിച്ചതുപോലെയാണ് അത് പറഞ്ഞത്. ഡാ അതൊക്കെ തന്നെ അവൻ്റെ ഒരു ചീഞ്ഞ ഗിഫ്റ്റ്. പടാ. ശ്രീലക്ഷ്മിയുടെ കുടുംബാംഗങ്ങൾ ശ്രീലക്ഷ്മിയെയും ഋഷിനെയും നോക്കി കളിയാക്കി ചിരിക്കാൻ തുടങ്ങി. ഓക്കെ, കമോൺ, ലെറ്റ്സ് ബിഗിൻ ടു പാർട്ടി. ഇത് പറഞ്ഞ മഹാദേവി വർമ്മ വേദിയിൽ നിന്നും താഴേക്കിറങ്ങി. ഋഷിൻ ഇതേ സമയം ശ്രീലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്നു. സോറി ശ്രീലക്ഷ്മി, ഒരു പ്രധാനപ്പെട്ട ബിസിനസ് മീറ്റിങ്ങിന് പോകാനുണ്ടായിരുന്നു. വേണ്ട ഋഷിൻ, എക്സ്ക്യൂസ് ഒന്നും വേണ്ട. ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് ഉള്ളത്. നമുക്ക് വേണ്ടി ഞാൻ റിസ്ക് എടുത്ത് വാങ്ങിയ ആ ലോണിന്റെ കാര്യം എങ്ങനെയോ സിദ്ധാർത്ഥ അറിഞ്ഞു. അവൻ മുത്തശ്ശിയുടെ മുന്നിൽ വെച്ച് നമ്മളെ അപമാനിക്കാൻ എന്തോ ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്റെ കയ്യിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും കുറച്ച് അഭിമാനം ബാക്കിയുണ്ടായിരുന്നു. ഇപ്പോ അതും കൂടെ നഷ്ടമാവാൻ പോകുന്നു. ആരും ഇല്ലാത്തൊരു അനാഥയെ പോലെയാണ് ഞാനെന്നാ ഇപ്പൊ എനിക്ക് തോന്നുന്നത്. എല്ലാം അവസാനിക്കാൻ പോവുക. എന്താണ് ശ്രീലക്ഷ്മി നീയും ഇങ്ങനെ? എന്നാൽ ഋഷിൻ സംസാരിക്കുന്നത് കേൾക്കാൻ നിൽക്കാതെ തന്നെ ശ്രീലക്ഷ്മി അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. ശ്രീലക്ഷ്മിയുടെ മനസ്സ് നന്നായി വേദനിച്ചിട്ടുണ്ടെന്ന് ഋഷിക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടായിരുന്നു. എന്നോട് ക്ഷമിക്കൂ ശ്രീലക്ഷ്മി, ഞാൻ നിന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഇതെല്ലാം പെട്ടെന്ന് തന്നെ മാറും. ഇന്ദ്രപ്രസ്ഥം എന്ന വമ്പൻ ഗ്രൂപ്പിന്റെ ഉടമയും കൊച്ചിയിലെ കോടീശ്വരന്മാരായ ബിസിനസ്സുകാരിൽ ഒരാളുമായ പ്രദീപ് വർമ്മ തന്റെ ഓഫീസിൽ ആകെ ദേഷ്യത്തിലിരിക്കുകയായിരുന്നു. നിങ്ങളൊക്കെ എന്ത് ചെയ്യുമായിരുന്നു ഇത്രയും നാള്? ഇനി എത്രയെന്ന് വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് സമയം തരിക? ഇത്രയും നാളായിട്ട് നിങ്ങൾക്ക് അവനെ പിടിക്കാൻ കഴിഞ്ഞോ? വാട്ട് ദ ഹെൽ ഈസ് ഹാപ്പനിങ് ഹിയർ? ഞങ്ങൾ എല്ലാവരും വളരെ കാര്യമായി ശ്രമിക്കുന്നുണ്ട് സാർ. ഒന്ന് പോടും. പക്ഷെ അദ്ദേഹം എവിടെയാണുള്ളതെന്ന് ഇതുവരെ കണ്ടെത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല സാർ. ഒരു ചെറിയ ക്ലൂ കിട്ടിയാൽ തന്നെ മതിയാകും സാർ. എന്ത്? നിങ്ങൾ ഇപ്പോഴും ക്ലൂ കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുകയാണോ? ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. അവനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതാണ് നിങ്ങൾക്കും നല്ലത്, ഈ കമ്പനിക്കും നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ അത്രയും പേരുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുക്കും. നൗ ഗെറ്റ് ലോസ്റ്റ്. പ്രദീപ് വർമ്മയുടെ ഈ സംസാരം കേട്ട് അവിടെ കൂടി നിന്ന എല്ലാവരുടെയും കണ്ണിൽ മരണഭയം തെളിഞ്ഞിരുന്നു. കാരണം പ്രദീപ് വർമ്മ കേരളത്തിലെ തന്നെ എണ്ണപ്പെട്ട കോടീശ്വരന്മാരിൽ മുൻനിരയിലുള്ള ആളായിരുന്നു. രാഷ്ട്രീയത്തിലും അദ്ദേഹത്തിന് നല്ല പിടിപാടായിരുന്നു. അദ്ദേഹം വിചാരിച്ചാൽ അന്നാട്ടിൽ എന്തും നടത്താൻ സാധിക്കുമായിരുന്നു. എന്നാൽ സമൂഹത്തിൽ ഇത്രയും വലിയ സ്ഥാനം വഹിക്കുന്ന ഒരാൾ ഇപ്പോൾ ആരെയോ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രദീപ് വർമ്മയുടെ ആ തിരക്ക് പിടിച്ച അന്വേഷണത്തിന്റെ കാര്യം എന്താണ്? അതേസമയം മഹാദേവി വർമ്മയുടെ പാർട്ടി നടക്കുന്ന സ്ഥലത്ത് ഋഷിൻ ഒരു ടേബിളിലായി ഇരിക്കുകയായിരുന്നു. ദൂരെ ഒരിടത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യ ശ്രീലക്ഷ്മിയെ ശ്രദ്ധിച്ച ഋഷിൻ ഇനിയും ഇങ്ങനെ അടങ്ങിയിരുന്നാൽ ശരിയാവില്ല എന്ന് തീരുമാനമെടുത്തു. അടുത്ത കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ ഋഷിന്റെ ഫോണിൽ നിന്നും പല പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സും പ്രോസസ് ആവാൻ ആരംഭിച്ചു. സാർ, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നമ്മൾ ഇത്ര നാൾ തേടിക്കൊണ്ടിരുന്ന ആള് നമുക്ക് കിട്ടി സാർ. വാട്ട്? വേർ ഇസ് ഹി? അവനെ വിളിച്ചുകൊണ്ട് വരണ്ടേ അപ്പൊ തന്നെ? സാർ, അദ്ദേഹത്തിന്റെ ലൊക്കേഷനാണ് ട്രേസ് ആയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെ അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ട് കൂടെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. തന്റെ സ്റ്റാഫുകൾ പറഞ്ഞത് കേട്ടിട്ടും പ്രദീപ് വർമ്മയ്ക്ക് ഇരിക്കപ്പൊറുതി ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ടെൻഷനോടെ അവരോട് കയർത്ത് സംസാരിച്ചുകൊണ്ടിരുന്നു. അവനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വരാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തന്നെ ചെയ്യേ. അവനിവിടെ എത്തിക്കാൻ വൈകുന്ന ഓരോ നിമിഷവും ഈ ഇന്ദ്രപ്രസ്ഥം ഗ്രൂപ്പിന്റെ അടിത്തറ ഇളയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഓർമ്മയിൽ വെച്ചു എല്ലാവരും. നൗ ഗോ. ഓക്കെ സാർ. ഇതും പറഞ്ഞ ടെൻഷനോടെ ഒരു സിഗരറ്റ് എടുത്ത് പുകച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പ്രദീപ് വർമ്മ. അദ്ദേഹത്തെ ട്രേസ് ചെയ്തു സാർ. പ്രദീപ് വർമ്മയുടെ പ്രീമിയം കാറും പരിവാരങ്ങളും ചീറിക്കൊണ്ട് പറന്നു. എന്നാൽ ഇത്രയും പ്രശ്നങ്ങൾക്ക് കാരണക്കാരനായ ഋഷിൻ ഒന്നും അറിയാത്ത പോലെ മഹാദേവി വർമ്മയുടെ പാർട്ടിയിൽ ഇരുന്നുകൊണ്ട് വൈൻ കുടിക്കുകയായിരുന്നു. അതുകണ്ട് സിദ്ധാർത്ഥും കാർത്തികയും അങ്ങോട്ട് വന്ന് ഋഷിനെ കളിയാക്കാൻ ആരംഭിച്ചു. എടാ ഋഷിൻ, ഏതോ മായവും മന്ത്രവും ചെയ്ത് ഞങ്ങളുടെ കുടുംബത്തിലൊരു പെണ്ണിനെ നീ കല്യാണം കഴിച്ചു. അവളുടെ ദയയില് ഇതുപോലെ വലിയ സ്റ്റാർ ഹോട്ടലിലൊക്കെ വന്ന് ഇതുപോലുള്ള നല്ല സാധനങ്ങളൊക്കെ നീ കുടിക്കാനും ശീലിച്ചു. അല്ല, നിനക്കൊന്നും തീരെ നാണമില്ലേ? ഇപ്പൊ നീ കുടിക്കുന്നതിനൊക്കെ നിന്നോട് തന്നെ ബില്ല് പേ ചെയ്യാൻ പറഞ്ഞ നീ എന്താ ചെയ്യാ? വേറെന്ത് ചെയ്യാ? ഇവന്റെ ഭാര്യയല്ലേ ആ ശ്രീലക്ഷ്മി. അവളുടെ മുന്നിൽ ഒരു നാണം ഇല്ലാതെ പോയി കൈ നീട്ടി നിന്ന് കാശ് ചോദിക്കും ഈ ഉളുപ്പില്ലാത്തവൻ.
അത്തരം സീനൊന്നും ഇവിടെ നടക്കാൻ പോണില്ല. ഇവൻ പൈസ കടം വാങ്ങിയ ആൾക്കാരോട് ഇവൻ ഇവിടെ ഉള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരേത് നിമിഷം വേണമെങ്കിലും ഇവിടെ വന്ന് നിന്നെ നിന്റെ ഭാര്യയും പട്ടിയെ തല്ലുന്ന പോലെ തല്ലി ഇവിടെ നിന്ന് എടുത്തോണ്ട് പോകും. ഇതും പറഞ്ഞ് കളിയാക്കി ചിരിച്ചുകൊണ്ട് സിദ്ധാർത്ഥും കാർത്തികയും അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് നടന്നുപോയി. എന്നാൽ അതെല്ലാം കേട്ടിട്ടും ഋഷിൻ അല്പം പോലും ദേഷ്യപ്പെട്ടില്ല. അതേസമയം തന്നെ പാർട്ടിയുടെ തുടക്കത്തിൽ പറയാമെന്ന് പറഞ്ഞ ആ പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി മഹാദേവി വർമ്മ വേദിയിലേക്ക് വന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യത്തെ പറ്റി നന്നായി അറിയാം. ആ പാരമ്പര്യം എനിക്ക് ശേഷവും തുറന്നു പോകണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ പല വർഷങ്ങളായുള്ള എൻ്റെ പരിശ്രമത്തിന്റെ ഭാഗമായി ഇന്ദ്രപ്രസ്ഥം എന്ന വമ്പൻ ബിസിനസ് ഗ്രൂപ്പുമായി ഞാനൊരു പ്രോജക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഇത് ഉറപ്പായും നമ്മുടെ ബിസിനസ് വളരാൻ സഹായിക്കും. അതിൻ്റെ ഉറച്ച വിശ്വാസമാണ്. മഹാദേവി വർമ്മ പറഞ്ഞത് അവിടെയുള്ള എല്ലാവരും ആശ്ചര്യത്തോടെയാണ് കേട്ടിരുന്നത്. ഹലോ, നിങ്ങളൊക്കെ ആരാ? ഞങ്ങൾക്ക് ആവശ്യം ഋഷിനെയാ. ആളിവിടെ ഉണ്ടെന്നറിഞ്ഞു, അതാണ് ഇങ്ങോട്ട് തേടി വന്നത്. മുത്തശ്ശി, ആ ഋഷിൻ ഒരു ക്രിമിനൽ ആണോ എന്ന് സംശയമുണ്ട്. അതെയോ? നീ തീർന്നടാ, നീ തീർന്നു. ദാ പിടിച്ചോ ആ പട്ടിയെ. ഋഷിൻ ഇരിക്കുന്ന സ്ഥലം സിദ്ധാർത്ഥ് ബോഡി ഗാർഡുകൾക്ക് കൈനീട്ടി കാണിച്ചു കൊടുത്തതും ബോഡി ഗാർഡ്സ് ഇരുവശത്തേക്കും വഴിമാറുകയും അവരുടെ പിറകിൽ നിന്നും പ്രദീപ് വർമ്മ മുന്നിലേക്ക് വരികയും ചെയ്തു. പ്രദീപ് വർമ്മ സാർ ഈ പാർട്ടിക്ക് വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇപ്പോ വളരെ കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ 2 കമ്പനികൾ തമ്മിൽ നടന്ന ആ ഡീലിനെ പറ്റി ഞാൻ ഇവിടെ അനൗൺസ് ചെയ്തത്. അതിനുള്ളിൽ സാർ ഇവിടെ എത്തിയോ? ഈ ദിവസം ഞങ്ങൾ ആരും മറക്കില്ല. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് മഹാദേവി. ഞാൻ ഇവിടെ വന്ന് നിങ്ങളെ കാണാനോ ഈ പാർട്ടിയിൽ പങ്കെടുക്കാനോ അല്ല. ഞാൻ തേടി വന്ന് ഋഷിനെയാണ്. ഋഷിനെ മാത്രം. എന്താ സാർ പറയുന്നത്? ഋഷിനെ സാർ എന്തിനാണ് തേടി വന്നത്? എനിക്ക് അപ്പോഴേ തോന്നി അവനെന്തോ വലിയ കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടെന്ന്. നിങ്ങൾ അവനെ കൂട്ടിയിട്ട് പോയി എന്ത് വേണമെങ്കിലും ചെയ്തോ സാർ. മഹാദേവി വർമ്മ സംസാരിച്ചത് മതി എന്ന അർത്ഥത്തിൽ പ്രദീപ് വർമ്മ അവരോട് മിണ്ടാതിരിക്കാൻ ആംഗ്യം കാണിച്ചു. സർ, കമ്പനിയുടെ ഒഫീഷ്യൽ മെയിൽ ഐ ഡിയിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിലെന്താ? നമ്മുടെ കമ്പനിയുടെ ഓണർഷിപ്പ് കൈമാറ്റം ചെയ്യപ്പെട്ടു സർ. നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് 55% ഷെയർ ഒരേ ഒരാൾ വാങ്ങി സർ. ഇനി മുതൽ അദ്ദേഹം ആയിരിക്കും സർ നമ്മുടെ കമ്പനിയുടെ CEO. അതെങ്ങനെ സംഭവിക്കും? ആരുടെ പേരിലാണ് ഷെയറൊക്കെ പോയിട്ടുള്ളത്? സർ, അത് പിന്നെ മര്യാദയ്ക്ക് നീ പറയുന്നുണ്ടോ ഇല്ലയോ? ഇതും പറഞ്ഞ് പ്രദീപ് വർമ്മ ദേഷ്യത്തിൽ സ്റ്റാഫിന്റെ ഷർട്ടിൽ കയറി പിടിച്ചു. നിന്റെ കണ്ണിൽ തെളിയുന്ന ഭയം കാണുമ്പോ നീ കണ്ട പേര് ഋഷിൻ വർമ്മ. ആ നിമിഷം പ്രദീപ് വർമ്മ ആകെ ഒന്ന് ഞെട്ടിത്തരിച്ചു. വർഷങ്ങൾക്ക് ശേഷം ഋഷിനെ നേരിൽ കണ്ട പ്രദീപ് വർമ്മയ്ക്ക് തന്റെ ശരീരമാകെ വിറയ്ക്കുന്ന പോലെ തോന്നി. പ്രദീപ് വർമ്മ ഋഷിന്റെ കൈകൾ പിടിച്ച് ബഹുമാനത്തോടെ ഒന്ന് ചുംബിച്ചു. ഇത് കണ്ടതും മഹാദേവി വർമ്മയുടെ മുഴുവൻ കുടുംബവും ഞെട്ടിത്തരിച്ചു. അത്രയും വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമയായ തന്റെ ചേട്ടന്റെ മകൻ ഋഷിനെ ഇത്രയും നാൾ ആ സാമ്രാജ്യത്തിനകത്തേക്ക് കടത്തിവിടാതെ പ്രദീപ് വർമ്മ തടഞ്ഞു നിർത്തിയത് എന്തിനായിരുന്നു? അങ്ങനെ അവൻ കയറി വന്നാൽ അത് ആ ബിസിനസ് സാമ്രാജ്യത്തിന്റെ അടിത്തറ ഇളകാൻ കാരണമാകുമെന്ന് പ്രദീപ് വർമ്മ ചിന്തിച്ചത് എന്തുകൊണ്ടായിരിക്കും? ഒരു പാവപ്പെട്ടവനായി അഭിനയിച്ച് തന്നെ സംബന്ധിച്ച രഹസ്യങ്ങളൊക്കെ തന്റെ ഭാര്യയിൽ നിന്ന് വരെ ഋഷിൻ മറച്ചു വെച്ചത് എന്തുകൊണ്ടായിരിക്കും? യഥാർത്ഥത്തിൽ ആരാണ് ഋഷിൻ? വീണ്ടും അവൻ യാത്ര തുടർന്നു. ഏറെ നേരത്തെ യാത്രയ്ക്കൊടുവിൽ വണ്ടി ഒരു വലിയ വീടിന് മുൻപിൽ നിർത്തിയപ്പോൾ തന്നെ ഋഷിയുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ടിരുന്നു. പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു നോക്കിയപ്പോൾ ശ്രീലക്ഷ്മിയുടെ മെസ്സേജ് ആയിരുന്നു അതെന്ന് ഋഷിന് മനസ്സിലായി. എന്ത് മെസ്സേജാണെന്ന് അറിഞ്ഞില്ലെങ്കിലും ശ്രീലക്ഷ്മിയുടെ മെസ്സേജ് ആണെന്ന് കണ്ടപ്പോൾ തന്നെ ഋഷിയുടെ മുഖമൊന്ന് വിടർന്നു. നേരത്തെ ഞാൻ നിന്നോട് അങ്ങനെ സംസാരിച്ചപ്പോ നിനക്ക് ഹാർട്ടായോ? സോറി കേട്ടോ. ഇന്ന എന്റെ ഫാമിലിയിൽ ആ ഗെറ്റ് കുറന്നുള്ള കാര്യം നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അപ്പോ ഈവനിങ് ഞാൻ നേരത്തെ എത്തും. പിന്നെ തനിക്ക് പറ്റുമെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല ഡ്രസ്സ് വാങ്ങി വെക്കണം. കാരണം തനിക്കറിയാലോ എന്റെ ഫാമിലി മെമ്പേഴ്സിന്റെ സ്വഭാവം. നിന്നെ ജഡ്ജ് ചെയ്യാൻ കിട്ടുന്ന ഒരവസരവും അവർ പാഴാക്കില്ല. അവളുടെ മെസ്സേജ് വായിച്ചതും ഋഷിയുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. ഹേയ്, താൻ പേടിക്കാതെ ശ്രീലു. ഞാൻ തനിക്ക് പെർഫെക്റ്റ് ആയ ഹസ്ബൻഡാണെന്ന് നിന്റെ ഫാമിലി മെമ്പേഴ്സ് എന്നെ പറയുന്ന രീതിയിലേ
ഇന്ന് ഞാൻ ആ ഗെറ്റ് ടുഗദർ പാർട്ടിയിൽ വരൂ. അപ്പോഴും ബൈക്കിൽ തന്നെ ഇരുന്നിരുന്ന ഋഷിൻ തലയിലുണ്ടായിരുന്ന ഹെൽമറ്റ് ഊരി ബൈക്കിൽ നിന്നും എഴുന്നേറ്റ് മുന്നിൽ കാണുന്ന വലിയ വീട്ടിലേക്ക് നോക്കി നിൽക്കെ അവന്റെ മനസ്സാകെ ചെറിയൊരു വേദന പടരുന്നുണ്ടായിരുന്നു. 2 വർഷം മുൻപ് വരെ താൻ ജീവിച്ചിരുന്ന വീട്, അവിടെ ഇപ്പോൾ ഒരു അന്യനായി കയറിപ്പോകേണ്ടി വന്ന ഈ അവസ്ഥയും. 2 വർഷങ്ങൾക്കപ്പുറം തന്നെ ഇറക്കി വിട്ടതുമെല്ലാം ഓർത്ത് അവനൊന്ന് നെടുവേർപ്പിട്ടുകൊണ്ട് മുൻപിലേക്ക് നടന്നു. അരമണിക്കൂർ നീണ്ട മുഷിപ്പിക്കുന്ന കാത്തിരിപ്പിനൊടുവിൽ ആ മുറിയുടെ വാതിൽ തുറന്നുകൊണ്ട് ഋഷിന്റെ ചെറിയച്ഛൻ പ്രദീപ് വർമ്മ അവിടേക്ക് വന്നു. ഹായ് ഋഷി, മുത്തച്ഛന് ചെറിയൊരു വയ്യായിക, അത് കാരണം വരാൻ പറ്റില്ല. അതുകൊണ്ടാ നിന്നെ മീറ്റ് ചെയ്യാനായി അദ്ദേഹം എന്നെ പറഞ്ഞയച്ചത്. ഞാൻ മുത്തച്ഛനോടൊരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു, അതെന്തായി? ഋഷി തന്റെ ചെറിയച്ഛനെ നോക്കി ചോദിച്ചു. ആ, അതിന്റെ കാര്യം അദ്ദേഹം നോക്കുന്നുണ്ട്. അത് നടന്നാലും ഇല്ലെങ്കിലും നീ ഞങ്ങളെ സഹായിക്കണം ഋഷി. അന്ന് നിനക്ക് സംഭവിച്ചതുപോലെ ഇവിടെയും ചെറിയ പ്രശ്നങ്ങൾ. ഞങ്ങൾ പണം നിക്ഷേപിച്ച പല സംരംഭങ്ങളും പാളിപ്പോയി. ഇപ്പോ നീ ഒന്ന് സഹായിച്ചില്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സുകളെല്ലാം കൈവിട്ടു പോകുന്ന അവസ്ഥയാ. ഋഷിയെ നോക്കി സങ്കടത്തോടെ അയാൾ അത് പറഞ്ഞെങ്കിലും ഋഷിയുടെ ഭാവം അയഞ്ഞിരുന്നില്ല. ഞാൻ ആവശ്യപ്പെട്ട കാര്യം നടന്നില്ലെങ്കിൽ ഞാൻ എന്തിനാ നിങ്ങളെ സഹായിക്കുന്നത്? ആ ലോജിക്ക് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. നിങ്ങളെ സഹായിക്കാൻ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടെങ്കിൽ പറ ചെറിയച്ച, ഞാൻ ആലോചിക്കാം. ഋഷി തനിക്ക് അടുത്തുണ്ടായിരുന്ന ചെയറിലേക്ക് ഇരുന്നു കൊണ്ട് പറഞ്ഞു. ഋഷി, നീയും ഈ ഫാമിലിയിൽ ഒരു അംഗമല്ലേ? അപ്പോ ഇങ്ങനൊരു സാഹചര്യം വന്നാ നിനക്കും ഈ ഫാമിലിയെ രക്ഷിക്കേണ്ട ചുമതലയുണ്ട്. പ്രദീപ് പറഞ്ഞു നിർത്തിയതും ഋഷിൻ പൊട്ടിച്ചിരിച്ചു പോയിരുന്നു. നല്ല തമാശയായിട്ടുണ്ടല്ലോ ചെറിയച്ച. അല്ല, അന്നെന്നെ ഇവിടുന്ന് പുറത്താക്കുമ്പോ ഞാൻ ഈ വർമ്മ ഫാമിലിയിലേ അല്ലെന്ന് മുത്തച്ഛൻ പറഞ്ഞത് നിങ്ങൾ ഇത്രയും പെട്ടെന്ന് മറന്നോ? പിന്നെ ഞാനിപ്പോ ഉള്ള ഫാമിലി എന്ന് പറഞ്ഞാൽ അതെന്റെ ഭാര്യയുടെ ഫാമിലിയാ. അതേ എനിക്ക് ഫാമിലി എന്ന് പറയാനിപ്പോ ആകെയുള്ളൂ. ഋഷി അതേ ചിരിയോടെ തന്നെ പറഞ്ഞു. നീ ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത നമ്മുടെ ത്രൈവ് മീഡിയ നിന്റെ പേർക്ക് എഴുതി തരാമെന്ന് മുത്തച്ഛൻ പറഞ്ഞിട്ടുണ്ട്. സോ പ്ലീസ് ഋഷി. ത്രൈവ് മീഡിയ അഖിലാമ്മയുടെ പേരിലല്ലേ? ഓ, അതെനിക്ക് തരാവുന്ന. എന്നാലും സ്വന്തം സ്വത്തിൽ നിന്ന് ഒന്നും തരില്ല. നിങ്ങളുടെ നേട്ടത്തിന് എന്ത് നിങ്ങൾ ചെയ്യും, അതെനിക്കറിയാം, അവൻ പറഞ്ഞു. ത്രൈവ് മീഡിയ നമ്മുടെ കുടുംബ ബിസിനസ്സാണ്. ഉയർന്ന ലാഭമുള്ള കമ്പനിയാണ്. അത് പൂർണ്ണമായും ഇനി നിന്റേതായിരിക്കും. മുത്തച്ഛൻ എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. പ്രദീപ് അങ്ങേയറ്റം താഴ്മയായും ത്രൈവ് മീഡിയ എന്ന തങ്ങളുടെ തന്നെ അധീനതയിലുള്ള വൺ ഓഫ് ദി ലീഡിംഗ് ടെലിവിഷൻ ചാനലിന്റെ കാര്യവും പറഞ്ഞത് കേട്ട് ഋഷി ഒരു നിമിഷം നിശ്വസിച്ചു. അങ്ങനെയൊന്നും പറയാതെ, അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാൻ സഹായിക്കാൻ ചെറിയച്ച. എത്ര എമൗണ്ടാ വേണ്ടത്? ഇറ്റ്സ് ജസ്റ്റ് 8,000 crore ഋഷി. എന്റെ ചെറിയച്ച, ഈ ജസ്റ്റ് 8,000 crore ഒന്നും എന്റെ കൈവശം ഇല്ല. ഇല്ലാത്തത് എവിടെ പോയി ഉണ്ടാക്കി തരാനാ? മുത്തച്ഛൻ ചോദിച്ചാ കൊച്ചുമോൻ നോ ഡീല് പറഞ്ഞു പോയെന്ന് പറഞ്ഞേക്ക്. അപ്പൊ ശരിയെന്നാ, ഞാൻ പോവാ. അത്രയും പറഞ്ഞ് ഋഷി തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും പ്രദീപ് അവന്റെ കയ്യിൽ പിടിച്ച് ദയനീയമായി അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. മോനെ, പഴയതൊന്നും മനസ്സിൽ വെച്ച് ഇങ്ങനെ ദയയില്ലാതെ പറയല്ലേ. എല്ലാം ഇട്ടിട്ട് പോവല്ലേ. നീ ഇന്ന് 8,000 കോടി സഹായിച്ചാ നമ്മുടെ ഫാമിലി ബിസിനസ് നിലനിൽക്കും, അല്ലെങ്കിൽ കുടുംബം തകരും. അത് നിലനിർത്താൻ നിയോഗിക്കപ്പെട്ടവൻ നീയാണ്. ഈ ഒരു സമയത്ത് നിന്നെ കൊണ്ടല്ലാതെ മറ്റാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്റെ കൂടെ ഫാമിലിയല്ലേ ഈ വർമ്മ ഫാമിലി, ഈ ഇന്ദ്രപ്രസ്ഥം? ദയനീയമായി അയാൾ ചോദിച്ചു. പക്ഷെ ചെറിയച്ച, എനിക്കിപ്പോ ഒരു വലിയ എമൗണ്ട് കിട്ടി എന്നുള്ളത് സത്യമാണ്. എന്നുവെച്ച് അത് ചെറിയച്ചൻ പറയുന്ന എമൗണ്ടിന്റെ അത്രയൊന്നും വരില്ല. 9,300 കോടി ഇല്ലേ നിനക്ക് ഋഷി? ഞങ്ങൾ ഒന്ന് സഹായിച്ചൂടെ നിനക്ക്? ഓഹ് കമോൺ ചെറിയച്ച, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഇത്രയും പൈസ കയ്യിൽ ഇങ്ങനെ വെച്ചിരുന്നിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. പക്ഷേ അത് ഞാൻ നിങ്ങൾക്ക്, ഐ മീൻ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ചിലവാക്കിയാൽ നിങ്ങളെല്ലാം എത്രമാത്രം ഹാപ്പിയാകുമെന്ന് എനിക്കറിയാം. സോ ഞാൻ തരാം. ഋഷി പറഞ്ഞു നിർത്തിയതും പ്രദീപ് നിറഞ്ഞ മനസ്സോടെ, അതിലുപരി സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിച്ചു. താങ്ക് യു ഋഷി, താങ്ക് യു സോ മച്ച്. 2 ദിവസത്തിനുള്ളിൽ തന്നെ ത്രൈവ് മീഡിയ നിന്റെ പേരിലാക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാം. പ്രദീപ് പറഞ്ഞത് കേട്ട് അയാളിൽ നിന്നും വിട്ടകന്നുകൊണ്ട് ഋഷിയൊന്ന് മൂളി. ഞാൻ കെട്ടിപ്പടുക്കാൻ പോകുന്ന എന്റെ സ്വന്തം സാമ്രാജ്യത്തിലേക്കുള്ള ആദ്യത്തെ ചൂടുവയ്പ് ഈ ത്രൈവ് മീഡിയ തന്നെ ആകട്ടെ. എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ചെയ്തു തീർക്കാൻ കുറേ കാര്യങ്ങളും. എന്നാ ഞാൻ ഇറങ്ങട്ടെ, ഋഷി പറഞ്ഞു. ശരി, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വയ്ക്കാം, പ്രദീപ് ഒന്നുകൂടി ഉറപ്പിച്ച് പറഞ്ഞു. ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നും പുറത്തിറങ്ങിയ അവൻ വാച്ചിലേക്ക് നോക്കി. ഋഷിയുടെ മനസ്സാകെ ഇന്നിന് നടക്കാൻ പോകുന്ന ഫാമിലി ഗെറ്റ് ടുഗദർ ആയിരുന്നു. എന്റെ ശ്രീലു, താൻ മിസ് ചെയ്യുന്ന ആ പഴയ ഋഷിയായി ഞാൻ ഇന്ന് വരും. ജസ്റ്റ് വെയിറ്റ് ഫോർ ഇറ്റ്.
ഋഷി ചിരിയോടെ സ്വയം പറഞ്ഞുകൊണ്ട് നേരെ തന്റെ ബൈക്കിനരികിലേക്ക് നടന്നു. ഇതേ സമയം അങ്ങ് ശ്രീലക്ഷ്മിയുടെ ഓഫീസിൽ എന്തോ ആവശ്യത്തിനായി അവൾ തന്റെ ക്യാബിനിൽ നിന്നും പുറത്തേക്കിറങ്ങി നടക്കും വഴിയായിരുന്നു ഓഫീസിലെ ഏതൊക്കെയോ എംപ്ലോയീസ് കൂടി നിന്ന് എന്തോ കാര്യമായി ഫോണിൽ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് അവൾ കാണുന്നത്. ഓഫീസ് ടൈമിൽ അവരങ്ങനെ കൂടി നിൽക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയാൻ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ശ്രീലക്ഷ്മി അവർക്ക് പിന്നിലെത്തിയതും കണ്ടത് കൂട്ടത്തിൽ ആരുടെയോ ഫോണിൽ പകർത്തിയ പൊട്ടിയ ലൈറ്റോട് കൂടിയ ബൈക്കുമായി മടങ്ങുന്ന ഋഷിയുടെ ദൃശ്യമായിരുന്നു. എന്റെ ദൈവമേ, ഇങ്ങനൊരു കോമാളി! ഏതോ ഒരു എംപ്ലോയി ആ ദൃശ്യത്തിലെ ഋഷിയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, ശരിക്കും വല്ലാത്തൊരു മനുഷ്യൻ തന്നെ. ആ ലൈറ്റ് പൊട്ടിയത് നോക്കുകൂടിയും ചെയ്യാതെ പോകുന്ന പോക്ക് കണ്ടാലറിയാം ഇതുപോലെയുള്ള തുക്കട വണ്ടി സ്ഥിരമായി ഉപയോഗിക്കുന്ന ആളാണെന്ന്. ശ്രീലക്ഷ്മി മാഡത്തിന്റെ ഭർത്താവാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? സ്വന്തമായി ഒരു കാറ് പോലുമില്ല. ഉള്ളതോ ആ തുക്കട ബൈക്കും. അതേ ഓം, എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നേ. ലൈറ്റ് പൊട്ടിയൊന്നും ഒരു പ്രശ്നമേ അല്ല അയാൾക്ക്. ശോ, ഇതുപോലൊരു സാധനത്തിനെ തന്നെ ആ ശ്രീലക്ഷ്മി മാഡം എവിടെന്ന് കണ്ടുപിടിച്ച് മാരേജ് ചെയ്താണോ ആവോ? മറ്റൊരു സ്റ്റാഫ് പറഞ്ഞു. അതിലും വലിയ കോമഡി എന്താണെന്നറിയാവോ? ഞാൻ ഓഫീസിൽ കയറുമ്പോൾ നമ്മുടെ മാഡത്തിന് ഒരു ഡ്രീം ലവർ നെക്ലസ് വാങ്ങി കൊടുക്കാവുന്ന കാശിന് വിലയില്ലാത്ത അയാൾ വാക്കു കൊടുത്തിരിക്കുന്നു. കൂട്ടത്തിലെ ഒരു പെണ്ണ് അതും പറഞ്ഞ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പിന്നിലേക്ക് തിരിഞ്ഞതും കാണുന്നത് ദേഷ്യം കൊണ്ട് അടിമുടി വിറച്ചു നിൽക്കുന്ന ശ്രീലക്ഷ്മിയായിരുന്നു. ആകെ സ്തംഭിച്ചു പോയ അവൾ തനിക്കൊപ്പമുണ്ടായിരുന്ന മറ്റ് സ്റ്റാഫിനെ വിളിച്ചെങ്കിലും അപ്പോഴും ഇതൊന്നും അറിയാതെ ഫോണിലെ ചിത്രത്തിൽ നോക്കി പൊട്ടിച്ചിരിക്കുകയായിരുന്നു അവരെല്ലാവരും. ഓ ദൃശ്യ! അവരുടെ ചിരി നിൽക്കില്ലെന്ന് കണ്ടതും ശ്രീലക്ഷ്മിയെ കണ്ട ആ പെണ്ണ് ശബ്ദം താഴ്ത്തി ചിരിച്ചുകൊണ്ടിരിക്കുന്നവരെ വിളിച്ചു. പല്ലവി, നീ ഇത് നോക്ക്. സെക്കൻഡ് ഹാൻഡ് ബൈക്കാണ് ആ ഇഡിയറ്റിൻ്റെതെന്ന് തോന്നുന്നു. പുതിയതൊന്നും വാങ്ങാൻ പോലും ഗതിയില്ലെന്നും തോന്നുന്നുണ്ട്. ഓഫീസിൽ ആർക്കും ഇങ്ങനൊരു ബൈക്ക് ഞാൻ കണ്ടിട്ടില്ല. അവളുടെ വിളി കേട്ട് അതും പറഞ്ഞു തിരിഞ്ഞ ആ സ്റ്റാഫും മറ്റുള്ളവരും തങ്ങളുടെ പിന്നിലായി കൈ മാറിൽ പിണഞ്ഞു കെട്ടി നിൽക്കുന്ന ശ്രീലക്ഷ്മിയെ കണ്ടതും ഒന്ന് ഞെട്ടി. അവരുടെ ചിരി പെട്ടെന്ന് നിന്നു. സോറി മാം, വി നെവർ മെന്റ് ടു. ഇപ്പോ സമയം 3:30 മാം. ഈസ് ഇൻ ദിസ് വർക്ക് ടൈം ഫോർ യു ഓൾ? ശ്രീലക്ഷ്മിയുടെ കലിപ്പിച്ചുള്ള ചോദ്യം വന്നതും അവരെല്ലാം എന്ത് പറയുമെന്നറിയാതെ പരസ്പരം നോക്കി. എന്താ, ഞാൻ ചോദിച്ചതിന് ഉത്തരമില്ലേ? ഇത് വർക്കിംഗ് അവർ ആണോ അല്ലയോ? വർക്കിംഗ് അവറാണ് മാം. ആണെങ്കിൽ പിന്നെ നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നത്? ശ്രീലക്ഷ്മിയുടെ ചോദ്യം കേട്ട് തപ്പി തടഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നവർ എന്തോ പറഞ്ഞു തുടങ്ങിയതും ശ്രീലക്ഷ്മി ദേഷ്യത്തോടെ 5 സെക്കൻഡിൽ എല്ലാവരും തിരികെ നിങ്ങളുടെ സീറ്റിലേക്ക് പോയില്ലെങ്കിൽ പിന്നെ അവിടേക്ക് ഒരിക്കലും പോവേണ്ടി വരില്ല. അതേ ദേഷ്യത്തിൽ തന്നെ ശ്രീലക്ഷ്മി പറഞ്ഞു തീർന്നതും ഭയത്തോടെ എല്ലാവരും ഒട്ടും സമയം കളയാതെ തങ്ങളുടെ സീറ്റുകളിലേക്ക് ഓടിയിരുന്നു. പിന്നെ നിങ്ങൾക്കറിയാത്ത പലതും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഞാൻ നിസ്സാരമായി തള്ളിക്കളയുമെന്ന് ആരും വിചാരിക്കണ്ട. ശ്രീലക്ഷ്മി എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവളുടെ ഓരോ വാക്കും കത്തി പോലെ മൂർച്ചയുള്ളതായിരുന്നു. ശ്രീലക്ഷ്മി അപ്പോൾ തന്നെ തിരികെ തന്റെ ക്യാബിനിലെത്തി ദേഷ്യത്താലെ തന്റെ ഡോറ് കൊട്ടിയടച്ചു. എനിക്കറിയാം ഋഷി, നീ അവര് പറയുന്ന പോലെ ഇടിയിട്ടൊന്നും അല്ലെന്ന്. എന്നിട്ട് എന്തിനാ എല്ലാവരും നിന്നെപ്പറ്റി ഇങ്ങനെയൊക്കെ പറയുന്ന? എനിക്കൊന്നും സഹിക്കുന്നില്ല ഋഷി. എനിക്ക് നിന്നെ ആ പഴയ ഋഷിയായി തിരികെ വേണം. എനിക്കാവുന്നില്ല ഋഷി, ഇതൊന്നും കേട്ടുകൊണ്ടിരിക്കാൻ എനിക്കാവുന്നില്ല. ശ്രീലക്ഷ്മി അവിടെ തല ചായച്ചുകൊണ്ട് സ്വയം പറഞ്ഞുകൊണ്ടിരുന്നു. ഇതേ സമയം ഋഷി വീട്ടിലേക്ക് മടങ്ങും വഴി തന്റെ പഴയ കോളേജ് സുഹൃത്തുക്കളിൽ നിന്നും അല്പം മുൻപേ തനിക്ക് വന്ന ഒരു ഫോൺ കോളിനെ കുറിച്ച് ഓർക്കുകയായിരുന്നു. ഋഷി, ക്രിസ്റ്റൽ ക്ലബിൽ ഷാർപ്പ് 4 o'clock ആവുമ്പോൾ എത്തണം. നമ്മുടെ പഴയ ഡിഗ്രി ബാച്ചിന്റെ ചെറിയൊരു ഗെറ്റ് ടുഗദർ ഏർപ്പാടാക്കിയിട്ടുണ്ട്. സോ എന്തായാലും വരണം. പോണം, എല്ലാവരെയും കാണണം. എത്ര കാലമായി എല്ലാവരെയും കണ്ടിട്ട്. ഇത്തവണ എന്തായാലും പോയി എല്ലാവരെയും കാണണം. ഋഷി ചിന്തിച്ച് തീർന്നപ്പോഴേക്കും വീടിന് മുൻപിലെത്തിയിരുന്നു. കോളിംഗ് ബെൽ അമർത്തിയതും ദേവയാനി അമ്മ വന്നവന് വാതിൽ തുറന്നു കൊടുത്തു. നീ വന്നോ? ഞാൻ നിന്നെ വിളിക്കാൻ തുടങ്ങുകയായിരുന്നു. നീ പെട്ടെന്ന് തന്നെ വന്നത് ഏതായാലും നന്നായി. എന്താ അമ്മായി, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായിരുന്നോ? നിന്റെയും ലച്ചു മോളുടെയും കല്യാണം കഴിഞ്ഞിട്ടിപ്പോ 2 വർഷമായില്ലേ? എന്നിട്ടും എന്താ ഇത്രയായിട്ട് മോൾക്ക് വിശേഷമൊന്നും ആവാത്തത്? നിനക്കോ നിന്റെ വീട്ടുകാർക്കോ പാരമ്പര്യമായി ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഋഷിയെ നോക്കി സംശയത്തോടെ അവർ ചോദിച്ചത് കേട്ട് ഋഷി നെറ്റി ചുളിച്ചു. ഏയ്, അങ്ങനെയൊന്നും ഇല്ല അമ്മായി. എന്താ അമ്മായി, എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? പിന്നെ ഞാൻ എങ്ങനെയാ ചോദിക്കേണ്ടത്? എന്റെ മോൾക്കും എനിക്കൊന്നും പാരമ്പര്യമായി അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലതാനും. അതുകൊണ്ട് എന്താ കാര്യമെന്നറിയാൻ നീയും നിന്റെ ഫാമിലിയും ഒരു ചെക്കപ്പ് നടത്തിയേ പറ്റൂ. എന്തിനാ അമ്മായി അതൊക്കെ? അതിന്റെ ആവശ്യമൊന്നുമില്ല എന്ന് നീ തീരുമാനിച്ചാ മതിയോ?
നിന്റെ വീട്ടുകാരെ പറ്റിയൊന്നും ഞങ്ങൾക്ക് കാര്യമായി ധാരണ പോലുമില്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് എത്രയും വേഗം നിന്റെ പാരന്റ്സിനെയും വിളിച്ചോണ്ട് പോയി ടെസ്റ്റ് ചെയ്യുന്നതാവും നിനക്ക് നല്ലത്. അതുകൊണ്ട് തിരിച്ചു പറയാതെ ഞാൻ പറഞ്ഞത് ചെയ്താൽ മതി. അല്പം കനത്ത സ്വരത്തിൽ അവർ പറഞ്ഞത് കേട്ട് ഋഷി എന്ത് പറയുമെന്നറിയാതെ ഒരു നിമിഷം കുഴഞ്ഞു. അതൊക്കെ ഞാൻ ചെയ്തോളാം. ഇപ്പൊ എനിക്ക് അർജന്റായി ഒരു ഗെറ്റ് ടുഗദറിന് ജോയിൻ ചെയ്യാനുണ്ട്. ഞാൻ പോയിട്ട് പെട്ടെന്ന് ഫാമിലി പാർട്ടിയുടെ ടൈമിന് മുൻപേ എത്താം. ഋഷി തന്റെ മുറിയിലേക്ക് പോകാൻ ആഞ്ഞുകൊണ്ട് പറഞ്ഞു. വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ കുളിച്ച് റെഡിയായി ഋഷി തന്റെ ബൈക്കും എടുത്ത് ക്രിസ്റ്റൽ ക്ലബിന് മുമ്പിലെത്തി. ഹേയ് ഋഷി! ബൈക്കിൽ നിന്നും ഇറങ്ങുമ്പോൾ ഋഷി തന്റെ പിന്നിൽ നിന്നും ആ വിളി കേട്ടതും സംശയത്തോടെ തിരിഞ്ഞു നോക്കി. ഓ നവീൻ, നീയായിരുന്നോ? ഋഷിയുടെ ചോദ്യം കേട്ട് നവീൻ ചിരിയോടെ അവനടുത്തേക്ക് വന്നു നിന്നു. നീ ഈ ഡാമേജ്ഡ് ടൂ വീലറിലാണോ ഋഷി ഇങ്ങോട്ട് വന്നത്? പെട്ടെന്ന് ഋഷിയുടെ ബൈക്ക് ശ്രദ്ധിച്ച് അവജ്ഞ നിറഞ്ഞ സ്വരത്തിൽ നവീൻ ചോദിച്ചത് കേട്ട് ഋഷി ചിരിയോടെ തലയാട്ടി. അതിന്ന് രാവിലെ ഡാമേജ് ആയതാ. കുറച്ച് തിരക്കുള്ളത് കാരണം ശരിയാക്കാൻ സമയം കിട്ടിയില്ല. ഇത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് ആദ്യമായി വാങ്ങിയ വണ്ടിയാ നവീൻ. എന്റെ ഋഷി, നിനക്ക് ആ പഴയ സ്വഭാവത്തിൽ നിന്നോ കോലത്തിൽ നിന്നോ ഒരു മാറ്റവും വന്നിട്ടില്ലല്ലോ. ഋഷിയെ നോക്കി നവീൻ പറഞ്ഞത് കേട്ട് അവനൊന്ന് ചിരിച്ചു. അതിപ്പോ നീയും മാറിയിട്ടില്ലല്ലോ നവീൻ. ഇപ്പോഴും അന്നത്തെ പോലെ തന്നെ ഹാൻസം ആൻഡ് സ്റ്റൈലിഷ് യങ് മാനായ ഇപ്പോഴും നീ നിൽക്കുന്നത്. പിന്നെ നിന്റെ കാറും സ്റ്റൈലിഷാണ്. ഋഷി തന്നെ പുകഴ്ത്തി പറഞ്ഞത് ഇഷ്ടമായതുപോലെ നവീൻ ഒന്ന് ചിരിച്ചുകൊണ്ട് അവനെയും കൂട്ടി നേരെ ക്ലബിനുള്ളിലേക്ക് ലക്ഷ്യം വെച്ച് നടന്നു. ഹേയ് ഗായ്സ്! ക്ലബിനുള്ളിലേക്ക് ഋഷിയുടെ കൂടെ കയറിയതും അങ്ങിങ്ങായി കൂടി നിന്ന തന്റെ സുഹൃത്തുക്കളെ കണ്ട് നവീൻ കൈപൊക്കിക്കൊണ്ട് ഉറക്കെ വിളിച്ചതും എല്ലാവരുടെയും ശ്രദ്ധ അവന് നേരെ തിരിഞ്ഞു. ഹേയ് നവീൻ! വെയിറ്റ്, വാട്ട് ഈസ് ദിസ്? ഈസ് ദിസ് എ ഡ്രീം? ഈ ഋഷിനെന്താ നവീന്റെ കൂടെ? പഠിക്കുന്ന സമയത്ത് ആരും ശ്രദ്ധിക്ക പോലും ചെയ്യാത്ത ഋഷിനും അന്നത്തെ ഹാർട്ട് ത്രോബായിരുന്ന നവീനും. എന്നാലും ഇതെങ്ങനെ? എന്റെ ദൈവമേ! ഒട്ടും പോപ്പുലർ അല്ലാത്ത ഋഷിയുടെ കൂടെ താൻ കയറി വന്നപ്പോൾ ഉണ്ടായ കണ്ടു നിന്നവരുടെ റിയാക്ഷൻ നവീനെ നന്നായി സന്തോഷിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഋഷിയുടെ അവസ്ഥ നേരെ തിരിച്ചായിരുന്നു. തന്റെ നേർക്കുയരുന്ന പലരുടെയും നോട്ടം കണ്ട് ഒരു നിമിഷം താൻ അന്യഗ്രഹ ജീവിയാണോ എന്ന് വരെ ഋഷി സംശയിച്ചു പോയി. ഇനിയും അവിടെ നിൽക്കാൻ വയ്യെന്ന് തോന്നിയ ഋഷി ചുറ്റും നോക്കി. നവീൻ, ഞാനപ്പോ അവിടെ കാണും. താൻ അവരോട് സംസാരിക്കുക. ഏതോ ഒരു ആളൊഴിഞ്ഞ ടേബിൾ കണ്ടതും നവീനോട് അത്രയും പറഞ്ഞ ശേഷം ഋഷി അതിനടുത്തേക്ക് നടന്നു. അഞ്ജലി! പെട്ടെന്ന് അവിടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഏതോ ഒരു പെൺകുട്ടിയുടെ ആശ്ചര്യത്തോടെയുള്ള ആ ശബ്ദം കേട്ട് ഋഷി ഉൾപ്പെടെ എല്ലാവരും ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. അവിടെ ഉറക്കെ ശബ്ദമുണ്ടാക്കിയ ആ പെണ്ണ് കണ്ണും വിടർത്തി ക്ലബിന്റെ എൻട്രൻസിലേക്ക് നോക്കി നിൽക്കുന്നതാണ് കണ്ടത്. എല്ലാവരും തങ്ങളുടെ നോട്ടം അങ്ങോട്ട് പായിച്ചപ്പോഴാണ് റെഡ് ഹീൽസിന്റെ ശബ്ദ അകമ്പടിയോടെ വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ വരുന്ന സൽവാറിൽ അങ്ങേയറ്റം സുന്ദരിയായിരിക്കുന്ന അവരുടെ സഹപാഠിയായിരുന്ന അഞ്ജലിയെ കാണുന്നത്. തനിക്കടുത്തുകൂടെ കടന്നു പോവാൻ തുടങ്ങുന്ന അഞ്ജലിയോട് ഒരു ഹായ് പറയാനായി ഋഷി ഇരുന്നടുത്ത് നിന്നും എഴുന്നേറ്റതും അവനെ പിന്തള്ളിക്കൊണ്ട് അവിടേക്ക് വന്ന നവീൻ അഞ്ജലിയെ ഹഗ് ചെയ്തിരുന്നു. താനിപ്പോ എന്താ ചെയ്യുന്നത്? ആക്ടിംഗ് പരിപാടിയൊക്കെ വിട്ടോ? ഹേയ്, വിടാൻ അതിന് ഞാനത് സീരിയസ് ആയിട്ട് തുടങ്ങിയതൊന്നും അല്ല നവീൻ. ഈ അടുത്ത് ഞാനൊരു വലിയ ചാനലിന്റെ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാൻ പോവാ. ഇത്രയും കാലം എനിക്കിങ്ങനെ കോൺട്രാക്ട്സ് വരുമ്പോ സൈൻ ചെയ്യാൻ തോന്നാറേ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പൊ വന്ന ഈ ഡീൽ കമ്പനി ത്രൈവ് മീഡിയ ആണെന്ന് കണ്ടപ്പോഴേ ഞാൻ ഫ്ലാറ്റായി. ത്രൈവ് മീഡിയയുടെ പുതിയ ചെയർമാൻ 2 ദിവസത്തിനുള്ളിൽ കമ്പനി ഏറ്റെടുക്കും. ആ ഇന്ദ്രപ്രസ്ഥം ഗ്രൂപ്പിലെ തന്നെ നിലവിലെ ഏറ്റവും റിച്ച് ആൻഡ് യങ് ആയിട്ടുള്ള ആരോ ആണ് പുതിയ ചെയർമാൻ എന്നാ കേട്ടത്. മൊത്തത്തിൽ ഐ ആം സോ എക്സൈറ്റഡ് ടു ബി ദേർ. അഞ്ജലി പറഞ്ഞു നിർത്തിയതും എല്ലാവരും ചെറിയ ആർപ്പ് വിളികളോടെ അവൾക്കായി കൈയടിച്ചു. അവളുടെ മുഖത്ത് നിറഞ്ഞു നിന്ന ആ സന്തോഷം കണ്ടതും അവിടെ മാറിയിരുന്ന ഋഷിക്കാകെ വല്ലാത്തൊരു അഭിമാനം തോന്നി. 2 ദിവസത്തിനുള്ളിൽ ത്രൈവ് മീഡിയയുടെ ചെയർമാനായി താൻ കയറിയാൽ തന്റെ കീഴിൽ വർക്ക് ചെയ്യാൻ പോകുന്ന അഞ്ജലി തന്നെ കണ്ട് ഞെട്ടുന്ന അവസ്ഥയോർത്ത് ഋഷി ഒന്ന് പുഞ്ചിരിച്ചു. അങ്ങനെ ഓരോന്നോർത്ത് നിൽക്കുകയാണ് തനിക്ക് വലതുവശത്ത് 2 സീറ്റ് അപ്പുറം അഞ്ജലി വന്നിരുന്നത് ഋഷി ശ്രദ്ധിക്കുന്നത്. എന്തെങ്കിലും ചോദിച്ചുകൊണ്ട് അഞ്ജലിയോട് ചെറിയ തോതിലെങ്കിലും സൗഹൃദം സ്ഥാപിക്കാനെന്ന ലക്ഷ്യത്തോടെ ഋഷി അവൾക്ക് നേരെ തിരിഞ്ഞു. അഞ്ജലി, ത്രൈവ് മീഡിയയിൽ ജോയിൻ ചെയ്യണോ? അവിടെ എന്താ ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയണം. എക്സ്ക്യൂസ് മീ, ഹു ആർ യു? അപ്പൊ നിനക്കും അറിയില്ലേ? എടാ ഋഷി, നിന്നെ അറിയുന്ന ആരെങ്കിലും ഉണ്ടോടാ ഇവിടെ? ഇത് ഋഷിൻ, നമ്മളെ കൂടെ കോളേജിൽ പഠിച്ചിരുന്ന, അല്ല കോളേജിൽ പഠിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ഋഷിൻ.
ആരായാലും എന്താ, വലിഞ്ഞു കയറി അടുത്ത് വന്നിരിക്കുമ്പോൾ മിനിമം പെർമിഷൻ ചോദിക്കാനുള്ള ഒരു മര്യാദ വേണ്ടേ? പ്ലീസ് ഒന്ന് എഴുന്നേറ്റ് പോവാവോ? ഞാൻ ഭയങ്കര അൺകംഫർട്ടബിൾ ആണ്. ആരാടാ ഇവനെ പോലെ ഉള്ളവന്മാരെയൊക്കെ റീയൂണിയൻ വിളിക്കുന്നത് അല്ലേ? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ദൈവമേ എന്നോട് മാത്രം എല്ലാവരും ഇങ്ങനെ? എന്നെ ഈ ലോകം അംഗീകരിക്കുന്ന ഒരു ദിവസം ഒരിക്കലും ഉണ്ടാകില്ലേ? മനസ്സ് തകർന്ന് പുറത്തേക്ക് പോകുമ്പോഴാണ് എൻ്റെ ഫോൺ ശബ്ദിച്ചത്. പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് നോക്കിയ ഋഷിൻ സ്ക്രീനിൽ തന്റെ ചെറിയച്ഛൻ പ്രദീപിന്റെ നമ്പർ കണ്ടതും സംശയത്തോടെ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് ചേർത്തു. പറ ചെറിയച്ച, എന്താ കാര്യം? ഈസ് എവറിത്തിങ് ഓക്കെ ദേ? ഏയ്, ഇവിടെ എല്ലാം പെർഫെക്റ്റ് ആണ് ഋഷി. അദ്ദേഹം പറഞ്ഞത് കേട്ട് ഋഷി നെറ്റി ചുളുക്കി. അതായത് ഋഷി, നീ മുത്തച്ഛനോട് ആവശ്യപ്പെട്ട ഡിമാൻഡ് പ്രകാരമുള്ള ഒരു കാര്യം ഇന്ന് നടക്കും. മറ്റേത് ഒരല്പ സമയമെടുക്കുമെന്ന് നിന്നോട് പറയാൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. പ്രദീപ് പറഞ്ഞത് കേട്ട് ഋഷിക്ക് സന്തോഷം തോന്നി. ഞാൻ വെച്ച ഡിമാൻഡിൽ ഏത് കാര്യം ഇന്ന് നടക്കുമെന്ന് പറഞ്ഞത്? എനിക്കറിയില്ല മോനെ. എന്നോട് അദ്ദേഹം പറഞ്ഞത് ഞാൻ അതുപോലെ നിന്റെ അടുത്തും പറഞ്ഞു. അത്രേ ഉള്ളൂ. അടുത്ത കാര്യം എന്താന്ന് വെച്ചാ, നാളെ നീ ത്രൈവ് മീഡിയയുടെ ഹെഡ് ഓഫീസിലേക്ക് വരണം. എന്താ ചെറിയ നാളെയോ? ഋഷി ചെറിയൊരു ഞെട്ടലോടെ ചോദിച്ചത് കേട്ട് പ്രദീപ് ഒന്ന് ചിരിച്ചു. ഹേയ്, നാളെയാണല്ലോ എന്നോർത്ത് നീ പേടിക്കേണ്ട ഋഷി. നിനക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കാൻ ഞാനൊരു എഫിഷ്യന്റ് ആയ പേഴ്സണൽ അസിസ്റ്റന്റിനെ നിനക്കായി ഏർപ്പാടാക്കിയിട്ടുണ്ട്. പേഴ്സണലായും ഒഫീഷ്യലായും എന്ത് സംശയം ഉണ്ടെങ്കിലും സഹായം ആവശ്യമാണെങ്കിലും നിന്നെ ആ കുട്ടി സഹായിക്കും. കോൺട്രാക്ട് ഡീറ്റെയിൽസ് ഞാൻ നിന്റെ വാട്സാപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഷീ വിൽ ബി യുവർ സ്റ്റാഫ് ഫ്രം ടുഡേ ഓൺവേർഡ്സ്. ഇനി ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിനക്ക് എന്നെ വിളിക്കാം ഋഷി മോനെ. ബട്ട് ഇപ്പൊ എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ഞാൻ കോള് വെക്കും കേട്ടോ. ബൈ ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് മോനെ. പ്രദീപ് സൗമ്യമായി പറഞ്ഞത് കേട്ട് ഋഷി ഒന്ന് മൂളി. ഫോൺ വിളി കഴിഞ്ഞ് ഋഷി അങ്കലാപ്പോടെ ഇരിക്കുന്നത് കണ്ട് ആരുഷ് ഋഷിയോട് കാര്യം തിരക്കിയതും ഋഷി മുഴുവൻ കാര്യങ്ങളും വള്ളി പുള്ളി വിടാതെ അവനോട് പറഞ്ഞു. കാര്യം മുഴുവൻ കേട്ടതും ആരുഷും അത്ഭുതത്തോടെ അവനെ നോക്കി. ഋഷിയുടെ ഫോൺ റിങ് ചെയ്തു തുടങ്ങിയിരുന്നു. വിളിക്കുന്നത് ശ്രീലക്ഷ്മിയാണെന്ന് കണ്ടതും ഋഷിയുടെ മുഖം വിടർന്നു. 100 ആയിച്ച ശ്രീലുന്. ആളെപ്പറ്റി പറഞ്ഞ് നാവെടുത്തില്ല, അതിനു മുൻപേ വിളിച്ചു. അതും മനസ്സിൽ ഓർത്തുകൊണ്ട് ഋഷി കോൾ അറ്റൻഡ് ചെയ്ത് ഫോൺ കാതോട് ചേർത്തു. ഹലോ ഋഷി, താൻ ഫംഗ്ഷന് പോകാനുള്ള ഡ്രസ്സ് എടുത്തോ? ഫോൺ എടുത്ത പാടെയുള്ള ശ്രീലക്ഷ്മിയുടെ ചോദ്യം കേട്ട് അതുവരെ ഋഷിയുടെ മുഖത്തുണ്ടായിരുന്ന ചിരിയെല്ലാം മാഞ്ഞു. പെട്ടെന്ന് തന്നെ ഋഷി ശ്രീലക്ഷ്മിയോട് എന്തൊക്കെയോ ഒഴിവ് കഴിവ് പറഞ്ഞ് ഫോൺ വെച്ച് ആരുഷിനെ നോക്കി. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആരുഷ് സംശയത്തോടെ ചോദിച്ചു. മറുപടിയായി ഋഷി ശ്രീലക്ഷ്മിക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണമെന്ന് പറഞ്ഞ് ആരുഷിനെയും കൂട്ടി ഋഷി നേരെ ഒരു മോളിലേക്ക് പോയി. എന്നാൽ അവർക്കിഷ്ടപ്പെട്ടതൊന്നും കിട്ടിയില്ല. ഇനിയിപ്പോ എന്താ ഋഷി ചെയ്യാ? ഏകദേശം എല്ലാ ഷോപ്പും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞല്ലോ. ഋഷിയെ നോക്കി നെടുവീർപ്പോട് ആരുഷ് പറഞ്ഞത് കേട്ട് ഋഷി ഒരു സെക്കൻഡ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നുപോയി. അങ്ങനെ നിൽക്കെ ഋഷിയുടെ ഫോണിലേക്ക് പെട്ടെന്നൊരു അൺനോൺ നമ്പറിൽ നിന്നും കോൾ വന്നു. ഡ്രസ്സ് കിട്ടാത്ത ടെൻഷനിൽ നിൽക്കെ ഋഷി ആദ്യം ആ കോൾ നോക്കിയില്ല. വീണ്ടും ഫോൺ റിംഗ് ചെയ്തപ്പോൾ കോൾ എടുത്തു. ഹലോ ഋഷി സർ, ഐ എം നിഹാരിക മഹാദേവ്, യുവർ പേഴ്സണൽ അസിസ്റ്റന്റ്. മറുപുറത്ത് നിന്നും ആ വാക്കുകൾ കേട്ട് ഋഷി നെറ്റി ചുളിച്ചു. താൻ നിഹാരികയാണെന്നും എന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആണെന്നുമുള്ളതൊക്കെ ഓക്കെ, പക്ഷെ എന്താ ഇപ്പൊ വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഋഷി സംശയഭാവത്തോടെ ചോദിച്ചു. സാർ, നാളെ മുതൽ ഒഫീഷ്യലി വർക്ക് ആരംഭിക്കുമല്ലോ. അതിനു മുൻപായും സാറിന് എന്താ ആവശ്യമുണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം. നിഹാരികയുടെ ആ മറുപടി കേട്ടതും ആരുഷ് ഋഷിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി. ആഹാ, എന്നാൽ താൻ ഋഷിക്ക് പറ്റിയ നല്ലൊരു സ്യൂട്ട് കണ്ടെത്ത്. ഒട്ടും വൈകരുത്, അത്യാവശ്യമാണ്. വേഗം റെഡിയാക്കിക്കോ. നിഹാരിക ഋഷിയുടെ ഡ്രസ്സിന്റെ അളവുകൾ ചോദിച്ചറിഞ്ഞ ശേഷം കോള് ഡിസ്കണക്ട് ചെയ്തു. ഇതേ സമയം ശ്രീലക്ഷ്മി തന്റെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോവാനായി തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് റിസപ്ഷനിൽ തന്റെ വരവും കാത്തു നിൽക്കുന്ന ഒരു ബ്ലാക്ക് സൂട്ട് ധരിച്ചയാളെ ശ്രീലക്ഷ്മി കാണുന്നത്. ശ്രീലക്ഷ്മി മാഡം അല്ലേ? ശ്രീലക്ഷ്മി നടന്ന് തനിക്ക് സമീപത്തെത്തിയതും അയാൾ ചോദിച്ചു. അതെ, എന്താ കാര്യം? ശ്രീലക്ഷ്മി അയാളോട് ചോദിച്ചു. മാഡത്തിന് ഇത് തരാൻ ഞങ്ങളുടെ സാറ് പറഞ്ഞു. കയ്യിലുള്ള റെഡ് ബോക്സ് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞത് കേട്ട് കാര്യം മനസ്സിലാവാതെ ശ്രീലക്ഷ്മി ആ ബോക്സിലേക്കും അയാളെ മാറി മാറി നോക്കി. അതേസമയം ഓഫീസിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങിയ എല്ലാ സ്റ്റാഫും ഈ കാഴ്ച കണ്ട് അവൾക്കടുത്തേക്ക് വന്നു. എന്താ ഇത്? നിങ്ങൾക്ക് എങ്ങനെയാ എന്നെ അറിയാവുന്നേ? ആൻഡ് ഏത് സാറ് തരാൻ പറഞ്ഞെന്നാ നിങ്ങളീ പറയുന്നേ? ശ്രീലക്ഷ്മി സംശയത്തോടെ ചോദിച്ചു. മാഡത്തിനുള്ള ഞങ്ങളുടെ സാറിന്റെ പ്രസന്റാണിത്. സാറിനെ മാഡത്തിന് നല്ലതുപോലെ അറിയാം, പക്ഷേ ഞങ്ങൾക്ക് സാറിന്റെ പേരിവിടെ പറയാനുള്ള അനുമതിയില്ല. നൗ പ്ലീസ് ഈ ഗിഫ്റ്റ് സ്വീകരിക്കൂ മാം.
അയാൾ അതേ ഭാവത്തിൽ തന്നെ പറഞ്ഞു. ശ്രീലക്ഷ്മി മാഡം, അത് വാങ്ങിക്കൂ. മാഡത്തിനെ സീക്രട്ടായി ആരാധിക്കുന്ന ആരോ തന്നുവിട്ടതാവും. കളിയായി ഏതോ എംപ്ലോയിയുടെ വാക്ക് കേട്ട് ശ്രീലക്ഷ്മി ചോദിച്ചു, ഒന്ന് പോയേ, ചുമ്മാ. ആരാധകനുണ്ടാവാൻ ഞാൻ ആരാ? വല്ല സെലിബ്രിറ്റി ആണോ? മാം പ്ലീസ് ഇത് സ്വീകരിക്കൂ. അവരുടെ ആ സംസാരമൊന്നും കാര്യമാക്കാതെ വീണ്ടും അയാൾ പറഞ്ഞതും ശ്രീലക്ഷ്മി അത് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ള ആശയക്കുഴപ്പത്തിലായി. മാം അത് വാങ്ങിക്കൂ. ഇഷ്ടമായില്ലെങ്കിൽ ഞങ്ങൾക്ക് ആർക്കെങ്കിലും തന്നോളൂ. സ്റ്റാഫിൽ നിന്നും ആ കുസൃതി നിറഞ്ഞ വാക്ക് കേട്ടതും ശ്രീലക്ഷ്മി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അയാളിൽ നിന്നും ആ സമ്മാനം വാങ്ങിച്ചു. അതിനുള്ളിൽ എന്താണെന്നറിയാനുള്ള ആകാംക്ഷയിൽ മറ്റുള്ളവർ ശ്രീലക്ഷ്മിയുടെ ചുറ്റും കൂടിയതും അവൾ സംശയത്തോടെ ആ ബോക്സ് തുറന്നു. എന്റെ മാതാവേ, ഇതാ മറ്റേ റെയർ പീസ് ഡ്രീം ലവർ നെക്ലസ് അല്ലേ? വെയിറ്റ്, ഒറിജിനലാണോ ഇത്? എല്ലാം കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തി ഫാമിലി ഫംഗ്ഷന് റെഡിയാകുമ്പോഴും ശ്രീലക്ഷ്മി തന്റെ കഴുത്തിലണിഞ്ഞ ആ പ്രസന്റ് തന്നയാൾ ആരായിരിക്കുമെന്ന ചിന്തയിലായിരുന്നു. രാവിലെ തനിക്ക് ആ നെക്ലസ് ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിച്ചു തന്ന ശരത്തിന്റെ മുഖം മാത്രമേ അവൾക്ക് ഓർമ്മ വന്നിരുന്നുള്ളൂ. അവനിനി തന്റെ ആസ്തി മുഴുവൻ പണയപ്പെടുത്തി വാങ്ങിയതാണോ അതെന്ന ചിന്ത അവളെ വേവലാതിപ്പെടുത്തിയെങ്കിലും ആ നെക്ലസ് അവളെ അത്രമേൽ ആകർഷിച്ചിരുന്നു. ഓഹ്, നിന്റെ ഭർത്താവ് ഇത് എവിടെ പോയിരിക്കാ മോളെ? പോവാൻ സമയമായി തുടങ്ങിയല്ലോ. തന്റെ പിങ്ക് കളർ പട്ടുസാരിയുടെ പ്ലീറ്റ് ശരിയാക്കിക്കൊണ്ട് ദേവയാനി അമ്മ പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി ചെറിയൊരു വേവലാതിയോടെ ഫോൺ എടുത്തു നോക്കി. അറിയില്ലമ്മേ, ഞാൻ ഋഷി ഒന്ന് വിളിച്ചു നോക്കട്ടെ. ശ്രീലക്ഷ്മി അതും പറഞ്ഞ് ഋഷിയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്യാൻ ആഞ്ഞതും കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ടിരുന്നു. വാതിൽ തുറന്നപ്പോൾ പ്രതീക്ഷിച്ച പോലെ ഋഷിയെ കണ്ടപ്പോൾ ചെറിയൊരു സമാധാനം തോന്നി. എങ്കിലും അതൊന്നും പുറത്ത് കാണിക്കാതെ ശ്രീലക്ഷ്മി ഉള്ളിലേക്ക് നടന്നു. ഓ വന്നോ? ഇത്രയും നേരം പോവേണ്ട കാര്യം മറന്ന് എവിടെ വായും പൊളിച്ചിരിക്കായിരുന്നു? ഋഷിയെ നോക്കി പുച്ഛം നിറഞ്ഞ സ്വരത്തിൽ ദേവയാനി ചോദിച്ചത് കേട്ടെങ്കിലും ഋഷിയുടെ ശ്രദ്ധ മുഴുവൻ ചെറിയ പരിഭവത്തോടെ തന്നെ നോക്കുന്ന ശ്രീലക്ഷ്മിയുടെ കഴുത്തിലായിരുന്നു. ഒറ്റ നോട്ടത്തിൽ തന്നെ അവളുടെ കഴുത്തിലുള്ളത് ഡ്രീം ലവറിന്റെ ഒറിജിനൽ പീസാണെന്ന് മനസ്സിലായ ഋഷിയുടെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു. ആഹാ, ഇതായിരുന്നോ ചെറിയച്ചൻ വിളിച്ചപ്പോ പറഞ്ഞത്? എന്ത് ഭംഗിയാ അവളുടെ കഴുത്തിലിട്ട് കാണാൻ. എന്നിട്ടും മുഖത്തെ പരിഭവത്തിന് ഒരു കുറവുമില്ലല്ലോ. ആ സാരമില്ല, പോകെ പോകെ അതെല്ലാം ഞാൻ മാറ്റിയെടുത്തോളാം. ശ്രീലക്ഷ്മിയെ നോക്കി ഋഷി മനസ്സിൽ മന്ത്രിച്ചു. അല്ല, ലേറ്റായി വന്നതും പോരാഞ്ഞ് ഇവിടെ വെറുതെ വായും പൊളിച്ച് നിന്ന് നീ സമയം കളയുവാണോ? ഡ്രസ്സ് മാറുന്നൊന്നുമില്ലേ? ഋഷിയുടെ ആ നിൽപ്പ് കണ്ട് ദേഷ്യത്തിൽ ദേവയാനി പറഞ്ഞു. അത് കേട്ട് ഋഷി പെട്ടെന്ന് അവളോട് 5 മിനിറ്റെന്നും പറഞ്ഞ് റൂമിലേക്ക് ഓടി. അല്പസമയത്തിനുള്ളിൽ തന്നെ റെഡിയായി പുറത്തേക്ക് വന്നു. ഋഷിയുടെ പുതിയ സ്യൂട്ട് കണ്ട് ശ്രീലക്ഷ്മിയും ദേവയാനി അമ്മയും ഒരു നിമിഷം അമ്പരന്ന് നിന്നു. ഹോ, ആദ്യമായിട്ട് നീ നല്ലൊരു വേഷത്തിൽ വന്നല്ലോ. ഇതിൽ പര അത്ഭുതം ഇനി നടക്കാനില്ല. ദേവയാനി അമ്മ പറഞ്ഞത് കേട്ട് ഋഷി ഒന്ന് ചിരിച്ചു. ഇതിൽ പരമുള്ള അത്ഭുതങ്ങൾ നിങ്ങൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ അമ്മായി. അല്പനേരത്തെ യാത്രയ്ക്ക് ശേഷം ശ്രീലക്ഷ്മിയുടെ കാർ വലിയൊരു വീടിന് മുൻപിൽ നിന്നു. അവരുടെ തറവാട്ടിൽ പാർക്കിങ്ങിൽ മുഴുവൻ പോഷ് കാറുകളും ഉൾവശത്ത് വില കൂടിയ വസ്ത്രങ്ങളും ധരിച്ച ആളുകളെയും കൊണ്ട് നിറഞ്ഞു നിൽക്കുകയായിരുന്നു. വീടിനുള്ളിലേക്ക് കയറി പോകുമ്പോൾ ദേവയാനിയെയും ശ്രീലക്ഷ്മിയെയും എല്ലാവരും ശ്രദ്ധിച്ച് കൈ കാണിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഋഷിയെ എപ്പോഴത്തെയും പോലെ ആരും നോക്കുന്നത് പോലും ഉണ്ടായിരുന്നില്ല. ഹേയ് ശ്രീലക്ഷ്മി, ഋഷിൻ വന്നില്ലേ? പെട്ടെന്നാണ് ആൾക്കൂട്ടത്തിൽ നിന്നും ആരോ ചോദിച്ചത്. വളരെ വിരളമായിട്ടേ ഫാമിലി ഫംഗ്ഷൻസിൽ ഋഷിയെക്കുറിച്ച് ആരെങ്കിലും അന്വേഷിക്കാറുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അന്വേഷിക്കുന്ന ചൊറിയനായ സിദ്ധാർത്ഥായിരുന്നു അത്. ദേ അവനവിടെ, ഋഷിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചിരിയോടെ മറുപടി പറഞ്ഞത് ദേവയാനി അമ്മയായിരുന്നു. എന്ത്? ഇത് ഋഷിയായിരുന്നോ? ഓ മൈ ഗോഡ്, ശേ, എനിക്കിവന്റെ ഈ മനുഷ്യക്കോലം കണ്ടിട്ട് മനസ്സിലായതേ ഇല്ല. ഋഷിയെ നോക്കി പരിഹാസത്തോടെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് സിദ്ധാർത്ഥ് പറഞ്ഞു. ഓ വെയിറ്റ്, നിന്റെ ഈ ഡ്രസ്സ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ആ കിട്ടിപ്പോയി. ഫുട്പാത്തിൽ 200, 300 എന്നും പറഞ്ഞ് വിൽക്കുന്ന ഊള സാധനമല്ലേ ഇത്? ഇതിന് എത്രയാ റേറ്റ്? 100, 200? ഇതിന് ഞാൻ പണം കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഋഷി സമാധാനത്തിൽ പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥ് കണ്ണ് വിടർത്തി അവനെ നോക്കി. വാട്ട്? ഫ്രീ ആയിട്ട് തോന്നോ നിനക്കിത്? അല്ലെങ്കിൽ കടക്കാരന്റെ കാല് പിടിച്ച് കെഞ്ചിയോ നീ? സിദ്ധാർത്ഥ് ഉറക്കെ ചോദിച്ചത് കേൾക്കെ ശ്രീലക്ഷ്മിക്കും ദേവയാനി അമ്മയ്ക്കും തങ്ങളുടെ തൊലി ഉരിഞ്ഞു പോകും പോലെ തോന്നി. വാ ഋഷി, മതി, നമുക്ക് അപ്പുറത്തേക്ക് മാറിയിരിക്കാം. ഋഷി സിദ്ധാർത്ഥിനോടെന്തോ പറയാനാഞ്ഞത് കണ്ട് അവനെ തടഞ്ഞുകൊണ്ട് ശ്രീലക്ഷ്മി പറഞ്ഞു. ഹേയ്, എന്താ ശ്രീലക്ഷ്മി ഇത്? നീ എന്താ ഈ ഇട്ടിരിക്കുന്നേ? ഈ സാരിക്കൊക്കെ 5000 പോലും വരില്ലല്ലോ റേറ്റ്.
ഋഷിയെ കൂട്ടി പോവാനാഞ്ഞ ശ്രീലക്ഷ്മിയോടായി സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി അവനെ നോക്കി ജാളിയതോടെ ചിരിച്ചു. ദിസ് ഈസ് സോ ബാഡ് ശ്രീലക്ഷ്മി. നീ എന്നെ നോക്ക്, എന്റെ ഈ ഡ്രസ്സ് നോക്ക്. ഈ ഫംഗ്ഷൻ ഇടാൻ വേണ്ടി മാത്രം ഇവിടത്തെ ഒരു ഫേമസ് ബ്രാൻഡിനെ കൊണ്ട് പ്രത്യേകം ചെയ്യിപ്പിച്ച 2.5 ലക്ഷം രൂപയുടെ ഡ്രസ്സാണിത്. സിദ്ധാർത്ഥ് വലിയ ഗമയിൽ പറഞ്ഞു നിർത്തി. 2.5 ലക്ഷത്തിന്റെ സ്യൂട്ടോ? എവിടെ നോക്കട്ടെ. ഋഷി പതിയെ സിദ്ധാർത്ഥിന്റെ സ്യൂട്ടിന്റെ കോളറിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചതും ഒരൊറ്റ തട്ടായിരുന്നു സിദ്ധാർത്ഥ് അവന്റെ കൈ. ഞാൻ നിന്നോട് പറഞ്ഞു ഇതെന്ത് മാത്രം എക്സ്പെൻസീവ് ആണെന്ന്. ഇങ്ങനെ വൃത്തിയില്ലാത്ത കൈവച്ച് തൊട്ടിട്ട് അഴുക്കാക്കാതെ. അടക്കാനാവാത്ത വിധം ദേഷ്യം വന്നെങ്കിലും ഋഷി തന്റെ ദേഷ്യമെല്ലാം കൺട്രോൾ ചെയ്തുകൊണ്ട് സിദ്ധാർത്ഥിനോട് ചിരിച്ചു. താനൊരു കാര്യം മനസ്സിലാക്കണം സിദ്ധാർത്ഥ്. ലോകത്തുള്ള എല്ലാവരുടെയും ഇഷ്ടങ്ങളും കംഫർട്ടും ഒന്നായിരിക്കില്ല. ശ്രീലക്ഷ്മിയുടെ സാരി 5000 രൂപയുടെ ഓർഡിനറി വണ്ണാണ്, സമ്മതിച്ചു. ശ്രീലക്ഷ്മിക്ക് ഓവർ പ്രൈസ് വരുന്ന ഡ്രസ്സുകൾ ഇഷ്ടമല്ലെന്നേ ഉള്ളൂ. ബട്ട് ജ്വല്ലറീസ് എന്ന് പറഞ്ഞാൽ അവൾക്ക് ക്രൈസാണ്. സംശയമുണ്ടെങ്കിൽ ലുക്ക് അറ്റ് ഹർ നെക്ലസ്. ഡ്രീം ലവർ നെക്ലസ് ആണ്. ശ്രീലക്ഷ്മിയെ തനിക്കടുത്തേക്ക് ചേർത്ത് നിർത്തി ഋഷി പറഞ്ഞത് കേട്ട്, വാട്ട്, ഡ്രീം ലവറോ? അതീ വേൾഡിൽ തന്നെ ആകെ കുറച്ച് പീസല്ലേ ഉള്ളൂ. ആൻഡ് 30 കോടി എന്തോ അല്ലേ അതിന്റെ പ്രൈസ്? ചുറ്റും കൂടിയ ബന്ധുക്കളിൽ ആരോ ചോദിച്ചത് കേട്ട് ഋഷി ചിരിയോടെ അതേ എന്ന് തലയാട്ടി. ഒറ്റ സെക്കൻഡിൽ അവിടെയുള്ള എല്ലാവരുടെയും ശ്രദ്ധ തന്നിൽ നിന്ന് മാറി ശ്രീലക്ഷ്മിയുടെ മേലായതും സിദ്ധാർത്ഥിന് അതിയായ ദേഷ്യം തോന്നി. ഇതൊക്കെ കണ്ടാൽ അറിഞ്ഞൂടെ ഡ്രീം ലവറിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന്? അല്ലെങ്കിലും നയാ പൈസ കയ്യിലില്ലാത്ത ഇവരൊക്കെ എങ്ങനെ വാങ്ങാനാ ആ 30 കോടിയുടെ മാലയൊക്കെ? പുച്ഛഭാവത്തിൽ സിദ്ധാർത്ഥ് പറഞ്ഞു. ഓ, അപ്പൊ നിന്റെ ചെവിക്ക് മാത്രമല്ല കണ്ണിനും പ്രശ്നമുണ്ട്. പിന്നെ ഞങ്ങളുടെ കയ്യിലുള്ള കാശിന്റെ കണക്ക് നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ഋഷി അവനെ ആക്കിക്കൊണ്ട് പറഞ്ഞതും സിദ്ധാർത്ഥിന്റെ മുഖം ദേഷ്യത്താൽ ചുവന്നിരുന്നു. ഋഷിൻ! അത് കണ്ടതും ഋഷി ഇനി എന്തെങ്കിലും പറഞ്ഞാലുള്ള അപകടമോർത്ത് ദേവയാനി അമ്മ താക്കീതെന്ന പോലെ ഉറക്കെ ഋഷിയെ വിളിച്ചു. എന്താ എന്താ ഇവിടെ ഒരു സംസാരം? പെട്ടെന്ന് ഗാംഭീര്യം നിറഞ്ഞ ആ സ്ത്രീ ശബ്ദം കേട്ടതും എല്ലാവരും മിണ്ടാതെ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി. എല്ലാവരും സംശയഭാവത്തിൽ നോക്കി നിൽക്കെ ആ തറവാടിന്റെ മുഴുവൻ അധികാര കേന്ദ്രമായ മഹാദേവി ശ്രീകുമാർ എന്ന സ്ത്രീയെ കണ്ടതും സിദ്ധാർത്ഥിന്റെ ചുണ്ടിൽ മാത്രം പുഞ്ചിരി വിരിഞ്ഞു. മുത്തശ്ശി! ചിരിയോടെ അവർക്കടുത്തേക്ക് നടന്നുകൊണ്ട് അവൻ വിളിച്ചതും മഹാദേവിയും ചിരിച്ചുകൊണ്ട് അവനായി തന്റെ കൈവിടർത്തി. മഹാദേവിയുടെ ബ്ലാക്ക് ലിസ്റ്റിൽ ഇടമുള്ള ഋഷി കുറച്ചപ്പുറത്തേക്ക് മാറി നിന്നു. അപ്പോ ഏകദേശം എല്ലാവരും വന്ന സ്ഥിതിക്ക് നമുക്ക് പരിപാടി തുടങ്ങാമല്ലേ? മഹാദേവി തനിക്ക് മുൻപിൽ നിൽക്കുന്ന ബന്ധുക്കളെ നോക്കി പറഞ്ഞു. അപ്പോ ഞാൻ എല്ലാവരെയും ഇന്ന് ഇവിടേക്ക് വിളിച്ചു കൂട്ടിയത് ഒരു പ്രധാന വിവരം പറയാനാണ്. എല്ലാവർക്കും അറിയാലോ, പണ്ടൊരിക്കൽ ട്രൈ മീഡിയ എന്ന മറ്റേ ഇന്ദ്രപ്രസ്ഥത്തിന്റെ ആ ഹ്യൂജ് കമ്പനിയുടെ പാർട്ണർഷിപ്പിന്റെ കാര്യത്തിൽ നമ്മുടെ വർമാസ് കമ്പനിക്ക് റിജക്ഷൻ കിട്ടിയത്. അന്ന് റിജക്ഷൻ കിട്ടിയെങ്കിലും ആ കമ്പനിയുടെ പാർട്ണർഷിപ്പ് കിട്ടാൻ നമുക്ക് മുൻപിൽ ഇപ്പോൾ വലിയൊരു വഴി തുറക്കപ്പെട്ടിട്ടുണ്ട്. മഹാദേവി പറഞ്ഞത് കേട്ട് സിദ്ധാർത്ഥും മറ്റുള്ളവരും കൂടെ ഋഷിയും കാര്യം മനസ്സിലാവാതെ അവരെ നോക്കി. മറ്റൊന്നുമല്ല, ട്രൈ മീഡിയയുടെ പഴയ ചെയർമാൻ മാറി പുതിയ ചെയർമാൻ നാളെ ചാർജ് എടുക്കും. അതും നമ്മുടെ സിദ്ധൂട്ടനേക്കാളും യങ്ങായ ഇന്ദ്രപ്രസ്ഥത്തിലെ ഏതോ ചെറുക്കനാണെന്നാ കേട്ടത്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാ, നമ്മുടെ കൂട്ടത്തിൽ നിന്നും ഒരാൾ നാളെ ട്രൈ മീഡിയയിൽ പോയി പുതിയ ചെയർമാനെ കണ്ട് പാർട്ണർഷിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിച്ച് എങ്ങനെയെങ്കിലും കാര്യം സാധിക്കണം. അത്രയും റെപ്യൂട്ടഡ് ആയ ഒരു കമ്പനിയുമായി പാർട്ണർഷിപ്പ് കിട്ടിയാലുള്ള മെച്ചം ഞാൻ ആർക്കും പറഞ്ഞു തരേണ്ടല്ലോ, അല്ലേ? ചെയർമാൻ ഏകദേശം ഇവിടെയുള്ള യങ്സ്റ്റേഴ്സിന്റെ ഏജ് ആയതുകൊണ്ട് ഞാൻ ഇതിനായി പ്രിഫർ ചെയ്യുന്നത് ഇവിടെ ഇരിക്കുന്ന എന്റെ കൊച്ചുമക്കളെയാണ്. ഒരു ചിരിയോടെ തന്നെ അവർ പറഞ്ഞത് കേട്ട് മുതിർന്നവരെല്ലാം അതിനനുകൂലമായി സംസാരിച്ചു. ഓക്കെ, യങ്സ്റ്റേഴ്സിൽ തന്നെ ആര് പോകണമെന്നുള്ള കാര്യം കൂടി തീരുമാനമാക്കണം. ആർക്കൊക്കെ പോവാൻ താല്പര്യമുണ്ട്? മുത്തശ്ശി ചോദിച്ചു നിർത്തിയതും എല്ലാ കൊച്ചുമക്കളും തങ്ങളുടെ കൈകൾ ഉയർത്തി. പക്ഷേ ഇന്ദ്രപ്രസ്ഥം എന്ന പേര് കേട്ടപ്പോൾ തന്നെ തനിക്ക് പോകാൻ സാധിച്ചിരുന്നുവെങ്കിൽ തന്റെ കമ്പനിയുടെ കാര്യം കൂടെ സംസാരിച്ച് ഇപ്പോൾ താൻ അകപ്പെട്ടിരിക്കുന്ന പ്രശ്നത്തിൽ എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്താമെന്ന് തോന്നിയ ശ്രീലക്ഷ്മി മുത്തശ്ശിക്ക് തന്നോടുള്ള ഇഷ്ടക്കേട് ഓർക്കെ തന്റെ കൈ പൊക്കാൻ മുതിർന്നില്ല. ശ്രീലു, അറിയോക്കെ? ഋഷി സംശയത്തോടെ ചോദിച്ചത് കേട്ട് ശ്രീലക്ഷ്മി ഒന്നുമില്ലെന്ന് അവനോട് കണ്ണു കാണിച്ചു. എന്താ മോളെ, നിനക്ക് പോവാൻ ആഗ്രഹമില്ലേ?
ദേവയാനി അമ്മ സംശയത്തോടെ ചോദിച്ചത് കേട്ട് ശ്രീലക്ഷ്മി ഒന്ന് നിശ്വസിച്ചു. ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമുണ്ടോ അമ്മേ? മുത്തശ്ശി സിദ്ധാർത്ഥിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മുത്തശ്ശിയുടെ ഫേവറിറ്റ് ആളെയോ മാത്രമേ വിടത്തുള്ളൂ. ശ്രീലക്ഷ്മി പറഞ്ഞത് കേട്ട് ഋഷി എന്തോ സംസാരിക്കാനാഞ്ഞതും മഹാദേവിയുടെ ഉറക്കെയുള്ള സംസാരം അവന്റെ ശ്രദ്ധ തിരിച്ചു. സിദ്ധാർത്ഥ് പോകുന്നതിൽ ആർക്കും പ്രശ്നമൊന്നുമില്ലെന്ന് കരുതുന്നു. മഹാദേവി പറഞ്ഞത് കേട്ട് ഉള്ളിലെ വിഷമം മറച്ചുകൊണ്ട് ശ്രീലക്ഷ്മി ഒന്ന് ചിരിച്ചു. കണ്ടോ, അവിടെ ആള് ഫിക്സായി. അതേ ഭാവത്തിൽ അവൾ പറഞ്ഞു, ആ മുത്തശ്ശി എന്നെ സെലക്ട് ചെയ്തതിൽ ചിലർക്കെങ്കിലും വിഷമമുണ്ടെന്ന് എനിക്കറിയാം. വിഷമിച്ചോളൂ, ഐ ഡോണ്ട് കെയർ. പിന്നെ ഞാൻ നാളെ ആ ചെയർമാനെ കണ്ട് ഇംപ്രസീവായി കാര്യങ്ങളെല്ലാം പറഞ്ഞ് സെറ്റാക്കി കോൺട്രാക്റ്റിൽ സൈൻ ചെയ്ത് കഴിഞ്ഞ് അതിന്റെ വകയായി പാർട്ടി അറേഞ്ച് ചെയ്യുമ്പോൾ വന്ന് എൻജോയ് ചെയ്തിട്ട് പോണം. കേട്ടോ എല്ലാവരും? ശ്രീലക്ഷ്മിയെയും ഋഷിയെയും നോക്കി അഹങ്കാരം നിറഞ്ഞ ഭാവത്തിൽ സിദ്ധാർത്ഥ് പറഞ്ഞു. നീ വാ സിദ്ധാർത്ഥ്, ആരാ വിഷമിക്കാൻ പോകുന്നതെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഭാവഭേദങ്ങൾ ഏതുമില്ലാതെ സിദ്ധാർത്ഥിനെ നോക്കിക്കൊണ്ട് ഋഷി മനസ്സിലോർത്തു. അല്പനേരം കൂടെ നീണ്ടുനിന്ന ആ ഫംഗ്ഷൻ അവസാനിച്ചു. വീട്ടിലെത്തിയപ്പോഴും ആകെ വിഷമിച്ചിരിക്കുന്ന ശ്രീലക്ഷ്മിയെ കണ്ട് ഋഷിക്കാകെ സങ്കടം വന്നിരുന്നു. എന്താ ശ്രീലു, എന്താ താൻ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത്? ത്രൈമീഡിയയിലേക്ക് തനിക്ക് പോകാൻ ചാൻസ് കിട്ടിയില്ലല്ലോ എന്നോർത്തുള്ള സങ്കടമാണോ? നീ നോക്ക്, താൻ പോവാതെ ആ കോൺട്രാക്ട് ശരിയാവില്ല. ഇതെന്റെ വാക്കാ. സംശയമുണ്ടെങ്കിൽ നോക്കിക്കോ, തോറ്റു തുന്നം പാടിക്കൊണ്ട് വരും തന്റെ മുത്തശ്ശിയുടെ പൊന്നോമന പേരക്കുട്ടി. ഋഷി പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി ഒന്ന് ചിരിച്ചു. സിറ്റിയിലെ വലിയ വിശാലമായ ബിൽഡിങ്ങുകളിൽ ഒന്നായിരുന്നു ത്രൈമീഡിയ. തൽക്കാലത്തെ ആവശ്യത്തിന് വാങ്ങിയ തന്റെ ഇലക്ട്രിക് ബൈക്കിൽ കാഷ്വൽ ഡ്രസ്സിലായിരുന്നു ഋഷി തന്റെ ഫസ്റ്റ് ഡേ തന്നെ അങ്ങോട്ട് പോയത്. എത്ര ലക്ഷറീസ് ആയ കാറും നിഷ്പ്രയാസം വാങ്ങാനുള്ള പണം കയ്യിലുണ്ടായിരുന്നിട്ടും ശ്രീലക്ഷ്മിക്കും ദേവയാനി അമ്മയ്ക്കും സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഋഷി ഇലക്ട്രിക് ബൈക്ക് വാങ്ങിയത്. ആ ചെറിയച്ച, ഞാൻ അവിടെ എത്തി. ആ അങ്ങനെ ചെയ്യാം. പാർക്കിങ്ങിൽ ഒഴിഞ്ഞ ഭാഗത്ത് തന്റെ ബൈക്ക് പാർക്ക് ചെയ്ത് തന്നെ ഫോണിൽ വിളിച്ച പ്രദീപിനോട് മറുപടി പറഞ്ഞുകൊണ്ട് ഋഷി വണ്ടിയിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങിയപ്പോഴായിരുന്നു ഹോൺ പോലും അടിക്കാതെ ചീറിപ്പാഞ്ഞുകൊണ്ടൊരു BMW അങ്ങോട്ട് വന്നത്. ആ കാർ നേരെ തന്റെ ബൈക്കിനടുത്തേക്ക് വരുന്നത് കണ്ട് പെട്ടെന്ന് തന്നെ ബൈക്കിൽ നിന്നും ചാടി മാറിക്കൊണ്ട് ഋഷി ഉറക്കെ ശബ്ദിച്ചെങ്കിലും ഋഷിയുടെ ഇലക്ട്രിക് ബൈക്ക് ഇടിച്ച് തെറിപ്പിച്ചുകൊണ്ട് ആ കാർ ഋഷിക്ക് മുൻപിൽ വന്നു നിന്നു. എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നോ? മനുഷ്യനെ കൊല്ലാനായിട്ട് വന്നാണോ? ദേഷ്യത്തോടെ അതും പറഞ്ഞ് ഋഷി ആ കാറിന് നേരെ തിരിഞ്ഞപ്പോഴാണ് ഡോർ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങിയ ആളെ കണ്ടത്. അഞ്ജലി. കൂളിംഗ് ഗ്ലാസ് ഊരി മാറ്റി തന്നെ അതിശയത്തോടെ നോക്കുന്ന അവളെ നോക്കി ഋഷി അറിയാതെ തന്നെ പറഞ്ഞുപോയി, ഋഷിൻ, നീ എന്താ ഇവിടെ? ആൻഡ് വാട്ട് ഹാവ് യു ഡൺ ടു മൈ ന്യൂ BMW? അവനെ പെട്ടെന്ന് കണ്ട ആശ്ചര്യം മാറിയതും അഞ്ജലി ചോദിച്ചത് കേട്ട് ഋഷി അവളെ ഒന്ന് നോക്കി. എന്ത്? നിന്റെ കാർ ഞാൻ എന്ത് ചെയ്തെന്ന്? ഋഷി ദേഷ്യം നിറഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചത് കേട്ട് അഞ്ജലി തന്റെ കാറിന്റെ സൈഡിൽ ഋഷിയുടെ ബൈക്ക് ഉരഞ്ഞ് പെയിന്റ് പോയത് കാണിച്ചു കൊടുത്തു. ഇവിടെ ജസ്റ്റ് ഒരു സെക്യൂരിറ്റി ജോബിന് വന്ന നീ ഇവിടത്തെ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാൻ വന്ന ഒരു സെലിബ്രിറ്റിയായ എന്റെ കാറിൽ ഈ കാണിച്ച് വെച്ചേക്കുന്ന തോന്നിവാസത്തിന് എന്ത് നഷ്ടപരിഹാരം തരാൻ പോകുന്ന? ഇതെന്താ വെള്ളരിക്കപ്പെടണോ? നീ എന്റെ വണ്ടി ഇടിച്ച് തെറിപ്പിച്ചിട്ട് നിനക്ക് ഞാൻ എന്താ നഷ്ടപരിഹാരം തരാൻ പോണേന്നോ? ഋഷി അതേ ദേഷ്യത്തിൽ അവളെ നോക്കി ചോദിച്ചു. ഏയ്, എന്താ പ്രശ്നം? തനിക്ക് മുൻപിലുണ്ടായിരുന്നവരെ വകഞ്ഞു മാറ്റി വന്ന ആ പുതുമുഖം അതും പറഞ്ഞ് നേരെ നോക്കിയത് അഞ്ജലിയുടെ മുഖത്തേക്കായിരുന്നു. ഓ അഞ്ജലി മാം, താങ്കളായിരുന്നോ? അയാൾ ഋഷിക്ക് നേരെ തിരിഞ്ഞു. ഓഹോ, ഏതാ നീ? അഞ്ജലി മാഡത്തിനെ ബുദ്ധിമുട്ടാക്കുന്ന വിധം എന്താ നീ ഇവിടെ ചെയ്ത്? എന്താ ഞാൻ ചോദിച്ചത് കേട്ടില്ലെന്നുണ്ടോ? ഏതാ നീ? കേശവ് ദേഷ്യത്തിൽ വീണ്ടും ചോദിച്ചു. ഞാൻ ആരാണെന്ന് നിന്നെ ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യം എനിക്കില്ല. അവന്റെ ആ ഡൂക്കിലി സ്കൂട്ടി എന്റെ ഈ ന്യൂ BMW ഇടിച്ച് എന്റെ കാറിനിപ്പോ എന്തുമാത്രം ഡാമേജാ വരുത്തിയെന്ന് നോക്കിക്കേ. ഇവിടെ സെക്യൂരിറ്റിയായി ജോലി ചെയ്യാമെന്ന സ്വപ്നം നീ ഏതായാലും അങ്ങ് മറന്നേക്ക്. ഇവിടെ നിന്നെ ആവശ്യമില്ല. ഇതുപോലെ യൂസ്ലെസ് ആയ കഴുതകളെയൊന്നും ത്രൈമീഡിയയിൽ ഒരു ദിവസം പോയിട്ട് ഒരു നിമിഷം വഴിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതിന് നീ ഇവിടുത്തെ പ്രൊഡക്ഷൻ അസിസ്റ്റന്റ് അല്ലേ, അല്ലാതെ ചെയർമാനൊന്നും അല്ലല്ലോ. പെട്ടെന്ന് തന്റെ ഫോൺ എടുത്ത് അവളുടെ ആന്റി റോഷ്നിയുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. തുടർന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ റോഷ്നിയും അവിടേക്ക് എത്തിയിരുന്നു. ഹൂ ദ ഹെൽ ഈസ് ഹി? റോഷ്നി ഉറക്കെ ചോദിച്ചത് കേട്ട് ഋഷി അവരുടെ ID കാർഡിലേക്ക് നോട്ടം പായിച്ചു. റോഷ്നി റോബിൻ, ഡിപ്പാർട്ട്മെന്റ് മാനേജർ.
അവരുടെ ID കാർഡ് നോക്കി ഋഷി മനസ്സിൽ പറഞ്ഞു. ദേ ഇവനാ ആന്റി. ഋഷിയെ ചൂണ്ടിക്കൊണ്ട് അഞ്ജലി പറഞ്ഞതും റോഷ്നി അവന്റെ അടുത്തേക്ക് ദേഷ്യത്തോടെ നടന്നെടുത്തു. തെറ്റ് ചെയ്താൽ ക്ഷമ പറയാൻ നിനക്കെന്താ ഇത്രയും മടി? ഋഷിയെ നോക്കി അവർ ചോദിച്ചു. അത് നിങ്ങളുടെ അനന്തരവളോട് ചോദിക്കും മിസ്. ഇങ്ങോട്ട് വന്ന് എന്റെ ബൈക്ക് ഇടിച്ച് തെറിപ്പിച്ച് എന്നെ കൊല്ലാൻ ശ്രമിച്ചത് അവളാണ്. തക്ക സമയത്ത് ഞാൻ വണ്ടിയിൽ നിന്നെടുത്ത് ചാടിയിരുന്നില്ലെങ്കിൽ എന്താകരുതെന്നോ? ഋഷി കൈ മാറിൽ പിണച്ചു കെട്ടിക്കൊണ്ട് ഗൗരവത്തിൽ ചോദിച്ചത് കേട്ട് റോഷ്നി അവനെ നോക്കി പുച്ഛിച്ചു. എന്റെ അഞ്ജലി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. ഞാൻ ആരാന്ന് നിനക്കറിയില്ല. ഞാനൊന്ന് വിളിച്ചാ ഈ നിമിഷം നിന്നെ പോലീസുകാരൊന്ന് തൂക്കിയെടുത്തോണ്ട് പോയി ഇടിച്ച് ഇഞ്ച പരുവാക്കും. അത് വേണ്ടാന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ട് എന്റെ മോളോടും എന്നോടും സോറി പറഞ്ഞ് വേഗം സ്ഥലം വിടാൻ നോക്ക്. ഋഷിയെ നോക്കി അവർ പറഞ്ഞത് കേട്ട് ഋഷി ഒന്ന് നിശ്വസിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ യു ക്യാൻ കോൾ ദ പോലീസ്. അവര് വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. ഇടിച്ച് ഇഞ്ചപ്പരുവം ആക്കേണ്ടത് കൊലപാതക ശ്രമം നടത്തിയ നിങ്ങളുടെ മോളെയാണോ അതോ എന്നെയാണോന്ന്. ഋഷി ഗൗരവത്തിൽ പറഞ്ഞു നിർത്തിയതും അഞ്ജലിയുടെ മുഖത്തൊരു ചെറിയ ഭയം നിഴലിച്ചിരുന്നു. എന്നാ അങ്ങനെ ചെയ്യാം. പോലീസുകാരുടെ ഇടികൊള്ളാൻ നിനക്ക് അത്രയും ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിനെതിരെ നിൽക്കുന്നില്ല. ഋഷിയെ നോക്കി പുച്ഛത്തോടെ അതും പറഞ്ഞ് അവർ ബാഗിൽ നിന്നും തന്റെ ഫോൺ എടുക്കാനായി ആഞ്ഞതും അഞ്ജലി അവരെ തടഞ്ഞിരുന്നു. അമ്മയി വേണ്ട, ഇവനെക്കൊണ്ട് നമുക്ക് തന്നെ സോറി പറയിക്കാവുന്നതേ ഉള്ളൂ. അഞ്ജലി ഉള്ളിലെ ഭയമൊന്നും പുറത്ത് കാണിക്കാതെ പെട്ടെന്ന് പറഞ്ഞത് കേട്ട് റോഷ്നി അവളെ നോക്കി. നീ പേടിക്കാതെ മോളെ. ഇവന്റെ അഹങ്കാരത്തിന് പോലീസുകാരുടെ അടുത്ത് നിന്നും 2 എണ്ണം കിട്ടിയാലേ പഠിക്കൂ. ഋഷിയുടെ മുഖത്തേക്ക് നോക്കി അവരത് പറഞ്ഞ് തിരിയാനാഞ്ഞതും പെട്ടെന്ന് അവരാകെ നിശബ്ദയായിപ്പോയി. പെട്ടെന്നുള്ള അവരുടെ ഭാവമാറ്റം കണ്ട് ഋഷി കാര്യം മനസ്സിലാവാതെ റോഷ്നിയുടെയും മറ്റുള്ളവരുടെയും ദൃഷ്ടി പോകുന്നിടത്തേക്ക് നോക്കി. കാര്യം മനസ്സിലാവാതെ നിന്ന ഋഷിക്ക് മുൻപിൽ ആ കാറ് വന്നു നിന്നു. കാറിൽ നിന്നും ഇറങ്ങിയ ഒഫീഷ്യൽ ഡ്രസ്സിലുള്ള സുന്ദരിയായ ഒരു പെൺകുട്ടി ഋഷിക്കരികിലേക്ക് നടന്നു വന്ന് ഷേക്ക് ഹാൻഡിനായി അവന് നേരെ കൈനീട്ടി. ഗുഡ് മോർണിംഗ് സർ, ലേറ്റ് ആയതിന് സോറി. സാറിന് ട്രൈമ്യൂഡിയുടെ കറന്റ് സ്റ്റാറ്റസിനെ പറ്റി ഒരു ക്ലിയർ ഇമേജ് കിട്ടാൻ വേണ്ടി ഒരു ഫയൽ പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ചെറിയൊരു തിരക്കിൽ പെട്ടുപോയി. റിയലി സോറി. ഏകദേശം കാര്യം പിടികിട്ടിയ ഋഷി അവൾ നീട്ടിയ കയ്യിൽ തന്റെ കൈ ചേർത്ത് ഷേക്ക് ഹാൻഡ് കൊടുത്തതും അവൾ ഒരു ചെറിയ കുറ്റബോധത്തോടെ പറഞ്ഞു, ഹേയ് നോ ഇറ്റ്സ് ഓക്കെ. തന്റെ പേര് നിഹാരിക മഹാദേവൻ എന്നായിരുന്നില്ലേ? ഇന്നലെ ചെറിയച്ഛൻ വിളിച്ചറിയിച്ച തന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് നിഹാരികയാണെന്ന് ഉറപ്പുവരുത്താൻ എന്ന പോലെ ഋഷി ചോദിച്ചു. അതെ സർ, ചിരിയോടെ നിഹാരിക മറുപടി പറഞ്ഞു. അത് കഴിഞ്ഞാണ് കാര്യം മനസ്സിലാവാതെ തങ്ങളെ നോക്കി നിൽക്കുന്ന മറ്റ് എംപ്ലോയീസിനെയും കൂടെയുള്ള അഞ്ജലിയെയും അവൾ ശ്രദ്ധിക്കുന്നത്. ഹേയ്, വാട്ട് യു ഗൈസ് ആർ ഡൂയിങ് ഹിയർ? ആൻഡ് റോഷ്നി, പുതിയ ചെയർമാനെ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ട് എവിടെ സ്വീകരണം? റോഷ്നിയെ നോക്കി നിഹാരിക സംശയത്തോടെ ചോദിച്ചു. അതിന് ചെയർമാൻ വന്നില്ലല്ലോ. വരുമ്പോ സ്വീകരിച്ച പോരെ മാം. റോഷ്നി ചോദിച്ചു നിർത്തിയതും അവിശ്വസനീയമായ ഭാവത്തിൽ നിഹാരിക അവരെ നോക്കി. അപ്പൊ പിന്നെ ഇതാരാ? ഋഷിയെ ചൂണ്ടി അതേ ഭാവത്തിൽ നിഹാരിക ചോദിച്ചത് കേട്ട് അവിടെ കൂടിയിരുന്ന എല്ലാവരും അമ്പരന്നു. ഇതോ പുതിയ ചെയർമാൻ? ആർ യു ഷുവർ നിഹാരിക മാം? കാര്യം ഒട്ടും വിശ്വസിക്കാനാവാത്ത പോലെ റോഷ്നി ചോദിച്ചത് കേട്ട് നിഹാരിക തന്റെ കയ്യിലുണ്ടായിരുന്ന ഫയൽസിൽ നിന്നും ഒരെണ്ണം അവർക്ക് നേരെ തിരിച്ചു തുറന്നു. ട്രൈ മീഡിയയുടെ 5th ചെയർമാന്റെ, അതായത് നിലവിലെ ചെയർമാനായ ഇദ്ദേഹത്തിന്റെ ഫോട്ടോ ആൻഡ് അതർ ഡീറ്റെയിൽസ്. അവർക്കു മുമ്പിൽ തുറന്നു വെച്ച ഫയൽ നോക്കാതെ തന്നെ നിഹാരിക പറഞ്ഞത് കേട്ട് എല്ലാവരും അത്ഭുതത്തോടെ നോക്കി. ബ്ലാക്ക് സ്യൂട്ട് ധരിച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പെടുത്ത ഋഷിയുടെ ഫോട്ടോയിലേക്ക് നോക്കി അഞ്ജലി ഒന്ന് ചിരിച്ചു. ഇതിവനല്ല. ഇതിലേ കാണുന്നയാൾ എന്തുമാത്രം യങ്ങാണ്, ഹാൻസം ആണെന്നൊന്നും നോക്കിക്കേ. അൺലൈക്ക് ഋഷിയെ നോക്കി അവൾ പറഞ്ഞു തീർന്നപ്പോഴാണ് റോഷ്നി അഞ്ജലിയെ ചെയർമാന്റെ പേരും വിവരങ്ങളും കാണിച്ചു കൊടുക്കുന്നത്. വലിയ കറുത്ത അക്ഷരത്തിൽ ഋഷിൻ പ്രതാപ് എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടതും അഞ്ജലി ആകെ ഞെട്ടിക്കൊണ്ട് ഋഷിയെ നോക്കി. ഇത്രയും മോശം സ്റ്റാഫിനെ ഇവിടെ നിലനിർത്തേണ്ട ആവശ്യമുണ്ടോ നിഹാരിക? റോഷ്നിയെ നോക്കിക്കൊണ്ട് ഋഷി ചോദിച്ചു. സാറ് മോശമെന്ന് ഫീൽ ചെയ്യുന്ന എംപ്ലോയീസിന്റെ ലിസ്റ്റ് തരൂ സർ. വിൽ ഫയർ ദം ആസ് സൂൺ ആസ് പോസിബിൾ. ഋഷിയോട് നിഹാരിക പറഞ്ഞു നിർത്തിയതും റോഷ്നി അവനരികിലേക്ക് ഓടി വന്നു. സാർ, വി ആർ റിയലി സോറി സാർ. അറിയാതെ പറ്റിപ്പോയതാ. ഇതിന് പ്രായശ്ചിത്തമായി എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറാണ് സാർ. ഋഷിയെ നോക്കി അവർ കെഞ്ചിയത് കേട്ട് ഋഷി ഒന്ന് പുഞ്ചിരിച്ചു. ഇനി സെലിബ്രിറ്റി മാഡത്തിന്റെ ആന്റിയുടെ ഭാഗത്തുനിന്ന് ഒരു മോശം അനുഭവം ഉണ്ടായെന്ന് ഏതെങ്കിലും സ്റ്റാഫിന്റെ ഭാഗത്തു നിന്നും പരാതി കിട്ടിയാൽ നിങ്ങളുടെ പ്ലേസ് ട്രൈ മീഡിയയ്ക്ക് പുറത്തായിരിക്കും. ആൻഡ് മിസ്റ്റർ കേശവ് രവി, റിസപ്ഷനിൽ പോയി
നിങ്ങളുടെ സാലറി ബാക്കിയുള്ളത് വാങ്ങി എത്രയും വേഗം ത്രൈ മീഡിയ വിടേണ്ട കാര്യങ്ങൾ നോക്കിക്കോളൂ. ആളുകൾക്കിടയിൽ മറഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്ന കേശവിനെയും റോഷ്നിയെയും നോക്കി അത്രയും പറഞ്ഞു നിർത്തിയ ശേഷം മറ്റൊന്നും ശ്രദ്ധിക്കാതെ ഋഷിൻ നിഹാരികയുടെ കൂടെ നേരെ ത്രൈ മീഡിയയ്ക്കുള്ളിലേക്ക് പ്രവേശിച്ചു. തങ്ങളുടെ പുതിയ ചെയർമാനെ കണ്ട് എല്ലാ എംപ്ലോയീസും ഭവ്യതയോടെ അവനെ വിഷ് ചെയ്യുമ്പോൾ അവന്റെ സിമ്പിൾ ലുക്ക് കണ്ട് തെല്ലൊരത്ഭുതം അവരുടെ ഉള്ളിൽ നിറഞ്ഞിരുന്നു. സർ, തന്റെ ഓഫീസ് റൂമിൽ വന്നിരുന്ന നിഹാരിക തന്ന ഫയൽസ് ശ്രദ്ധയോടെ നോക്കുമ്പോൾ റോഷ്നിയുടെ ശബ്ദം കേട്ട് ഋഷി തന്റെ മുൻപിലെ ഫയലിൽ നിന്നും തലയുയർത്തി ഡോറിനടുത്തേക്ക് നോക്കി. റോഷ്നിയുടെ കൂടെ നിൽക്കുന്ന അഞ്ജലിയെ കണ്ടതും കാര്യം മനസ്സിലായ പോലെ ഋഷി അവരോട് അകത്തേക്ക് വരാൻ ആംഗ്യം കാണിച്ചു. അവരുള്ളിൽ കയറിയതും പിന്നാലെ നിഹാരികയും വന്നിരുന്നു. സർ, വർമാസ് കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ് മിസ്റ്റർ സിദ്ധാർത്ഥ് എന്തോ പാർട്ണർഷിപ്പിന്റെ കാര്യം സംസാരിക്കാൻ താങ്കളെ കാണണമെന്ന് പറഞ്ഞ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഋഷിയെ നോക്കി സംശയഭാവത്തിൽ നിഹാരിക പറഞ്ഞു. അത് കേട്ടതും ഋഷിൻ ഗൂഢമായൊന്ന് ചിരിച്ചു. അവന്റെ ആ തിരുമോന്ത കാണാൻ എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞതായി പറഞ്ഞേക്ക് അവനോട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അവനോട് പറയണം കേട്ടോ നിഹാരിക. ഋഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ട് നിഹാരിക തലയാട്ടിക്കൊണ്ട് നേരെ അവിടെ നിന്ന് വെളിയിലിറങ്ങി. ആ സമയം ത്രൈ മീഡിയയുടെ പുതിയ ചെയർമാൻ ആരാണെന്നറിയാതെ ഓഫീസ് മുറിക്ക് പുറത്ത് സിദ്ധാർത്ഥ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ കാത്തിരുന്ന സിദ്ധാർത്ഥിനോടായി ഋഷിൻ പറഞ്ഞത് അറിയിച്ചതും അവന്റെ മുഖം ദേഷ്യത്താൽ ചുവന്നു. റിയലി? അയാൾ അങ്ങനെ പറഞ്ഞോ? എല്ലാം പറഞ്ഞ് ശരിയാക്കി ത്രൈ മീഡിയയുമായുള്ള കോൺട്രാക്റ്റിൽ സൈൻ ചെയ്ത ശേഷം മുത്തശ്ശിയുടെ അടുത്ത് പോയി അഭിമാനത്തോടെ അത് പറഞ്ഞ് അവരെ കൊണ്ട് വാങ്ങിപ്പിക്കേണ്ട സ്പോർട്സ് കാറും സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന സിദ്ധാർത്ഥ് തന്റെ മുൻപിൽ വന്ന് നിഹാരിക പറഞ്ഞതോർത്ത് ദേഷ്യവും അത്ഭുതവും നിറഞ്ഞ ഭാവത്തിൽ ചോദിച്ചതിന് മറുപടി എന്നോണം അവൾ തലയാട്ടി. ഡാമിറ്റ്, അവൻ ആരാന്ന് അവന്റെ വിചാരം? ഞാൻ ആരാണെന്ന് അവന് കാണിച്ചു കൊടുത്തോളാം. ദേഷ്യത്താൽ പിറുപിറുത്ത് കൊണ്ടുപോകുന്ന സിദ്ധാർത്ഥിനെ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് എല്ലാവരും നോക്കി. അതേ ദൃശ്യം തന്റെ ഓഫീസിലെ CCTV വഴി കണ്ട ഋഷി ചിരിച്ചു പോയിരുന്നു. ഇപ്പോ കളി തുടങ്ങി സിദ്ധാർത്ഥ. നീ ഇനിയും ഒരുപാട് കാണാനുണ്ട്. നീ എന്റെ ശ്രീലുവിനെ അപമാനിക്കാൻ നോക്കിയില്ലേ? നീ അനുഭവിക്കും. കർമ്മ ഹാസ് നോ മെനു. യു ഗെറ്റ് സെർവ്ഡ് വാട്ട് യു ഡിസേർവ്. സിദ്ധാർത്ഥ് പോയ വഴിയെ നോക്കി മന്ത്രിച്ചുകൊണ്ട് ഋഷി തനിക്ക് മുൻപിൽ അന്തം വിട്ടു നിൽക്കുന്ന അഞ്ജലിക്കും അവളുടെ ആന്റി റോഷ്നിക്കും നേരെ തിരിഞ്ഞു. എന്തേ? ഋഷി റോഷ്നിയെ നോക്കി ചോദിച്ചത് കേട്ട് അത് സർ, ഇവൾക്ക് സൈൻ ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് തപ്പിത്തടഞ്ഞുകൊണ്ട് റോഷ്നി ചോദിച്ചത് കേട്ട് ഋഷി പുരികമുയർത്തി അവരെ നോക്കി. ഇവൾക്ക് സൈൻ ചെയ്യേണ്ട എന്ത് ഡോക്യുമെന്റ്സ്? വ്യക്തമായി പറയൂ മിസ് റോഷ്നി. ഋഷി, ഞാൻ ഇവിടെ വന്ന കാര്യം അഞ്ജലി പറഞ്ഞു തുടങ്ങിയതും ഋഷി ചേറിൽ നിന്നും ഉയർന്നിരുന്ന് അവിശ്വാസഭാവത്തിൽ അഞ്ജലിയെ നോക്കി. തനിക്ക് ഞാനെപ്പോഴും എന്റെ പേര് വിളിക്കാൻ അധികാരം തന്നത്? ഋഷി ചോദിച്ചത് കേട്ട് അഞ്ജലി വല്ലാതെ, ഫസ്റ്റ്ലി കോൾ മീ സർ. ആഫ്റ്റർ ദാറ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് ദ കോൺട്രാക്ട്. ഋഷി സീരിയസ് ഭാവത്തിൽ അത്രയും പറഞ്ഞുകൊണ്ട് തന്റെ ജോലികളിലേക്ക് തന്നെ തിരിഞ്ഞു. ഒട്ടും വൈകാതെ തന്നെ സിദ്ധാർത്ഥിനെ ത്രൈ മീഡിയയുടെ ചെയർമാൻ കാണാൻ പോലും അവസരം നൽകിയില്ലെന്ന കാര്യം മഹാദേവി അറിഞ്ഞിരുന്നു. ആകെ ആശയക്കുഴപ്പത്തിലായി പോയ അവർ എല്ലാ കുടുംബാംഗങ്ങളെയും വിളിച്ചു ചേർത്ത് അടിയന്തരമായൊരു ചർച്ച നടത്തി. എന്നെ ഒന്ന് കാണാൻ പോലും കൂട്ടാക്കിയില്ല മുത്തശ്ശി. അവൻ തിരുമോന്ത കാണണ്ട എന്നാ അവൻ പറഞ്ഞത്. അവൻ എന്നെ വല്ലാതെ അപമാനിച്ചു. ഹൗ ഡെയർ ഹി വാസ്. ദേഷ്യത്തോടെ സിദ്ധാർത്ഥ് പറഞ്ഞത് കേട്ട് മുത്തശ്ശി കരുതലോടെ അവന്റെ തലയിൽ ഒഴിഞ്ഞു. ത്രൈ മീഡിയ തങ്ങളുടെ വർമാസ് കമ്പനി വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ അത്രയും ഉയർന്ന നിലയിലായതുകൊണ്ട് സിദ്ധാർത്ഥിനെ കാണാൻ അവസരം നൽകാതിരുന്നതിലുള്ള കാരണം പോലും ചോദിക്കാനുള്ള ധൈര്യമോ അധികാരമോ ഇല്ലാത്ത ദുഃഖത്തിലായിരുന്നു മുത്തശ്ശി. അതുപോട്ടെ, ഇപ്പോ നമ്മുടെ പ്രധാന പ്രശ്നം അതൊന്നുമല്ല. നമ്മുടെ കമ്പനിയെ റെപ്രസെന്റ് ചെയ്തു പോയ സിദ്ധുവിനെ ത്രൈ മീഡിയയുടെ ചെയർമാൻ അപമാനിച്ച കാര്യം പുറത്തറിഞ്ഞാൽ വർമാസിന്റെ ഉള്ള ഇമേജ് കൂടി പോവും. ബാക്കി കാര്യം പിന്നെ ഞാൻ പറയണ്ടല്ലോ. അതുകൊണ്ട് ഈ കാര്യം മറ്റുള്ളവർ അറിയും മുമ്പേ നമ്മുടെ തന്നെ ഒരു റെപ്രസെന്റേറ്റീവ് അവിടെ പോയി ഈ കാര്യം ഒന്ന് ശരിയാക്കണം. അപ്പോ ആരാ പോവാൻ തയ്യാറായിട്ടുള്ളത്? മുത്തശ്ശി അവിടെ കൂടിയിരുന്ന എല്ലാവരെയും നോക്കി ചോദിച്ചതും ആരും കൈപൊക്കാൻ പോയിട്ട് മുത്തശ്ശിയെ നോക്കാൻ പോലും തയ്യാറായില്ല. അപ്പോഴാണ് ഒരു സൈഡിലിരുന്ന് സ്വന്തം കമ്പനിയുടെ കാര്യവും ഇപ്പോ നടന്ന സംഭവം എല്ലാം ഓർത്ത് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ശ്രീലക്ഷ്മിയെ സിദ്ധാർത്ഥ് കാണുന്നത്. അവളെ കണ്ടതും എന്തോ കുരുട്ടുബുദ്ധി തലയിൽ ഉദിച്ച പോലെ സിദ്ധാർത്ഥ് മുത്തശ്ശിയെ നോക്കി. മുത്തശ്ശി,
ഇവിടെ ഇപ്പൊ ഞാൻ കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യാൻ കഴിവുള്ളത് ശ്രീലക്ഷ്മിക്കാ. എത്ര ചെറിയ ഏജിലാ അവൾ സ്വന്തമായി ഒരു കമ്പനിയൊക്കെ തുടങ്ങിയത്. അവൾ മിടുക്കിയല്ലേ, അതുകൊണ്ട് അവളെ വിടൂ. സിദ്ധാർത്ഥ് ഗൂഢമായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞത് കേട്ട് ഞെട്ടിപ്പോയിരുന്നു ശ്രീലക്ഷ്മി. ആ, അത് നല്ല ഐഡിയ ആണ്. സിദ്ധാർത്ഥിന്റെ അഭിപ്രായം ശരിവെക്കും പോലെ മുത്തശ്ശി പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി പോയില്ലെങ്കിൽ ആ കാര്യം തങ്ങളുടെ തലയിൽ വീഴുമെന്ന് തോന്നിപ്പോയ മറ്റുള്ളവരും അതിനെ അനുകൂലിച്ചു. ആ, അപ്പൊ ആർക്കും എതിർപ്പില്ലാത്ത സ്ഥിതിക്ക് ശ്രീലക്ഷ്മിയെ നമുക്ക് നാളെ തന്നെ അങ്ങോട്ട് വിടാമല്ലേ? മുത്തശ്ശി ചോദിച്ചത് കേട്ട് ശ്രീലക്ഷ്മി ഒഴികെ മറ്റെല്ലാവരും തലയാട്ടി. മുത്തശ്ശി, ശ്രീലക്ഷ്മി തന്റെ താല്പര്യമില്ലായ്മ പ്രകടിപ്പിക്കാനായി സംസാരിച്ചു തുടങ്ങിയതും സിദ്ധാർത്ഥ് അവളെ തടഞ്ഞിരുന്നു. എന്താ ശ്രീലക്ഷ്മി, നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ഇത്ര പോലും ചെയ്യാൻ നിനക്ക് പറ്റില്ലേ? സിദ്ധാർത്ഥിന്റെ ചോദ്യം കേട്ട് അവൾ ഒരു നിമിഷം എന്തു പറയണമെന്ന് പോലും അറിയാതെ അവിടെ ഇരുന്നു പോയി. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ശ്രീലക്ഷ്മി തന്റെ ഭാഗം ക്ലിയർ ചെയ്യാനായി പറഞ്ഞു തുടങ്ങിയെങ്കിലും മുത്തശ്ശി അത് കേൾക്കാൻ തയ്യാറല്ലാത്ത പോലെ കൈപൊക്കി അവളെ തടഞ്ഞു. എന്താ, നീ ചെയ്യില്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ശ്രീലക്ഷ്മിയെ നോക്കി മുത്തശ്ശി ചോദിച്ചത് കേട്ട് ഉള്ളിലെ ഭയവും അനിഷ്ടവും എല്ലാം മറച്ചുകൊണ്ട് അവൾ തലയാട്ടി. ഞാൻ പൊയ്ക്കോളാം. ഹാ, അങ്ങനെ ചുമ്മാ പോയാൽ മാത്രം പോരാ. എത്ര കഷ്ടപ്പെട്ടാലും ഈ ഡീൽ നീ ശരിയാക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ വർമാസിന് ഇപ്പോ ഉള്ളതിലും വലിയ പ്രശ്നമാവൂ ഇത്. സിദ്ധാർത്ഥ് ഗൂഢമായ പുഞ്ചിരിയോടെ പറഞ്ഞത് കേൾക്കെ അവൻ മുത്തശ്ശിക്ക് മുന്നിൽ തന്നെ വീണ്ടും മോശക്കാരിയാക്കാൻ ശ്രമിക്കുകയാണെന്ന് ശ്രീലക്ഷ്മിക്ക് തോന്നി. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ നാളത്തെ ആ മീറ്റിംഗിന്റെ കാര്യത്തിൽ സഹായിക്കാനായി ശ്രീലക്ഷ്മി മീനാക്ഷിയെ വിളിച്ചിരുന്നു. അല്ല, നേരം ഇത്രയായിട്ടും നിന്റെ പതി പരമേശ്വരനെ കണ്ടില്ലല്ലോ ശ്രീ. എവിടെ അവൻ? ഇനി ഇതറിഞ്ഞതുകൊണ്ട് ഇന്ന് ഈ വീട്ടിലേക്ക് കയറില്ലേ? താൻ അവിടെ എത്തി ഇത്ര നേരമായിട്ടും ഋഷിയെ കണ്ടില്ലല്ലോ എന്നോർത്ത മീനാക്ഷി സംശയത്തോടെ തിരക്കി. അറിയില്ല, ഞാൻ ഇന്ന് ഓഫീസിലേക്ക് ഇറങ്ങും മുമ്പേ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഋഷി. അമ്മയോട് ചോദിച്ചപ്പോ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോലും വന്നിട്ടില്ലെന്നാ പറഞ്ഞത്. ഋഷിയെ ഓർത്തുകൊണ്ട് ശ്രീലക്ഷ്മി ഒന്ന് നെടുവേർപ്പിട്ടു. എനിക്ക് നിന്നെ മനസ്സിലാവുന്നില്ല ശ്രീ. ഇത്രയൊക്കെ സ്ട്രഗിൾ ചെയ്ത് നീ എന്തിനാടാ ഈ റിലേഷൻ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോണത്? നിനക്ക് ഡിവോഴ്സ് വാങ്ങിച്ചൂടെ? ഒന്നിനും കൊള്ളാത്ത അവനെ വിട്ട് നീ നല്ല കാശുള്ള വല്ലവരെയും കെട്ടിയാ നിന്റെ ഈ ഫിനാൻഷ്യൽ ഇഷ്യൂസ് എങ്കിലും ഫിക്സ് ചെയ്യാം. ഇനി അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ എനിക്ക് വയ്യ മീനാക്ഷി. ഞങ്ങൾ കെട്ടിക്കഴിഞ്ഞതാ, കുഴപ്പമില്ലാതെ ജീവിക്കുന്നുണ്ട്. സോ ഇനി അതിലൊന്നും ചെയ്യാനില്ല. ഇന്നലെ ഋഷി തന്നെ പലരിൽ നിന്നും രക്ഷിച്ചത് ഓർക്കെ ശ്രീലക്ഷ്മി ശാന്തസ്വരത്തിൽ പറഞ്ഞു. ഹലോ മാഡം, ഈ ഡിവോഴ്സ് എന്ന് പറയുന്നത് കെട്ട് കഴിഞ്ഞവർക്ക് പറഞ്ഞിട്ടുള്ളതാ, അല്ലാണ്ട് കെട്ടാൻ പോണവർക്കുള്ളതല്ല. മീനാക്ഷി അത് പറഞ്ഞു നിർത്തിയതും കോളിംഗ് ബെൽ അടിച്ചതും ഒരേ സമയത്തായിരുന്നു. ഗുഡ് ഈവനിങ് ശ്രീലു. ഡോർ തുറന്നതും ശ്രീലക്ഷ്മിയെ കണ്ട് ഋഷി പുഞ്ചിരിയോടെ പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി അവനെ നോക്കിയെന്ന് പുഞ്ചിരിച്ചു. എവിടെയായിരുന്നു ഇത്രയും നേരം? വല്ല ജോബ് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയതാണോ? ശ്രീലു, നിനക്ക് 4 കോടി രൂപയുടെ ആവശ്യമല്ലേ ഉണ്ടായിരുന്നത്? ഐ മീൻ തന്റെ കമ്പനിക്ക്. ഋഷി സൗമ്യമായി ചോദിച്ചത് കേട്ട് അവൾ അവനോട് അതേ എന്ന് തലയാട്ടി. മീനാക്ഷിയാണെങ്കിൽ കാര്യം മനസ്സിലാവാതെ പോലെ ഋഷിയെ നോക്കി. ദാ, നിനക്ക് വേണ്ട 4 കോടി ഈ ഡെബിറ്റ് കാർഡിലുണ്ട്. എന്താ ഋഷി താൻ പറയുന്നേ? ഈ കാർഡിൽ എന്തുണ്ടെന്ന്? മീനാക്ഷി അവർക്കടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചത് കേട്ട് ഋഷി അവളെ നോക്കി. 4 കോടി രൂപയുണ്ടെന്ന്. ഋഷിയുടെ കൂളായ മറുപടി കേട്ട് വീണ്ടും മീനാക്ഷി പൊട്ടിച്ചിരിച്ചു. ശ്രീലക്ഷ്മി അവനെ നോക്കി നിന്നു. എങ്ങനെ പ്രതികരിക്കണമെന്ന് അവൾക്കറിയില്ലായിരുന്നു. ദേ ഋഷി, തമാശയൊക്കെ കൊള്ളാം, പക്ഷേ ആ പാവത്തിന് എങ്ങനെയിട്ട് പൊട്ടം കളിപ്പിക്കുന്നത് തീരെ ശരിയല്ല. അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിലേറെ പ്രശ്നങ്ങളുണ്ട് അവൾക്ക്. ചിരി നിർത്തിയ മീനാക്ഷി തന്നെ നോക്കി സീരിയസ് ഭാവത്തിൽ പറഞ്ഞത് കേട്ട് സഹി കെട്ടെന്ന പോലെ ഋഷി ഒന്ന് നിശ്വസിച്ചു. ശ്രീലു, ഐ എം സീരിയസ്. തനിക്ക് വേണ്ട പണം ഇതിലുണ്ട്. ഐ സ്വയർ. വെയിറ്റ്, തന്റെ ഫോണിൽ ജിപേ ഇല്ലേ? എന്റെ ഫോൺ നമ്പറും ഇതിലെ അക്കൗണ്ട് നമ്പറും വെച്ച് ലോഗിൻ ചെയ്ത് ബാലൻസ് ചെക്ക് ചെയ്ത് നോക്ക്. ഋഷി ആ കാർഡ് ശ്രീലക്ഷ്മിയുടെ കയ്യിൽ വെച്ചു കൊടുത്ത് പറഞ്ഞത് കേട്ട് ഒരു സെക്കൻഡ് ശ്രീലക്ഷ്മി എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നുപോയി. ശ്രീലക്ഷ്മി ഋഷിന്റെ കണ്ണുകളിലേക്ക് നോക്കി. സംശയം തോന്നിയെങ്കിലും ഋഷി പറയുന്നത് വിശ്വസിക്കാൻ അവൾ ആഗ്രഹിച്ചു. എന്നാൽ ശരിയായ ജോലിയില്ലാത്ത ഒരാൾ പെട്ടെന്ന് ഒരു ഡെബിറ്റ് കാർഡ് നൽകി അതിൽ 4 കോടി രൂപയുണ്ടെന്ന് പറഞ്ഞാൽ ആർക്കാണ് സംശയം തോന്നാത്തത്? തന്റെ ഫോണിലേക്ക് OTP വന്നിട്ടുണ്ട്, നമ്പർ പറ. ആ ചോദ്യം ഉയർന്നത് മീനാക്ഷിയിൽ നിന്നായിരുന്നു. അവൻ ആ OTP നമ്പർ അവൾക്ക് പറഞ്ഞു കൊടുത്തു. ശേഷം ശ്രീലക്ഷ്മിയുടെ കയ്യിൽ നിന്നും കാർഡ് വാങ്ങി അതിലെ എല്ലാം നോക്കി ജിപേയിൽ എല്ലാം ഓക്കെ ആക്കി. വാട്ട്? പെട്ടെന്ന് ആശ്ചര്യത്തോടെയുള്ള മീനാക്ഷിയുടെ ശബ്ദം കേട്ട്
ശ്രീലക്ഷ്മി കാര്യം മനസ്സിലാവാതെ അവളെ നോക്കി. എന്താ മീനാക്ഷി? വായും പൊത്തി ഫോണിൽ നോക്കി കണ്ണും തള്ളി നിൽക്കുന്ന മീനാക്ഷിയെ നോക്കി ശ്രീലക്ഷ്മി ചോദിച്ചത് കേട്ട് അതേ അത്ഭുതത്തോടെ മീനാക്ഷി തന്റെ കയ്യിലുള്ള ഫോൺ ശ്രീലക്ഷ്മിക്ക് നേരെ നീട്ടി. ശബ്ദം കേട്ട് അപ്പോ അങ്ങോട്ട് വന്ന ദേവയാനി അമ്മയും ശ്രീലക്ഷ്മിയുടെ പിന്നിൽ നിന്ന് മീനാക്ഷിയുടെ ഫോൺ സ്ക്രീനിലേക്ക് നോക്കി. എന്റെ ദൈവമേ, ഇതാരുടെ ബാങ്ക് ബാലൻസാ മോളെ? ദേവയാനി അമ്മ ഞെട്ടൽ വിട്ടുമാറാതെ ചോദിച്ചു. ഋഷിയുടെ. അത്ഭുതം നിറഞ്ഞ ആ സ്വരത്തിൽ ദേവയാനി അമ്മയോട് മറുപടി പറഞ്ഞത് മീനാക്ഷിയായിരുന്നു. ദൈവമേ, ഇത് സ്വപ്നമൊന്നും അല്ലല്ലോ. ഞെട്ടി നിന്ന ദേവയാനി അമ്മ തന്റെ മേൽ തന്നെ നുള്ളിക്കൊണ്ട് ചോദിച്ചു പോയിരുന്നു. ആരാ ഋഷി ഇത്രയും പണം തന്നത്? പെട്ടെന്ന് അവിടെ ശ്രീലക്ഷ്മിയുടെ ചോദ്യം ഉയർന്നു. തനിക്ക് എവിടുന്ന ഋഷി പെട്ടെന്ന് അത്രയും പണം കിട്ടിയത്? ഋഷിയെ തങ്ങളുടെ റൂമിലേക്ക് വലിച്ചു കൊണ്ടുപോയി ഡോറ് ലോക്ക് ചെയ്ത ശേഷം ശ്രീലക്ഷ്മി ചോദിച്ചു. ഏയ്, എന്താ ശ്രീലു ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? താനൊന്ന് കൂളാവാദ്യം. ശ്രീലക്ഷ്മിയെ സമാധാനിപ്പിക്കാൻ എന്ന പോലെ ഋഷി പറഞ്ഞത് കേട്ട് അവളുടെ മുഖത്തൽപ്പം ദേഷ്യം നിഴലിച്ചിരുന്നു. ഞാൻ കൂളാവണമെങ്കിൽ താൻ ഈ പണത്തിന്റെ സോഴ്സ് എന്താന്ന് വെച്ചാ പറ ഋഷി. ദേ നോക്ക്, നിനക്ക് ഞാൻ ആ തന്ന പണത്തിൽ ഒരു തുള്ളി കള്ളം പോലും കലർന്നിട്ടില്ല. നേരായ വഴിയിൽ തന്നെയാണ് ഞാനത് സമ്പാദിച്ചത്. ഋഷി സൗമ്യമായി പറഞ്ഞു നിർത്തിയെങ്കിലും അത് കേട്ടിട്ടും ശ്രീലക്ഷ്മിക്ക് വലിയ ആശ്വാസമൊന്നും തോന്നിയില്ല. വ്യക്തമായി പറ ഋഷി, നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്തത്രയും പണം അതൊക്കെ ഇത്രയും പെട്ടെന്ന് നീ എങ്ങനെയാ ഉണ്ടാക്കിയത്? ഓ എന്റെ ശ്രീലു, തനിക്ക് എന്നാടോ എന്നെ വിശ്വാസമില്ലേ? അത് സത്യമായിട്ട് ലീഗലായി ഞാൻ ഏൺ ചെയ്തതാടോ? ഋഷി സീരിയസ് ഭാവത്തിൽ പറഞ്ഞു. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ല ഋഷി, പക്ഷേ താൻ കാര്യം വ്യക്തമാക്കി പറ. ഇത്ര പെട്ടെന്ന് എവിടുന്ന ഇത്രയും ക്യാഷ്? ശ്രീലക്ഷ്മി വീണ്ടും ആ ചോദ്യം തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ട് ഋഷി പുഞ്ചിരിച്ചു. ഓക്കെ, ഞാൻ ക്ലിയർ ആയി പറയാം. ഇത് ലീഗലായിട്ടുള്ള ക്യാഷാണ്. അത് നീയും ഞാനുമാണ് സത്യം. പിന്നെ മറ്റൊരു സത്യം കൂടി പറഞ്ഞു തരാം. ഋഷി കുസൃതിയോടെ പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി എന്താണെന്ന ഭാവത്തിൽ അവനെ നോക്കി. ഈ ക്യാഷ് എന്റെ മുഴുവൻ ബാങ്ക് ബാലൻസിന്റെ ഒരു അംശം പോലുമില്ല. ലിറ്ററലി ഇപ്പൊ നമ്മൾ റിച്ച് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ റിച്ചാണ്. ഋഷി, കളിയാക്കൽ ഇത്തിരി കൂടുന്നുണ്ട്. പറയണ്ടെങ്കിൽ വേണ്ട, ഞാൻ തന്നെ നിർബന്ധിക്കില്ല. അതിനുവേണ്ടി എന്നെ ഇങ്ങനെ വിഡ്ഢിയാക്കാൻ നോക്കണ്ട. ഇപ്പൊ കാര്യം അത്രയും അത്യാവശ്യം ആയതുകൊണ്ടും ലീഗലായിട്ടുള്ള കാശ് എനിക്ക് തരൂ എന്ന കാര്യത്തിൽ തന്നെ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടും ഞാനിതെടുക്കുക. പക്ഷേ എത്രയും വേഗം തന്നെ തനിക്കിത് ഞാൻ മടക്കി തരും. വേഗം എന്ന് പറഞ്ഞാൽ അല്പം ലേറ്റ് ആയേക്കാം, പക്ഷേ ഞാൻ തിരിച്ചു തരും. ശ്രീലക്ഷ്മി ഗൗരവത്തിൽ പറഞ്ഞത് കേട്ട് ഋഷി ഒന്ന് പുഞ്ചിരിച്ചു. മൈ മണി ഈസ് യോ മണി. അതിനെ തിരിച്ചു തരാനുള്ള കാര്യത്തെപ്പറ്റി താൻ ചിന്തിക്ക കൂടി വേണ്ട. ഋഷി അതേ ഭാവത്തിൽ തന്നെ ശ്രീലക്ഷ്മിയുടെ കണ്ണിലേക്ക് നോക്കി പറഞ്ഞു നിർത്തി. പണത്തെക്കുറിച്ചുള്ള സംശയം ശ്രീലക്ഷ്മിക്ക് പൂർണ്ണമായി മാറിയില്ലെങ്കിലും ഋഷിയിൽ അവൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. അവൻ ഇതുവരെ തെറ്റായ ഒരു വഴിയും പണം സമ്പാദിക്കാൻ സ്വീകരിച്ചിട്ടില്ല എന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ശ്രീലക്ഷ്മി തന്റെ കയ്യിലെ കാർഡിലേക്ക് നോക്കി ആലോചിച്ചു. ഏയ്, എന്താ മോളെ അവൻ പറഞ്ഞത്? എവിടുന്ന് അവൻ ഇത്രയും പണം കിട്ടിയത്? വല്ല ബാങ്കോ ജ്വല്ലറിയും കൊള്ളയടിച്ചോ ചെറുക്കൻ? ശ്രീലക്ഷ്മി റൂമിന് വെളിയിൽ ഇറങ്ങിയപ്പോഴേക്കും ദേവയാനി അമ്മ അവൾക്കടുത്തേക്ക് വന്ന് ആദിയോടെ തിരക്കിയത് കേട്ട് ശ്രീലക്ഷ്മി അവരെ രൂക്ഷമായി നോക്കി. എന്തു അമ്മ ഈ പറയുന്നേ? ഋഷി അങ്ങനെയൊക്കെ ചെയ്യുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? ശ്രീലക്ഷ്മിയുടെ മറുചോദ്യം കേട്ട് ദേവയാനി അമ്മ ഇല്ലെന്ന് തല ചലിപ്പിച്ചു. പക്ഷേ ഇത്ര പെട്ടെന്ന്, അതും ഇത്രയും രൂപ, അതെങ്ങനെ അവന് കിട്ടി? ദേവയാനി അമ്മ സംശയം വിടാതെ ചോദിച്ചു. എനിക്കറിയില്ല അമ്മേ. ഋഷി ഒന്നും വിട്ടു പറയുന്നില്ല. ഒന്ന് മാത്രം എനിക്കറിയാം, ഇതവൻ തെറ്റായ രീതിയിൽ സമ്പാദിച്ചതൊന്നുമല്ല. എന്തോ എടുക്കാൻ മറന്ന് റൂമിൽ നിന്ന് ഹാളിലേക്ക് വന്ന ഋഷി ശ്രീലക്ഷ്മിയുടെ ഉറപ്പോടെയുള്ള ഈ വാക്കുകൾ കേട്ട് അവന്റെ മനസ്സിൽ ആകെ വല്ലാത്തൊരു സന്തോഷം തോന്നി. അല്ല, മീനാക്ഷി എന്തിയമ്മേ? ഋഷി വന്നത് കണ്ടതും പെട്ടെന്ന് വിഷയം മാറ്റാൻ എന്ന പോലെ ശ്രീലക്ഷ്മി ചോദിച്ച ചോദ്യം കേട്ടപ്പോഴാണ് ഋഷിക്ക് അങ്ങനൊരാളെ അവിടെ കാണാനില്ല എന്ന കാര്യം ഓർമ്മ വന്നത്. ആ, അവള് പോയി. നീയും ഋഷിയും റൂമിലേക്ക് പോയപ്പോ തന്നെ ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് പോകുവാന്ന് പറഞ്ഞു പോയി. ദേവയാനി അമ്മ പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി കാര്യം മനസ്സിലാവാതെ നിന്നുവെങ്കിലും ഋഷിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. ഋഷിൻ പണം നൽകിയതോടെ ദേവയാനി അമ്മയുടെ പെരുമാറ്റത്തിൽ മാറ്റമുണ്ടായി. ആ വീട്ടിൽ അവന് ചെറിയ രീതിയിൽ ബഹുമാനം കിട്ടിത്തുടങ്ങി. കമ്പനി പ്രശ്നം തീർന്നതിൽ സന്തോഷമുണ്ടെങ്കിലും അടുത്ത ദിവസം
ത്രൈ മീഡിയയിൽ പോകേണ്ടി വരുമെന്നോർത്ത് ശ്രീലക്ഷ്മി പരിഭ്രാന്തിയിലായിരുന്നു. ഏയ്, എന്താ ശ്രീലു, എന്താടാ പ്രശ്നം? ഋഷി തിരക്കിയത് കേട്ട് ശ്രീലക്ഷ്മി ഒരു നിമിഷം ഇന്ന് കുടുംബയോഗത്തിൽ നടന്ന കാര്യം അവനോട് പറയണോ വേണ്ടയോ എന്ന് ആലോചിച്ചു പോയി. ശ്രീലു, ആർ യു ഓക്കെ? ഋഷി വീണ്ടും ചോദിച്ചത് കേട്ട് ശ്രീലക്ഷ്മി അവനെ നോക്കി കൃത്രിമമായി ഒന്ന് പുഞ്ചിരിച്ചു. അതേലോ, ഞാൻ ഓക്കെ ആവാണ്ടിരിക്കാൻ ഇപ്പോ എന്താ ഉള്ളത്? ലൈറ്റ് ഓഫാക്കി കിടക്ക് ഋഷി. പിറ്റേന്ന് നേരം വെളുത്ത് ശ്രീലക്ഷ്മി ഉണരും മുൻപേ തന്നെ ഋഷി വീട്ടിൽ നിന്നും ഇറങ്ങിയിരുന്നു. ഋഷി പോയതിന്റെ കാര്യം മനസ്സിലായില്ലെങ്കിലും അധിക നേരം അതോർത്ത് നിൽക്കാതെ ശ്രീലക്ഷ്മി ചിന്തിച്ചത് മുഴുവൻ സിദ്ധാർത്ഥിനെ അപമാനിച്ചിറക്കി വിട്ട ത്രൈ മീഡിയയുടെ ചെയർമാനെക്കുറിച്ചായിരുന്നു. ഏറെ വൈകാതെ തന്നെ ദേവയാനിയമ്മോട് യാത്ര പറഞ്ഞ് ശ്രീലക്ഷ്മി ത്രൈ മീഡിയയിലേക്ക് പുറപ്പെട്ടിരുന്നു. ഋഷിൻ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം മാറി തിരക്കേറിയ റോഡിൽ കാത്തുനിന്ന ഒരു കാരവനിൽ കയറി. സമ്പന്നമായ വസ്ത്രങ്ങൾ അവൻ അവിടെ ഒരുക്കിയിരുന്നു. അവൻ അത് മാറ്റി ത്രൈ മീഡിയയുടെ ഉടമസ്ഥരുടെ ഉപയോഗത്തിനായി ഉദ്ദേശിച്ചിട്ടുള്ള ഒരു പ്രത്യേക വഴിയിലൂടെ അവൻ കമ്പനിയിൽ പ്രവേശിച്ചു. അതേസമയം കമ്പനിയുടെ പ്രധാന ഗേറ്റിലൂടെ ശ്രീലക്ഷ്മിയും തന്റെ കാറിൽ പ്രവേശിച്ചു. കാർ പാർക്ക് ചെയ്ത ശേഷം റിസപ്ഷനിൽ ചെയർമാന്റെ റൂമിനെക്കുറിച്ച് അന്വേഷിച്ച് ലിഫ്റ്റിൽ കയറി ബട്ടണിൽ അമർത്തി. അപ്പോൾ ഋഷി എതിർദിശയിൽ ലിഫ്റ്റിൽ കയറുകയായിരുന്നു. 2 ലിഫ്റ്റുകളും ഒരേ സമയം ഫ്ലോറിലെത്തി. എതിർദിശയിൽ നിന്നും ഇരുവരും ഒരേ മുറിയിലേക്ക് നടക്കാൻ തുടങ്ങി. പരസ്പരം കണ്ടുമുട്ടാൻ കുറച്ച് നിമിഷങ്ങൾ ഉള്ളപ്പോൾ, എക്സ്ക്യൂസ് മീ സർ, ഋഷിയുടെ പുറകിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. യെസ്. അവൻ തിരിഞ്ഞു നോക്കി. ആ നിമിഷം തന്റെ ഓഫീസ് മുറിയുടെ മുന്നിൽ നിൽക്കുന്ന ശ്രീലക്ഷ്മിയെ കണ്ട് ഋഷിൻ ഒരു നിമിഷം ഞെട്ടി. അവൻ പിന്തിരിഞ്ഞു നിന്നു. ശ്രീലക്ഷ്മി അവനെ കണ്ടില്ല. അവൾ മുന്നോട്ട് നടന്ന് ചെയർമാന്റെ റൂമിന് മുന്നിലെ ചെയറിലിരുന്നു. നല്ല ടെൻഷനോടെ തന്നെ അവിടെ എത്തി ചെയർമാനെ കാണാൻ കാത്തിരിക്കുന്ന ശ്രീലക്ഷ്മിക്ക് മുൻപിലൂടെ പല കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ്സും പാർട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ച് പ്രയോജനമില്ലാത്ത മട്ടിൽ വിഷമിച്ചും ദേഷ്യപ്പെട്ടുമെല്ലാം പോകുന്നത് കണ്ട് അവളുടെ ശേഷിച്ച ധൈര്യം പോലും ചോർന്നു പോകുന്ന പോലെയായിരുന്നു. ശ്രീലക്ഷ്മി ഋഷിൻ, റൈറ്റ്? പെട്ടെന്ന് തനിക്ക് മുൻപിലേക്ക് വന്ന ഒരു ലേഡി സ്റ്റാഫ് ചോദിച്ചത് കേട്ട് ശ്രീലക്ഷ്മി അതെ എന്ന് തലയാട്ടി. വരൂ മാം. ആ ലേഡി വളരെ റെസ്പെക്റ്റോടെ ശ്രീലക്ഷ്മിയെ വിളിച്ചത് കേട്ട് അതിനു മുൻപേ ചെയർമാനെ കാണാൻ പോയതിൽ അവശേഷിച്ച ചെറുതും വലുതുമായ കമ്പനീസിന്റെ റെപ്രസെന്റേറ്റീവ് അത്ഭുതത്തോടെ അവളെ നോക്കി. പക്ഷേ അതൊന്നും തന്നെ ശ്രദ്ധിക്കാതെ ആ ലേഡി ശ്രീലക്ഷ്മിയെയും കൂട്ടി നേരെ ഏതോ ഒരു ഓഫീസ് റൂം ലക്ഷ്യമാക്കി നടന്നു. മാം, ഈ ഫയൽ മുഴുവൻ ശ്രദ്ധയോടെ വായിച്ചു നോക്കിയ ശേഷം സൈൻ ചെയ്യാൻ പറഞ്ഞു താങ്കളോട്. ആ ലേഡി ആ ഫയൽ ശ്രീലക്ഷ്മിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി കാര്യം മനസ്സിലാകാതെ അവരെ നോക്കി. ആര് പറഞ്ഞുന്ന്? ആൻഡ് എന്താ ഈ ഫയൽ? ശ്രീലക്ഷ്മി സംശയത്തോടെ ചോദിച്ചു. ചെയർമാൻ പറഞ്ഞതാണ് മാം. ഇത് നിങ്ങളുടെ വർമാസ് കമ്പനിയുമായിട്ടുള്ള പാർട്ണർഷിപ്പിന് വേണ്ടിയിട്ടുള്ള കരാറാണ്. അവരാ പറഞ്ഞത് കേട്ട് അതുവരെ സംശയഭാവത്തിൽ നിന്നിരുന്ന ശ്രീലക്ഷ്മിയുടെ മുഖം ആശ്ചര്യഭാവത്തിലേക്ക് മാറിയിരുന്നു. വാട്ട്? എന്താ പറഞ്ഞത്? കേട്ടത് വിശ്വസിക്കാനാവാതെ ശ്രീലക്ഷ്മി ചോദിച്ചത് കേട്ട് ആ ലേഡി ഒരിക്കൽ കൂടി ശ്രീലക്ഷ്മിയോട് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുത്തു. ശ്രദ്ധയോടെ മുഴുവൻ റൂൾസും വായിച്ച് ഓക്കെ ആണെങ്കിൽ മാത്രം സൈൻ ചെയ്യൂ. അവസാനമായി ടേബിളിൽ ഇരുന്ന പെൻ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് അവർ പറഞ്ഞു. എല്ലാം കേട്ട് അമ്പരന്ന അവൾ യാന്ത്രികമായി അത് വായിച്ച ശേഷം സൈൻ ചെയ്തു. ഡോക്യുമെന്റിൽ എവിടെയും ചെയർമാന്റെ പേര് മെൻഷൻ ചെയ്തില്ലെന്നും പുള്ളിയുടെ പേര് വരേണ്ട ഇടത്തെല്ലാം ബ്ലാങ്കായി ഇരിക്കുകയാണെന്നും അതിനിടയ്ക്ക് ശ്രദ്ധിച്ച ശ്രീലക്ഷ്മിക്ക് കുറച്ച് അത്ഭുതം തോന്നിയെങ്കിലും അവൾ അതൊന്നും ചോദിക്കാനുള്ള മാനസികാവസ്ഥയിലല്ലായിരുന്നതിനാൽ അത് കണ്ടില്ലെന്ന് നടിച്ചു. നിങ്ങളുടെ കമ്പനിയുടെ കൂടെ പാർട്ട്നേഴ്സായി ബിസിനസ് ചെയ്യാൻ അനുവദിച്ചതിൽ ഞങ്ങൾ ഒത്തിരി ഹാപ്പിയാണ്. ബൈ ദ വേ, എനിക്ക് നിങ്ങളുടെ ചെയർമാനെ ഒന്ന് കാണാൻ സാധിക്കുമോ? എല്ലാത്തിനും ശേഷം തന്റെ ചെയറിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് ശ്രീലക്ഷ്മി ചോദിച്ചു. റിയലി വെരി സോറി മാം, സാർ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശ്രീലക്ഷ്മിയെ നോക്കി പുഞ്ചിരി വിടാതെ തന്നെ അവർ പറഞ്ഞത് സമ്മതിക്കും വിധം ശ്രീലക്ഷ്മി ഒന്ന് ചിരിച്ചു. മഹാദേവിയെ ശ്രീലക്ഷ്മി ഫോൺ വിളിക്കും മുൻപേ തന്നെ അവരുടെ കോൾ അവളെ തേടിയെത്തിയിരുന്നു. കോൾ അറ്റൻഡ് ചെയ്ത പാടെ മറുപുറത്തു നിന്നും സന്തോഷത്തോടെയുള്ള അവരുടെ ആ സംസാരം കേട്ട് ശ്രീലക്ഷ്മി പകച്ചു നിന്നു. ഒന്നാമത് താൻ വിളിച്ചു പറയാതെ തന്നെ ഇത്രയും വേഗം കാര്യം മഹാദേവി എങ്ങനെ അറിഞ്ഞെന്നുള്ള സംശയവും, രണ്ടാമത് മഹാദേവി ഇത്രയും സ്നേഹത്തോടെ ആദ്യമായി തന്നോട് സംസാരിക്കുന്നതിലെ അത്ഭുതവുമായിരുന്നു. മുത്തശ്ശി, കാര്യമെല്ലാം ഓക്കെ ആയ വിവരം ഇത്രയും പെട്ടെന്ന് എങ്ങനെയാ അറിഞ്ഞേ? ഞാൻ സൈൻ ചെയ്ത് ഇപ്പൊ ഇറങ്ങിയുള്ളൂ അവിടുന്ന്.
ശ്രീലക്ഷ്മി സംശയത്തോടെ ചോദിച്ചത് കേട്ട് മറുപുറത്തു നിന്ന് മഹാദേവിയുടെ ചിരി ഉയർന്നു. എന്റെ പൊന്ന് ലച്ചു, ഞാൻ മാത്രമല്ല, കേരളത്തിലെ എൻഎയർ ബിസിനസ് വേൾഡ് മുഴുവൻ കാര്യം അറിഞ്ഞിട്ടുണ്ട്. ട്രൈ മീഡിയയിൽ പുതിയ ചെയർമാൻ ചാർജ് ഏറ്റെടുത്ത് ആദ്യമായിട്ടാണ് മോളെ ഏതെങ്കിലും ഒരു കമ്പനിയുമായി ഇങ്ങനെ ഒരു പാർട്ണർഷിപ്പ് ഡീലിൽ ഓക്കെ പറയുന്നത്. അതും നമ്മുടെ വർമാസുമായി. മഹാദേവി അഭിമാനത്തോടെ പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി തനിക്ക് മുൻപിലൂടെ പോയിരുന്ന മറ്റ് കമ്പനീസിന്റെ റെപ്രസെന്റേറ്റീവ്സിനെ ഓർത്തു. ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് യു മോളെ. നീ ഇല്ലായിരുന്നെങ്കിൽ എനിക്കറിയില്ല ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുമായിരുന്നോ ഇല്ലയോ എന്ന് പോലും. ഏതായാലും ഇന്ന് ഈ സന്തോഷത്തിന് മോൾക്ക് വേണ്ടി ഒരു പാർട്ടി അറേഞ്ച് ചെയ്യാം. അവിടെ എത്തിയിട്ട് മോൾ എങ്ങനെ ഇത് സാധിച്ചു എന്ന കാര്യം എല്ലാവരുമായി ഷെയർ ചെയ്യണം. കേട്ടല്ലോ? അപ്പോ ഈവനിങ് 7 മണിക്ക് ഓസ്റ്റിൻ സ്പേസ് 7 സ്റ്റാർ ഹോട്ടലിലേക്ക് ദേവയാനിയെ ഋഷിയും കൂട്ടി വരൂ. വി വിൽ ബി വെയിറ്റിംഗ് ഫോർ യു. ടേക്ക് കെയർ മോളു. ബൈ. അത്രയും പറഞ്ഞ് മഹാദേവി കോള് കട്ട് ചെയ്തതും ശ്രീലക്ഷ്മി എന്ത് ചെയ്യുമെന്നറിയാതെ നിന്നു. വൈകിട്ട് ഋഷിക്കും ദേവയാനി അമ്മയ്ക്കുമൊപ്പം ശ്രീലക്ഷ്മി ഓസ്റ്റിൻ സ്പേസിലേക്ക് വരുമ്പോൾ അവിടെ വന്നു ചേർന്നിരിക്കുന്ന മറ്റ് പല കമ്പനീസിലെ ഉയർന്ന ആളുകൾ മുതൽ കുടുംബാംഗങ്ങൾ വരെ ശ്രീലക്ഷ്മിയെ അഭിനന്ദിക്കുന്നുണ്ടായിരുന്നു. പലരിലും അവളോട് അസൂയ നിറഞ്ഞു വന്നിരുന്നുവെങ്കിലും സിദ്ധാർത്ഥന്റെ മുഖത്ത് പ്രതിഫലിച്ച അത്രയും ദേഷ്യവും അസൂയയും മറ്റാരിലും ഉണ്ടായിരുന്നില്ല. ഹേയ്, ഈ സീറ്റ് പ്രയാഗയ്ക്ക് വേണ്ടി റിസർവ് ചെയ്തതാണ്. മാറി വേറെ എവിടെയെങ്കിലും പോയിരിക്കെ. ടേബിളിൽ ശ്രീലക്ഷ്മിക്ക് തൊട്ടടുത്ത സ്ഥാനം പിടിച്ച ഋഷിയെ നോക്കി സിദ്ധാർത്ഥ് ഉറക്കെ പറഞ്ഞത് കേട്ടാണ് എല്ലാവരും അങ്ങോട്ട് നോക്കുന്നത്. പ്രയാഗയോ? ഹൂസ് ഷീ? സംശയത്തോടെ ഋഷി ചോദിച്ചുകൊണ്ട് തിരിഞ്ഞതും കണ്ടത് സിദ്ധാർത്ഥിന് തൊട്ടടുത്ത് ബ്ലൂ കളർ ഗൗണിൽ നിൽക്കുന്ന ഒരു സുന്ദരിയെയായിരുന്നു. ഇവളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അവളെ താൻ എവിടെയോ കണ്ടമറന്ന പോലെ തോന്നിയതും ഋഷി ഓർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് സ്വയം പറഞ്ഞുപോയി. ഞാൻ നിന്നോടാ പറയുന്നത്, അവിടെ നിന്ന് എഴുന്നേൽക്കാൻ. സിദ്ധാർത്ഥ് ഉറക്കെ ഋഷിയെ നോക്കി പറഞ്ഞു. അതോടെ പ്രയാഗയെ ഓർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഋഷി ദേഷ്യത്തോടെ അവനെ നോക്കി. ശബ്ദം കുറച്ച് സംസാരിക്കുക സിദ്ധാർത്ഥ്. എന്റെ ചെവിക്ക് കേൾവി കുറവൊന്നുമില്ല. ഉള്ളിലെ ദേഷ്യം അടക്കിക്കൊണ്ട് സിദ്ധാർത്ഥിനോട് അവൻ പറഞ്ഞു. ഓഹോ, നിനക്ക് ചെവി കേൾക്കാവുന്നോ? റിയലി? എന്നിട്ട് ഞാൻ പറഞ്ഞത് കേട്ടിട്ടും എന്താ അനങ്ങാപ്പാറ പോലെ ഇവിടെ ഇരിക്കുന്നത്? ഇത് പ്രയാഗയുടെ സീറ്റാണ്. അവിടെ എണീക്ക്. തനിക്ക് ചെയ്യാൻ പറ്റാതെ വന്ന ട്രൈ മീഡിയയുമായുള്ള പാർട്ണർഷിപ്പിന്റെ കാര്യം ശ്രീലക്ഷ്മി ഭംഗിയായി ചെയ്തതിന്റെ അസൂയയും ദേഷ്യവും ഒട്ടും തന്നെ അടക്കാൻ വയ്യാതെയായിരുന്നു സിദ്ധാർത്ഥ് ഇപ്പോ ഋഷിയുടെ മെക്കിട്ട് കയറി തീർക്കാൻ ശ്രമിക്കുന്നത്. അത് നല്ല വ്യക്തമായി തന്നെ ഋഷിക്കും ശ്രീലക്ഷ്മിക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു. എത്ര നേരമായി ഞാൻ നിന്നോട് പറയുന്നു ഇവിടെ നിന്ന് എഴുന്നേക്കാൻ. എന്താ, നിനക്ക് മലയാളം മനസ്സിലാവുന്നില്ലേ? സിദ്ധാർത്ഥ് രോഷത്തോടെ ചോദിച്ചു. എന്തിന്? ഈ സീറ്റിൽ നിന്ന് ഞാൻ എഴുന്നേക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിനക്കും നിന്റെ കൂടെയുള്ള ഈ പെൺകുട്ടിക്കും ഇരിക്കാൻ പാകത്തിന് ഒരുപാട് ചെയർസ് ഉണ്ട് ഇവിടെ. അങ്ങനെ നിന്നെയൊക്കെ പോലെ ഏതെങ്കിലും ഒരു ചെയറിൽ ഇരിക്കേണ്ട ആളല്ല പ്രയാഗ. അവസാനമായിട്ട് ഞാൻ പറയുക ഋഷി നിന്നോട്, ഈ സീറ്റ് പ്രയാഗയ്ക്ക് വേണ്ടി പ്രത്യേകമായി റിസർവ് ചെയ്തവയാണ്. വീണ്ടും സിദ്ധാർത്ഥിന്റെ ശബ്ദമുയർന്നു. അത് കണ്ടതും തെറ്റ് മുഴുവൻ സിദ്ധാർത്ഥിന്റെ ഭാഗത്താണെന്നും മറ്റെവിടെയോ സ്ഥാനം ഉറപ്പിച്ചിരുന്ന പ്രയാഗയെ വേറെ സീറ്റ് തരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നതാണ് അവനെന്നും അറിയാവുന്ന ശ്രീലക്ഷ്മി ഋഷിയുടെ കയ്യിൽ കൈ ചേർത്ത് അവനെ വിളിച്ചു. എനിക്കൊരു സഹായം ചെയ്തു തരുമോ ഋഷി? താൻ ഈ സീറ്റ് മാറി എന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സീറ്റിൽ ഇരിക്കാവോ പ്ലീസ്? ശ്രീലക്ഷ്മി അവനെ നോക്കി സൗമ്യമായി പറഞ്ഞു. പക്ഷേ അത് കേട്ട് ഋഷി നെറ്റി ചുളുക്കി. ഇരിക്കോ റിച്ചു പ്ലീസ്? ഇത്തവണ ശ്രീലക്ഷ്മി കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു. അതോടെ ഋഷി ചിരിയോടെ തലയാട്ടി താൻ ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് ശ്രീലക്ഷ്മിയുടെ നേരെ ഓപ്പോസിറ്റുള്ള ചെയർ ലക്ഷ്യമാക്കി നടന്നു. തനിക്ക് സമീപത്ത് പ്രയാഗയിരുന്ന് അല്പം കഴിഞ്ഞതും അവൾ തന്നെ കണ്ണെടുക്കാതെ നോക്കുന്നതായി തോന്നി ശ്രീലക്ഷ്മിക്ക്. ആദ്യം തന്റെ സംശയം മാത്രമായിരിക്കുമെന്ന് തോന്നി. ശ്രദ്ധിക്കാതെയിരുന്നു. പക്ഷേ വീണ്ടും അതേപോലെ തോന്നിയപ്പോൾ രണ്ടും കൽപ്പിച്ച് ശ്രീലക്ഷ്മി അവളെ തിരിഞ്ഞു നോക്കി. തിരിഞ്ഞപ്പോ അവൾ കണ്ടത് തന്നെ തന്നെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കുന്ന പ്രയാഗയായിരുന്നു. എക്സ്ക്യൂസ് മീ? സംശയത്തോടെ ശ്രീലക്ഷ്മി അവളെ വിളിച്ചു. ആ? ശ്രീലക്ഷ്മിയുടെ ശബ്ദം കേട്ട് അത്രയും നേരം ശ്രീലക്ഷ്മിയുടെ കഴുത്തിലെ നെക്ലസിൽ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരുന്ന പ്രയാഗ എന്തോ സ്വപ്നത്തിൽ നിന്നെന്ന പോലെ ഞെട്ടി ഉണർന്നു. ഇസ് എവറിത്തിങ് ഫൈൻ? അവളുടെ നോട്ടവും ഭാവവും കണ്ട് സംശയത്തോടെ ശ്രീലക്ഷ്മി ചോദിച്ചു. അതെന്താ അങ്ങനെ ചോദിച്ചത്? പ്രയാഗ കാര്യം മനസ്സിലാവാതെ തിരക്കി.
അല്ല, താൻ എന്നെ ചുമ്മാ ഇങ്ങനെ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരുന്നത് എനിക്കെന്തേലും പ്രശ്നമുള്ള പോലുണ്ടോ? ഹേയ് നോ, ഒരു കുഴപ്പമില്ല. ഞാൻ തന്റെ കഴുത്തിലെ ഡ്രീം ലവർ കണ്ട് നോക്കിപ്പോയതാ. ചിരിയോടെ പ്രയാഗ മറുപടി പറഞ്ഞ് കേട്ടപ്പോഴാണ് ആ കാര്യം ശ്രീലക്ഷ്മി ഓർത്തത്. ഓ, ഐ എം സോറി. ഞാൻ പെട്ടെന്ന് കാര്യം മനസ്സിലാവാതെ വേറെന്തോ കരുതി. ശ്രീലക്ഷ്മി പെട്ടെന്ന് അബദ്ധം പിടഞ്ഞ പോലെ പറഞ്ഞു. ഹേയ്, ഇറ്റ്സ് ഓക്കെ. യു ഡോണ്ട് ഹാവ് ടു അപ്പോളജൈസ് ശ്രീലക്ഷ്മി. ചിരിയോടെ തന്നെയായിരുന്നു പ്രയാഗയുടെ മറുപടി. അല്പം മുമ്പേ സിദ്ധാർത്ഥിന്റെ കൂടെ വന്നെങ്കിലും അവനെപ്പോലെ ദുഷ്ടമനസ്സല്ല പ്രയാഗയ്ക്കെന്ന് മനസ്സിലാക്കാൻ അതിൽ കൂടുതലൊന്നും വേണ്ടിയിരുന്നില്ല. ശ്രീലക്ഷ്മിയെ നോക്കി നിന്ന ഋഷി അവളുമായി സംസാരിക്കുന്ന പ്രയാഗയെ കണ്ടു. സംശയത്തോടെ വീണ്ടും അവളെ ഓർത്തെടുക്കാൻ ഒരു ശ്രമം നടത്തി. ശ്രീലക്ഷ്മി, ഈ ഡ്രീം ലവർ നെക്ലസ് താൻ എവിടുന്നാ വാങ്ങിച്ചത്? ഐ മീൻ, ഇത് കാണാൻ പോലും കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഐറ്റം അല്ലേ? പ്രയാഗ പെട്ടെന്ന് ശ്രീലക്ഷ്മിയുടെ കഴുത്തിലെ ഡ്രീം ലവർ നോക്കി ചോദിച്ചു നിർത്തി. ജ്വല്ലറി ബിസിനസ് നടത്തി പോകുന്ന ഫാമിലിയായിരുന്നു പ്രയാഗയുടേത്. അതുകൊണ്ട് തന്നെ ഒരു ഒറിജിനൽ പീസ് ആഭരണങ്ങൾ കണ്ടാൽ അത് മനസ്സിലാക്കാനുള്ള കഴിവ് നല്ല പോലെ ഉണ്ടായിരുന്നു അവൾക്ക്. എങ്കിലും ഇതുവരെ ഒരു ഡ്രീം ലവർ നേരിൽ കാണാനോ സ്വന്തമാക്കാനോ ഉള്ള ഭാഗ്യം ആൾക്ക് കിട്ടിയിരുന്നില്ല. അയ്യോ, ഇത് ഞാൻ വാങ്ങിയതല്ല പ്രയാഗ. എനിക്കിത് എന്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാ. അത്രയും താല്പര്യത്തോടെ തന്റെ കഴുത്തിലെ നെക്ലസിലേക്ക് നോക്കി നിൽക്കുന്ന പ്രയാഗയോട് ശ്രീലക്ഷ്മി സൗമ്യമായി പറഞ്ഞു. ഓ, ദാറ്റ് സോ സ്വീറ്റ് ഓഫ് യുവർ ഫ്രണ്ട്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ആ ഫ്രണ്ടിനോട് പറഞ്ഞ് എനിക്കും ഒരു ഡ്രീം ലവർ ഒപ്പിച്ചു തരാമോ? പ്രയാഗയുടെ ചോദ്യം കേട്ട് ശ്രീലക്ഷ്മി ഒരു സെക്കൻഡ് എന്ത് പറയണം അവളോടൊന്ന് അറിയാതൊന്ന് പതറി. കാരണം അവളുടെ ഊഹം വെച്ച് തനിക്കിത് തന്ന ശരത്ത് ഓൾറെഡി എന്തുമാത്രം പണം ഇതിനായി അവന്റെ സ്വത്തിൽ നിന്നും ഉപയോഗിച്ച് കാണുമെന്ന് അവൾ മനസ്സിലാക്കി വെച്ചിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഡ്രീം ലവർ കൂടെ വാങ്ങിക്കാൻ അവൻ എന്ത് ചെയ്യുമെന്ന് ശ്രീലക്ഷ്മി ഓർത്തുപോയി. ക്യാഷിനെ കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവേണ്ട ശ്രീലക്ഷ്മി, അതിന്റെ ഡബിൾ ക്യാഷ് തന്റെ ഫ്രണ്ടിന് ഞാൻ കൊടുത്തോളാം. എനിക്ക് ഈ സാധനം കിട്ടാനില്ല എന്നൊരു പ്രശ്നമേ ഉള്ളൂ. പ്രയാഗ ചിരിയോടെ പറഞ്ഞത് കേട്ട് ശ്രീലക്ഷ്മി കണ്ണും മിഴിച്ചവളെ നോക്കി. ഡബിൾ എന്ന് പറയുമ്പോ 60 കോടി. ശ്രീലക്ഷ്മി മനസ്സിലോർത്തുപോയി. പ്ലീസ് ശ്രീലക്ഷ്മി, എനിക്ക് അത്രയും ഇഷ്ടമുള്ള സ്വന്തമാക്കാൻ ആഗ്രഹമുള്ള ജ്വല്ലറി ആയതുകൊണ്ടാ. പ്രയാഗ ഒറ്റ ശ്വാസത്തിൽ ശാന്തമായ സ്വരത്തിൽ പറഞ്ഞു നിർത്തി. ശ്രീലക്ഷ്മി അവൾക്ക് വേണ്ടി ശരത്തിനെ വിളിക്കാൻ ഉറപ്പിച്ച് തന്റെ ഫോൺ എടുത്തു. ഞാൻ അവനെ വിളിച്ചു നോക്കട്ടെ, ശ്രീലക്ഷ്മി ശരത്തിന്റെ നമ്പർ തിരയുന്നതിനിടയ്ക്ക് പറഞ്ഞു. അത് കേട്ട് പ്രയാഗ സന്തോഷത്തോടെ അവളെ നോക്കി. ഇതെല്ലാം ആ ടേബിളിൽ അവരിയ്ക്കുന്നതിന് ഓപ്പോസിറ്റായി ഇരുന്ന ഋഷി കാണുന്നുണ്ടായിരുന്നു. ശ്രീലക്ഷ്മി വിളിക്കാൻ പോകുന്നത് ശരത്തിനെ ആയിരിക്കുമെന്ന് മനസ്സിലാക്കിയ ഋഷി ചിരിയോടെ അത് നോക്കി നിന്നു. ശ്രീലക്ഷ്മിയുടെ കോൾ വരുമ്പോൾ ശരത്ത് ഏതോ ബാറിലിരുന്ന് കുടിക്കുകയായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അവന്റെ കമ്പനിയുടെ തകർച്ച അവനെ നന്നേ തളർത്തിയിരുന്നു. അവന്റെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ഇന്ദ്രപ്രസ്ഥം ഒരു മുന്നറിയിപ്പും തരാതെ അവന്റെ കോൺട്രാക്ട് റദ്ദാക്കിയിരുന്നു. പോരാഞ്ഞ് അതിന് തൊട്ടടുത്ത നിമിഷം ഇൻകം ടാക്സ് അവന്റെ നികുതി വെട്ടിപ്പുകൾക്കെതിരെ ആക്ഷൻ എടുത്ത് അവന്റെ ശേഷിച്ച സ്വത്ത് മരവിപ്പിച്ചിരുന്നു. ഹലോ ശരത്. ആരാണ് വിളിച്ചതെന്ന് പോലും നോക്കാതെ കോൾ അറ്റൻഡ് ചെയ്തിരുന്നു ശരത്ത്. എടുത്ത പാടെ ശ്രീലക്ഷ്മിയുടെ സ്വരം കേട്ടതും അത് അവളാണെന്ന് അവൻ മനസ്സിലാക്കി. ആ, എന്താ ലക്ഷ്മി? ശരത്ത് ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. മറ്റൊന്നിനുമല്ല ഞാൻ വിളിച്ചത്. താൻ ഇന്നലെ തന്ന ഡ്രീം ലവർ നെക്ലസ് ഇല്ലേ, അതിനെക്കുറിച്ച് ചോദിക്കാനായിരുന്നു. ശ്രീലക്ഷ്മി ചോദിച്ചു നിർത്തിയത് കേട്ട് ശരത്ത് ഒന്ന് ആലോചിച്ചു. ഏത്, ആ ഡ്യൂപ്ലിക്കേറ്റ് ഡ്രീം ലവറോ? ശരത്തിന്റെ മറുചോദ്യം കേട്ട് ശ്രീലക്ഷ്മി നെറ്റി ചുളിച്ചു. എന്ത്, ഡ്യൂപ്ലിക്കേറ്റോ? ശ്രീലക്ഷ്മി കാര്യം മനസ്സിലാവാതെ ചോദിച്ചു. അത് കേട്ട് അവൾക്കടുത്തിരുന്നിരുന്ന പ്രയാഗ പറയുന്നത് ശ്രദ്ധിച്ചു. ആന്നേ, തനിക്ക് വേണ്ടി ഞാൻ പണിയിച്ച ഡ്യൂപ്ലിക്കേറ്റ് ഡ്രീം ലവർ. എന്താ, തനിക്കത് തിരിച്ചു വേണോ? തരുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല, അതെന്റെ കയ്യിൽ തന്നെയുണ്ട്. പക്ഷേ തന്റെ ഹസ്ബൻഡ് ഋഷിയില്ലേ, അവൻ അത് എറിഞ്ഞത് കാരണം അതിന്റെ സ്റ്റോൺ ചില്ലത് ഇളകിയിട്ടുണ്ട്. താൻ ശരിയാക്കിക്കൊള്ളൂ അത്. ശരത്തിന്റെ ആ ചോദ്യങ്ങളെല്ലാം കേട്ട് അന്താളിച്ചു നിന്നു ശ്രീലക്ഷ്മി. താൻ വേറെ ഡ്രീം ലവർ എനിക്ക് വാങ്ങിച്ചിട്ടില്ലേ? അത് താനല്ലേ അപ്പോ? ശ്രീലക്ഷ്മി ചോദിച്ചു. എന്തോന്ന്? കാര്യം പിടികിട്ടാതെ ശരത്ത് ചോദിച്ചു. ശ്രീലക്ഷ്മിക്ക് തന്റെ കഴുത്തിലുള്ള ഡ്രീം ലവർ അവന്റെ വകയല്ലെന്ന് മനസ്സിലായി. പെട്ടെന്ന് തന്നെ എന്തൊക്കെയോ പറഞ്ഞ് കോള് കട്ട് ചെയ്തു. ഹേയ് ശ്രീലക്ഷ്മി, ഓൾ ഓക്കെ? ശ്രീലക്ഷ്മി ആകെ അസ്വസ്ഥതയായത് കണ്ട് പ്രയാഗ ചോദിച്ചു. അത് കേട്ടവൾ എന്ത് പറയണമെന്നറിയാതെ പ്രയാഗയെ നോക്കി. ഐ എം സോറി പ്രയാഗ, ഐ മീൻ എനിക്കിത് ഗിഫ്റ്റ് ചെയ്തത് ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നെ അറിയുന്ന ആരോ കുറച്ച് സർപ്രൈസ് ആയിട്ട് തന്നതായിരുന്നു. പക്ഷേ എനിക്കറിയില്ല അതാരാണെന്ന്. സോ
എനിക്ക് തന്നെ സഹായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഐ എം സോറി. ശ്രീലക്ഷ്മി പറഞ്ഞത് കേട്ട് പ്രയാഗ ഒന്ന് ചിരിച്ചു. എവിടെയോ ഒരു ചെറിയ സങ്കടം നിഴലിച്ചൊരു പുഞ്ചിരി. ഇറ്റ്സ് ഓക്കെ ശ്രീലക്ഷ്മി, എനിക്കത് കിട്ടാനുള്ള യോഗമായിട്ടില്ലെന്ന് തോന്നുന്നു. പോട്ടെ, യോഗമുണ്ടെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും അത് സ്വന്തമാക്കും. പ്രയാഗ ഒരു നെടുവീർപ്പോടെ പറഞ്ഞു നിർത്തി. അപ്പോഴേക്കും അവളെ ഋഷി എവിടെയോ മുൻപ് കണ്ടിട്ടുണ്ടായിരുന്നതെന്ന് ഓർത്തെടുത്തിരുന്നു. ത്രൈ മീഡിയയുമായി ചേർന്ന് ബിസിനസ് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന മാജിക് ക്രിസ്റ്റൽ എന്ന കമ്പനിയുടെ മാനേജിംഗ് ഹെഡായിരുന്നു പ്രയാഗ. അത്രയും ചെറിയ പ്രായത്തിൽ ഇത്രയും ഉയരത്തിലെത്തിയ പ്രയാഗ ചെറിയ ആളല്ലെന്ന് ഋഷി മനസ്സിലോർത്തു. ഒരു ഭാഗത്ത് ഋഷി ചിരിയോടെ അതെല്ലാം മനസ്സിലോർത്ത് നിൽക്കെ, മറുഭാഗത്ത് ശ്രീലക്ഷ്മി ആ ഡ്രീം ലവർ തനിക്ക് തന്നത് ആരാണെന്നുള്ള കടുത്ത ആലോചനയിലായിരുന്നു. ഇനി ഋഷിയായിരിക്കോ? ഋഷിയെ നോക്കി ശ്രീലക്ഷ്മി സ്വയം ചോദിച്ചു. ഏയ്, അവനാവില്ല. എനിക്ക് വേണ്ടി ഇന്നലെ തന്ന 4 കോടി തന്നെ പാവം ആരോടെങ്കിലും കടം വാങ്ങിയതായിരിക്കും. ഇതിനുള്ള 30 കോടിയൊക്കെ ഋഷി എങ്ങനെ ഉണ്ടാക്കാനാ? അതും മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ഉണ്ടായിരുന്ന സ്റ്റേജിൽ നിന്നും മഹാദേവിയുടെ ശബ്ദം ഉയർന്നു കേൾക്കുന്നത്. ഗുഡ് ഈവനിങ് ഓൾ. നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത് എന്റെ കൊച്ചുമകൾ കാരണം ഞങ്ങളുടെ വർമ്മ ഗ്രൂപ്പിന് ത്രൈ മീഡിയയിൽ ലഭിച്ച ഓപ്പർച്യൂണിറ്റിയുടെ സെലിബ്രേഷന്റെ ഭാഗമായാണ്. അതെല്ലാവർക്കും അറിയാമെന്ന് ഞാൻ ഊഹിക്കുന്നു. അപ്പോ ഏത് രീതിയിലെ ബുദ്ധിപരമായുള്ള നീക്കങ്ങൾ കൊണ്ടാണ് എന്റെ കൊച്ചുമകൾ ശ്രീലക്ഷ്മി ഈ കാര്യം സാധിച്ചതെന്നറിയാൻ എന്നെപ്പോലെ നിങ്ങൾക്കും ആഗ്രഹമില്ലേ? മഹാദേവി സ്റ്റേജിൽ നിന്നും ചോദിച്ചതും ഉണ്ടെന്ന രീതിയിൽ അവിടെ ഉണ്ടായിരുന്ന സർവരും ശബ്ദം പുറപ്പെടുവിച്ചു. അത് കേട്ട് ഞെട്ടി എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന ശ്രീലക്ഷ്മിയെ മഹാദേവി അടുത്ത നിമിഷം തന്നെ സ്റ്റേജിലേക്ക് വിളിച്ചിരുന്നു. ശ്രീലക്ഷ്മി, മോളെ വാ. മഹാദേവി അവളെ സ്റ്റേജിലേക്ക് വിളിച്ചതിന്റെ കൂടെ മറ്റുള്ളവരുടെ നോട്ടം കൂടിയായതും ശ്രീലക്ഷ്മിക്ക് സ്റ്റേജിലേക്ക് പോവാതെ വേറെ വഴിയുണ്ടായിരുന്നില്ല. മടിയോടെ ശ്രീലക്ഷ്മി സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ശരിക്കും അവിടുത്തെ ചെയർമാനെ കണ്ടില്ല. ഞാൻ അവിടേക്ക് പോയി അല്പനേരം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ ഒരു സ്റ്റാഫ് വന്നെനിക്ക് സൈൻ ചെയ്യാനുള്ള എഗ്രിമെന്റ് തന്നു. അത് വായിച്ച് സൈൻ ചെയ്യാൻ പറഞ്ഞു. അവരുടെ ID കാർഡിൽ കണ്ട പേര് നിഹാരിക എന്നായിരുന്നു. എന്റെ ഊഹം ശരിയാണെങ്കിൽ അത് ചെയർമാന്റെ PA ആണ്. അത് കഴിഞ്ഞ് ചെയർമാനെ കാണാൻ സാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ ചെയർമാൻ എന്തോ പ്രധാനപ്പെട്ട മീറ്റിംഗിലാണെന്നും അപ്പോൾ കാണാൻ സാധിക്കില്ലെന്നും പറഞ്ഞു. അന്ന് നടന്നതെല്ലാം അവൾ തുറന്നു പറഞ്ഞു. നീ ഒന്നുകൂടെ ഓർത്തു നോക്കിയേ, നീയും മീനാക്ഷിയും ഇന്നലെ ഇരുന്ന് പ്രിപ്പയർ ചെയ്ത പോലെ ഒന്നും അവിടെ പോയി ചോദിക്കേണ്ടിയോ പറയേണ്ടിയോ വന്നില്ലേ? ശ്രീലക്ഷ്മിയെ നോക്കി കേട്ടത് വിശ്വസിക്കാനാവാതെ ദേവയാനി അമ്മ ചോദിച്ചു. ഇല്ലമ്മേ, ഞാൻ ശരിക്കും അവിടെ ഉണ്ടായ കാര്യമാണ് പറഞ്ഞത്. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല, ശ്രീലക്ഷ്മി സൗമ്യമായി പറഞ്ഞു. അത് കേട്ടിരുന്നവരെല്ലാം പരസ്പരം നോക്കി. എല്ലാം കേട്ട് ദേഷ്യത്തോടെ സിദ്ധാർത്ഥ് മുഷ്ടി ചുരുട്ടി തന്റെ ചാൻസിനായി കാത്തിരുന്നു. ഇതിലിപ്പോ ശ്രീലക്ഷ്മി എന്ത് മലമറിച്ചെന്നാ നിങ്ങൾ രണ്ടാളും പറയുന്നേ? അവൾ പ്രത്യേകിച്ച് വലിയ എഫേർട്ട് എന്തെങ്കിലും എടുത്തതായി അവൾ തന്നെ പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് തോന്നിയില്ല. അവൾക്ക് ഭാഗ്യമുണ്ടെന്നാ അതിന് പറയേണ്ടത്, അല്ലാതെ സ്കില്ലുണ്ടെന്നല്ല. ഏതോ ഒരു അമ്മാവൻ അഭിപ്രായം പറഞ്ഞു. അയാൾ തുറന്നടിച്ച് അങ്ങനെ പറഞ്ഞതിൽ സിദ്ധാർത്ഥ് ശരിക്കും സന്തോഷിച്ചു. അയാൾ ഒറ്റയടിക്കാ പറഞ്ഞത് ശ്രീലക്ഷ്മിക്ക് ശരിക്കും വിഷമമായി. അതെ, ചുരുക്കം പറഞ്ഞ ശ്രീലക്ഷ്മി വലിയ എഫേർട്ടൊന്നും എടുക്കാതെയാണ് കാര്യം സാധിച്ചത്. മറ്റുള്ളവരും ശ്രീലക്ഷ്മിയെ നിസ്സാരമാക്കിക്കൊണ്ട് പറഞ്ഞു. ശ്രീലക്ഷ്മി മുത്തശ്ശിയെ നോക്കി. അവർ ഒരഭിപ്രായവും പറയാതെ ഇരിക്കുകയായിരുന്നു. മുത്തശ്ശി, ഞാൻ ഇതിലൊന്നും ചെയ്തിട്ടില്ല എന്നാണോ മുത്തശ്ശിക്കും തോന്നുന്നത്? ശ്രീലക്ഷ്മി അവളുടെ വിഷമം തുറന്നു ചോദിച്ചു. മഹാദേവി വർമ്മ അത് കേട്ടെങ്കിലും പ്രത്യേകിച്ച് ഒരു ഭാവവുമില്ലാതെ ശ്രീലക്ഷ്മി ഒന്ന് നോക്കി. അവളുടെ ചോദ്യത്തിന് ഒരു ഉത്തരം അവർക്കില്ലായിരുന്നു. എപ്പോഴും അവർക്കിഷ്ടക്കൂടുതൽ സിദ്ധാർത്ഥിനോടായിരുന്നു. ഇപ്പോൾ ഈ ഫാമിലി ബിസിനസ് നിലനിൽക്കുന്നതിലെ ശ്രീലക്ഷ്മിയുടെ പങ്ക് അവർക്ക് അംഗീകരിക്കാതിരിക്കാൻ വയ്യ. മിക്കവാറും വർമാസ് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ തലപ്പത്ത് കയറിയിരിക്കാനാവും അവളുടെ ആഗ്രഹം. അങ്ങനെയാണെങ്കിൽ മോളെ ശ്രീലക്ഷ്മി, അതങ്ങ് മറന്നേക്ക്. ഞാൻ ഇതിന് സമ്മതിക്കില്ല, അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് തന്റെ ചെയറിൽ നിന്നും എഴുന്നേറ്റു. ശ്രീലക്ഷ്മി എന്തോ വലിയ കാര്യം ചെയ്ത പോലെയാണല്ലോ ഇവിടെ പലരും ഓരോന്നും പറയുന്നത്. ആൻഡ് മുത്തശ്ശി എന്തോ ഒന്നും മിണ്ടാതിരുന്നത്? മുത്തശ്ശിക്കറിയില്ലേ ഈ കാര്യത്തിന് വേണ്ടി ഞാൻ എന്തുമാത്രം എഫേർട്ട് എടുത്തിരുന്നു എന്ന്? അങ്ങനെ പറയാതെ സിദ്ധാർത്ഥ്, നിന്റെ സംസാരം കേട്ടാ ആദ്യം ശ്രീലക്ഷ്മിയെ വിട്ട് രണ്ടാമത് നീ പോയിരുന്നെങ്കിലും ഇങ്ങനെ തന്നെ സംഭവിച്ചേനെ എന്ന് തോന്നുമല്ലോ. ശ്രീലക്ഷ്മിയെ നേരത്തെ സപ്പോർട്ട് ചെയ്ത ഒരു സ്ത്രീ പറഞ്ഞു. അത് കേട്ട് ഋഷി ഒന്ന് ചിരിച്ചു. ചെറിയ ഇത് എന്തറിഞ്ഞിട്ടാ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല.
പക്ഷേ യു ആർ സോ റൈറ്റ്. അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ തന്നെ ആ ഡീൽ ഓക്കെ ആക്കിയേനെ. അന്ന് പോയി ആ ത്രൈ മീഡിയയുടെ ചെയർമാനെ കാണാൻ സാധിക്കാത്തത് കൊണ്ടാ ഇത് ശ്രീലക്ഷ്മിയുടെ കയ്യിലെത്തിയത്. രണ്ടാം തവണ ശ്രീലക്ഷ്മി പോവാൻ തീരുമാനിച്ചപ്പോഴേക്ക് അവിടുത്തെ ആ ചെയർമാന് നമ്മുടെ വർമാസിനെ പറ്റി അന്വേഷിച്ച് ഇംപ്രസ് ആയി കാണും. വൈകാതെ ശ്രീലക്ഷ്മി അവിടേക്ക് പോയപ്പോ നമ്മൾ എത്രമാത്രം ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. ആ സംസാരം മതി. എനിക്ക് മനസ്സിലാവും സിദ്ധു നീ പറഞ്ഞത്. നീ ഇതിനായി എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്തുവെന്നും ഞാൻ കണ്ടതല്ലേ മോനെ. സോ ഇവിടെ കൂടിയ എല്ലാവരോടും ഞാൻ പറയുന്നു, നമ്മുടെ വർമാസ് ഗ്രൂപ്പിന്റെ ഈ നേട്ടത്തിന് വലിയൊരു കാരണം എന്റെ കൊച്ചുമകനായ സിദ്ധാർത്ഥാണ്. ശ്രീലക്ഷ്മി ഒന്നും ചെയ്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഷീ ഓൾസോ വാസ് എ പാർട്ട് ഓഫ് ദിസ്. അതുകൊണ്ട് ഇന്നത്തെ ട്രീറ്റ് ശ്രീലക്ഷ്മിയുടെ മാത്രമല്ല, സിദ്ധാർത്ഥിന്റെ വകയും കൂടിയാണ്. എല്ലാവരും വേണ്ടത് കുടിച്ചാൽ മാത്രം മതി. ബില്ലിനെ കുറിച്ച് ഓർത്ത് ആരും ബോധേഡാവണ്ട. അതും പറഞ്ഞ് സിദ്ധാർത്ഥ് അവന്റെ വാലറ്റിൽ നിന്നും കാർഡ് പുറത്തേക്കെടുത്ത് ഉയർത്തി കാണിച്ചു. അതൊരു തരം VIP കാർഡായിരുന്നു. ഓ, ഇതാ പ്ലാറ്റിനം കാർഡല്ലേ? ബന്ധുക്കളിൽ ആരോ ചോദിച്ചത് കേട്ട് സിദ്ധാർത്ഥ് ചിരിയോടെ തലയാട്ടി. എല്ലാം കണ്ടുകൊണ്ട് നിന്ന പ്രയാഗയ്ക്കും അവൻ വളരെ റിച്ച് ആണെന്ന് മനസ്സിലായിരുന്നു. കാരണം പ്രയാഗയുടെ കൈവശമുള്ള കാർഡ് സിദ്ധാർത്ഥിന്റെ കാർഡിനേക്കാൾ ഒരു പിടി താഴെയുള്ള ഗോൾഡ് കാർഡായിരുന്നു. ഗോൾഡ് കാർഡിലെ മിനിമം ബാലൻസ് 50 ലക്ഷവും പ്ലാറ്റിനം കാർഡിലേത് 85 ലക്ഷവുമായിരുന്നു. ഹാ, എന്താ എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ജസ്റ്റ് എൻജോയ് ഇറ്റ് ഗൈസ്. നിങ്ങൾക്ക് വേണ്ടത് വേണ്ട അത്രയും കഴിച്ചോളൂ. ഐ ആം ദ വൺ ഹു ഗോണ പേ ഓൾ ഫോർ ദിസ്. ഒന്നിന് ഒരു മടിയും കാണിക്കണ്ട, വേണ്ടതെല്ലാം കഴിച്ചോളൂ. സിദ്ധാർത്ഥ് വീണ്ടും ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. സർ, ബിൽ. അല്പം കഴിഞ്ഞതും ഒരു വെയിറ്റർ ബിൽ പേ ചെയ്യാനായി സിദ്ധാർത്ഥിനെ സമീപിച്ചു. ആ ബില്ലൊന്ന് നോക്കുക പോലും ചെയ്യാതെ അവൻ അവന്റെ കാർഡ് അയാൾക്ക് നേരെ നീട്ടി. ഇതിപ്പോ 10-30ഓളം പേരുടെ ബിൽ പേ ചെയ്താലും എന്റെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടാവും. ഇവിടെ ചിലർക്കൊക്കെ ഒറ്റ ആളുടെ സ്വന്തം ബില്ലെങ്കിലും പേ ചെയ്യാനുള്ള കഴിവുണ്ടോ ആവോ. മേ ബി അത്തരക്കാരൊക്കെ ഇതുപോലുള്ള ഫംഗ്ഷൻസിലാവും എക്സ്പെൻസീവ് ഫുഡും ഡ്രിങ്ക്സും ഒക്കെ ട്രൈ ചെയ്യുന്നത്. പാവങ്ങൾ, അവരും എന്റെ ചെലവിൽ അർമാദിക്കട്ടെ. ഋഷിയെയും ശ്രീലക്ഷ്മിയെ നോക്കി പുച്ഛത്തോടെ സിദ്ധാർത്ഥ് പറഞ്ഞു. അല്പസമയത്തിനുള്ളിൽ ആ വെയിറ്റർ തിരിച്ചു വന്നു. എക്സ്ക്യൂസ് മീ സർ, നിങ്ങളുടെ കാർഡ് വർക്കാവുന്നില്ലല്ലോ. ഇത് എക്സ്പയർ ഡേറ്റ് ആയതൊന്നും അല്ലല്ലോ. തിരികെ വന്ന വെയിറ്റർ സിദ്ധാർത്ഥിനെ നോക്കി ചോദിച്ചു. അത് കേട്ടവൻ നെറ്റി ചുളുക്കി. നോ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അതിന്റെ ഡേറ്റ് നെക്സ്റ്റ് 2 ഇയർ വരെയുണ്ട്. ആത്മവിശ്വാസത്തോടെ സിദ്ധാർത്ഥ് പറഞ്ഞു. എങ്കിൽ പിന്നെ സാറിന്റെ അക്കൗണ്ടിൽ അത്ര ബാലൻസ് ഉണ്ടാവില്ല. അല്ലാതെ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല സർ. തന്റെ വിനയഭാവം വിടാതെ തന്നെ അയാൾ പറഞ്ഞു. വാട്ട് ദ ബുൾഷിറ്റ് ആർ യു ടോക്കിംഗ്? എന്റെ അക്കൗണ്ടിൽ 85 ലാക്സ് ഉണ്ട്. കുറച്ച് മുന്നേ വരെ ഞാൻ ചെക്ക് ചെയ്തതാ. ചിലപ്പോ നിങ്ങളുടെ മെഷീൻ കംപ്ലൈന്റ് ആയിരിക്കും. ഇങ്ങനെ കേടായ മെഷീൻ വെച്ചോണ്ട് നിൽക്കാതെ മാറ്റിക്കൂടെ നിങ്ങൾക്ക്? അഹങ്കാരവും പുച്ഛവും നിറഞ്ഞ സ്വരത്തിൽ അവൻ പറഞ്ഞു. ഓ സാർ, സാറിന്റെ ബാലൻസ് 85 ലാക്സ് ആണെങ്കിൽ അത് മെഷീന്റെ കുഴപ്പമല്ല. സാറിന്റെ ബില്ല് അതിലും കൂടുതലാണ്. ഇറ്റ് ഈസ് എബവ് 1 crore. ജസ്റ്റ് ചെക്ക് ഇറ്റ് സർ. ബില്ലും കാർഡും സിദ്ധാർത്ഥിന് നേരെ നീട്ടിക്കൊണ്ട് അയാൾ പറഞ്ഞു. അത് കേട്ട് ഞെട്ടിപ്പോയിരുന്നു സിദ്ധാർത്ഥ് ഉൾപ്പെടെ എല്ലാവരും. അപ്പോഴും താൻ വിചാരിച്ചതെന്തോ സംഭവിച്ചതുപോലെ ഋഷി ചിരിക്കുന്നുണ്ടായിരുന്നു. വാട്ട് ദ ഹെൽ? ഇതെന്ത് ബില്ലാണ്? 1,75,000 rupees-ഓ? ഞാനിത് ആദ്യമായിട്ടൊന്നല്ല ഒരു 7-star ഹോട്ടലിൽ നിന്നും പാർട്ടി നടത്തുന്നതും പേ ചെയ്യുന്നതും. വിളിക്ക് നിങ്ങളുടെ മാനേജറെ, വിളിക്ക്. സിദ്ധാർത്ഥ് വെയിറ്ററോട് ചൂടാവാൻ തുടങ്ങി. ആ ബില്ല് കേട്ട് വന്ന ബന്ധുക്കളും ബില്ലിനേക്കാളേറെ സിദ്ധാർത്ഥിന്റെ ഭാവമാറ്റം കണ്ട് ചെറുതായി ഞെട്ടിയിരുന്നു. ഏറെ വൈകാതെ മാനേജർ ആ പാർട്ടി ഹാളിലേക്ക് കടന്നു വന്നു. സർ, നിങ്ങളാണോ എന്നെ കാണണമെന്ന് പറഞ്ഞത്? സിദ്ധാർത്ഥിനെ നോക്കി സംശയത്തോടെ അയാൾ തിരക്കി. ഓ, നിങ്ങളാണോ ഈ ഹോട്ടലിന്റെ മാനേജർ? അയാളെ നോക്കി ദേഷ്യവും പുച്ഛവും കലർന്ന ഭാവത്തിലായിരുന്നു സിദ്ധാർത്ഥ് ചോദിച്ചത്. അതെ, എനി പ്രോബ്ലം സർ? പുരികമുയർത്തി അയാൾ ചോദിച്ചു. സർ, ഈ ബില്ല് നമ്മൾ ഇട്ടതിൽ മിസ്റ്റേക്ക് ഉണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അവിടെ നിന്നിരുന്ന ഒരു വെയിറ്റർ മുൻപിലേക്ക് വന്ന് പറഞ്ഞത് കേട്ട് മാനേജറുടെ മുഖം ചുളിഞ്ഞു. ഗീവ് മി ബിൽ സർ, ഞാൻ വ്യക്തമായി പറഞ്ഞുതരാം. കടുത്ത സ്വരത്തിൽ അതും പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥിന്റെ കയ്യിൽ നിന്നും ബില്ല് വാങ്ങി മാനേജർ നോക്കി. കഴിച്ച ഫുഡും കാര്യങ്ങളും 25 ലക്ഷത്തിൽ താഴെ ബില്ലായിട്ടുള്ളൂ. പക്ഷേ ബാക്കി താങ്കൾ ഓർഡർ ചെയ്തിരിക്കുന്ന വൈനെല്ലാം കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു. അതിൽ പലതും ഒത്തിരി ഇയേഴ്സ് പഴക്കമുള്ള ബ്രാൻഡഡ് വൈനായിരുന്നു. അതാണ് ബില്ല് മൊത്തത്തിൽ അത് ഇത്ര കോസ്റ്റ്ലി ആവാൻ കാരണം. മാനേജർ ശാന്തമായി സിദ്ധാർത്ഥിനെ നോക്കി പറഞ്ഞു. പിന്നെ
1000 ഇയേഴ്സ് ഓൾഡ് വൈൻ. ഞാനിത് വിശ്വസിക്കണമായിരിക്കും അല്ലേ? എന്തായാലും പുതിയ നമ്പർ കൊള്ളാം. പക്ഷേ മര്യാദയ്ക്ക് അതിന്റെ ഒറിജിനൽ ബില്ല് എത്രയെന്ന് പറ. സിദ്ധാർത്ഥ് ദേഷ്യത്തോടെ ചോദിച്ചു. അതാണല്ലോ ഇപ്പൊ പറഞ്ഞത്. മാനേജർ സൗമ്യമായി തന്നെ അവനോട് പെരുമാറാൻ ശ്രമിച്ചു. ഓഹോ, അത്രയ്ക്കായോ? എങ്കിൽ പിന്നെ നിങ്ങളുടെ ഓണറില്ലേ, അങ്ങേരെ വിളിക്കേ. അയാളെ കണ്ട് സംസാരിച്ച് എനിക്ക് ബോധ്യപ്പെടണം. സിദ്ധാർത്ഥ് വീണ്ടും ശബ്ദമുയർത്തി പറഞ്ഞു. എക്സ്ക്യൂസ് മീ സർ, കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ അങ്ങനെ പറയൂ. അല്ലാതെ ഓണറിനെ വിളിക്കുക മാനേജറെ വിളിക്കുക എന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. മാനേജറുടെ ആ വാക്കുകൾ കേട്ട് സിദ്ധാർത്ഥിന് തന്റെ ഉള്ളിലെ ദേഷ്യം അടക്കാനാവുന്നുണ്ടായിരുന്നില്ല. ആരുടെ കയ്യിലടാ ക്യാഷ് ഇല്ലാതെ? നിനക്കെന്താടാ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? മര്യാദയ്ക്ക് നിങ്ങളുടെ ഓണറിനെ വിളിക്ക്. എനിക്ക് അയാളോടാ സംസാരിക്കാനുള്ളത്. മാനേജറുടെ കോളറിൽ കുത്തിപ്പിടിച്ച് അയാളെ ചുമരോട് ചേർത്തായിരുന്നു സിദ്ധാർത്ഥ് പറഞ്ഞത്. ഏയ്, എന്താ ഇവിടെ? എന്താ പ്രശ്നം? ആകെ അമ്പരന്ന് നിന്ന ഹോട്ടൽ സ്റ്റാഫിന്റെയും വർമാസ് നടത്തിയ പാർട്ടിക്ക് വന്ന ആളുകളുടെയും പിന്നിൽ നിന്നുള്ള ആ ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി. മിസ്റ്റർ ലക്ഷ്മൺ വാര്യർ. അങ്ങോട്ട് കടന്നു വന്ന ആ ഹോട്ടലിന്റെ ഉടമസ്ഥൻ ലക്ഷ്മൺ വാര്യരെ കണ്ട് മഹാദേവി ഞെട്ടലോടെ പറഞ്ഞു. ആ ഞെട്ടൽ വിട്ടുമാറും മുമ്പേ മഹാദേവി തിടുക്കത്തിൽ വന്ന് സിദ്ധാർത്ഥിനെ മാനേജറുടെ അടുത്തു നിന്നും പിടിച്ചു മാറ്റി. ക്ഷമിക്കണം, എന്റെ കൊച്ചുമോൻ അല്പം അധികം മദ്യപിച്ചു പോയി, അതാ ഇങ്ങനെ പറ്റിയത്. ലക്ഷ്മണിനെ നോക്കി തല താഴ്ത്തിക്കൊണ്ട് മഹാദേവി പറഞ്ഞു. അയാൾ കേവലം ഒരു ഹോട്ടൽ ഓണർ മാത്രമായിരുന്നില്ല. ഇന്ത്യയെമ്പാടും പലതരത്തിലുള്ള തന്റെ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പൊക്കിയ വലിയ ബിസിനസ് മാനായിരുന്നു. മഹാദേവി അയാളെ ഭയപ്പെടുന്നതിന് കാരണവും അതുതന്നെയായിരുന്നു. എല്ലാവരും കേൾക്കാനായി പറയുകയാണ് ഞാൻ. ഈ ബിൽ സിദ്ധുവിന്റെ തലയിലാക്കി നമുക്ക് പോവാൻ പറ്റില്ല. ഇപ്പോ അവനെ സഹായിക്കാനായി എല്ലാവരും ഒന്നു ചേർന്ന് നിൽക്കണം. അതിനാൽ നിങ്ങൾ ഓരോരുത്തരും 5 ലക്ഷം രൂപ അടയ്ക്കൂ. ബാക്കി തുക സിദ്ധുവും ഞാനും കൂടി കൊടുക്കാം. മഹാദേവി അവിടെ ബാക്കിയുണ്ടായിരുന്ന കുടുംബാംഗങ്ങളെ നോക്കി പറഞ്ഞു. എല്ലാവരും ശരിയെന്ന അർത്ഥത്തിൽ തലയാട്ടി. അവർക്ക് വേറെ വഴിയില്ലായിരുന്നു. എന്നിരുന്നാലും 2 പേർ മാത്രം അവിടെ ഇതെല്ലാം കേട്ട് പകച്ചു നിന്നു. അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. എല്ലാവർക്കും 5 ലക്ഷം പേ ചെയ്യാൻ പറ്റുമോ മുത്തശ്ശി? സിദ്ധാർത്ഥിന്റെ ആ ചോദ്യം കേട്ട് എല്ലാവരുടെയും നോട്ടം അവന്റെ ദൃഷ്ടി പതിഞ്ഞെടുത്ത് ചെന്നെത്തി. അവന്റെ പുച്ഛത്തോടുള്ള ആ നോട്ടം മറ്റാരുടെ നേരെയായിരുന്നില്ല, ശ്രീലക്ഷ്മിയുടെയും ദേവയാനി അമ്മയുടെയും നേരെയായിരുന്നു. ചെറിയ എന്തെങ്കിലും തുകയായിരുന്നെങ്കിൽ തങ്ങളുടെ ബില്ലിന്റെ തുക കൊടുക്കാൻ കരുതിയ ശ്രീലക്ഷ്മിയും ദേവയാനിയും 5 ലക്ഷം എന്ന് കേട്ടപ്പോൾ തന്നെ ആകെ കുഴഞ്ഞിരുന്നു. ഋഷി തനിക്ക് തന്നിരുന്ന ആകെ ഉണ്ടായിരുന്ന 4 കോടി ഇന്നലെ തന്നെ കമ്പനിയുടെ ആവശ്യത്തിന് വേണ്ടി നൽകിയത് ശ്രീലക്ഷ്മി ഓർത്തു. നിന്റെ മാത്രമല്ല ശ്രീലക്ഷ്മി, വേലയും കൂലിയില്ലാത്ത നിന്റെ ഹസ്ബൻഡിന്റെയും സെയിം അവസ്ഥയിൽ തന്നെയുള്ള നിന്റെ അമ്മയുടെയും കൂടെ ബില്ല് ചേർത്ത് 15 ലക്ഷം അതുണ്ടാവോ നിന്റെ കയ്യില്? സിദ്ധാർത്ഥിന്റെ ചോദ്യം കേട്ട് ശ്രീലക്ഷ്മി മറുപടി പറയാൻ തുടങ്ങിയപ്പോഴേക്കും ഋഷിയുടെ ശബ്ദം ആ ഹോളിൽ പ്രതിധ്വനിച്ചു. ഉണ്ട്. ലക്ഷ്മൺ വാര്യർ നോക്കിയപ്പോൾ പിന്തിരിഞ്ഞ് അവിടെ ഇരുന്ന ഒരു ചെറുപ്പക്കാരനാണ് ആ ശബ്ദത്തിനുടമ. അത് കാണേ അയാളുടെ കണ്ണുകളിൽ ആശ്ചര്യം നിറഞ്ഞു. എക്സ്ക്യൂസ് മീ, താങ്കളൊന്ന് ഇങ്ങോട്ട് തിരിയോ? ഋഷി ഇരുന്നിടത്തേക്ക് നോക്കി അയാൾ സംശയത്തോടെ തന്നെ ചോദിച്ചു. ഹേയ് ലക്ഷ്മൺ സാർ. കുസൃതിയോടെയുള്ള ഋഷിയുടെ ശബ്ദം കേട്ട് ലക്ഷ്മൺ തിരിഞ്ഞു നോക്കി. തിരിഞ്ഞതും അയാൾ കണ്ടത് തനിക്കടുത്ത് വന്ന് നിൽക്കുന്ന ഋഷിയെയാണ്. ഋഷി സാർ, ഇത് ശരിക്കും നിങ്ങൾ തന്നെയായിരുന്നോ? ഓ മൈ ഗോഡ്, എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല. ഋഷിയാണോ അയാൾ സാറെന്ന് വിളിച്ചത്? ഋഷി സാർ, ഞാൻ നിങ്ങളെ എന്തുമാത്രം മിസ് ചെയ്തെന്നോ? ഋഷിയെ നോക്കി സങ്കടവും സന്തോഷവും സമ്മിശ്രമായി ലക്ഷ്മൺ പറഞ്ഞു. ദേ, ഇനി ഒരിക്കൽ കൂടെ എന്നെ സാറെന്ന് വിളിച്ച എന്റെ സ്വഭാവം മാറുവേ. മര്യാദയ്ക്ക് എന്നെ പേര് വിളിച്ചോണം, കേട്ടല്ലോ? വീട് വിട്ട് ഇറങ്ങേണ്ടി വന്ന ഋഷിയെ കണ്ടുപിടിക്കാനും സഹായിക്കാനുമായ അയാൾ പഠിച്ച പണി 18 നോക്കിയെങ്കിലും അന്നൊന്നും നടന്നില്ല. ദേ, ഇപ്പോൾ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഋഷി തനിക്ക് മുൻപിൽ വന്നിരിക്കുന്നു. ഹലോ, കേൾക്കുന്നുണ്ടോ ലക്ഷ്മൺ? ഋഷിയുടെ ആ ചോദ്യം കേട്ടാണ് ലക്ഷ്മൺ പഴയ ഓർമ്മകളിൽ നിന്നും തിരികെ വന്നത്. എന്താ സാർ, എന്താ താങ്കൾ പറഞ്ഞുകൊണ്ടിരുന്നത്? സംശയത്തോടെ ലക്ഷ്മൺ ചോദിച്ചു. അത് കേട്ട് ഋഷി കൃത്രിമ ദേഷ്യത്തോടെ ലക്ഷ്മണിനെ നോക്കി കണ്ണുരുട്ടി. സാർ എന്ന് വിളിക്കില്ലെന്നല്ലേ തന്നോട് പറഞ്ഞത്? ഋഷി ആ പറഞ്ഞത് കേട്ട് ലക്ഷ്മൺ ചിരിച്ചു പോയിരുന്നു. ഞാൻ എന്തോ ചെയ്യാനാ, ശീലായി പോയില്ലേ. അതും പറഞ്ഞ് ഋഷിയും ലക്ഷ്മണും ചിരിച്ചു. വർമാസ് ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ യാതൊരു വാല്യൂം കൊടുത്തിട്ടില്ലാത്ത ആളായിരുന്നു ഋഷി. അങ്ങനെയുള്ള അവനെ ഇന്ത്യയിലെ തന്നെ ഫേമസ് ബിസിനസ് മാനിൽ ഒരാളായ
ലക്ഷ്മൺ സാർ എന്ന് വിളിച്ചു. അത് തികച്ചും അവരെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം തന്നെയായിരുന്നു. സംസാരിച്ചെന്ന് നമ്മൾ എവിടെയോ എത്തി. അപ്പോൾ ലക്ഷ്മൺ, ഞാൻ പോയി ഫുഡിന്റെ ക്യാഷ് പേ ചെയ്യട്ടെ. പോക്കറ്റിൽ നിന്നും കാർഡ് എടുത്ത് ഋഷി പറഞ്ഞത് കേട്ട് ലക്ഷ്മണിന്റെ ഭാവം മാറി. എന്താ സാർ ഇത്? ഈ ഹോട്ടൽ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ തന്നെ കാരണം നിങ്ങളാണ്. എന്നിട്ട് നിങ്ങൾ ഇവിടുത്തെ ഫുഡിന്റെ പേ ചെയ്യണമെന്നോ? ദിസ് ഈസ് നോട്ട് ഫെയർ. ലക്ഷ്മൺ പറഞ്ഞത് കേട്ട് ഋഷി ചിരിച്ചു. ഈ ഹോട്ടൽ ഇവിടെ നിൽക്കാൻ കാരണം തന്റെ ഹാർഡ് വർക്കാണ്. അതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. ഞാനിപ്പോൾ കഴിച്ച ഈ ഫുഡിന് പേ ചെയ്തില്ലെങ്കിൽ അത് ഈ ഫുഡ് ഉണ്ടാക്കാൻ കഷ്ടപ്പെട്ട അത്രയും എംപ്ലോയീസിനെ കഷ്ടപ്പെടുത്തുന്ന പോലെയാണ്. സോ ഞാൻ പേ ചെയ്യണം ലക്ഷ്മൺ. ഋഷി ആ പറഞ്ഞത് കേട്ട് ലക്ഷ്മൺ മറുപടി എന്തോ പറയാൻ തുടങ്ങി. പക്ഷേ അതിനു മുൻപേ അവൻ എഴുന്നേറ്റ് മാനേജർക്കടുത്തേക്ക് നടന്നിരുന്നു. ഞാൻ, എന്റെ വൈഫ് ശ്രീലക്ഷ്മി, പിന്നെ എന്റെ മദറിൻലോ, ഈ 3 പേർക്കും 15 ലക്ഷം രൂപയുടെ ബില്ല് തരും. ഋഷി ഒരു നേർത്ത ചിരിയോടെ അതും പറഞ്ഞ് തന്റെ കാർഡ് മാനേജർക്ക് നേരെ വെച്ച് നീട്ടി. പക്ഷേ അത് സ്വീകരിക്കാതെ അയാൾ സംശയത്തോടെ ലക്ഷ്മണിനെ നോക്കി. അത് വാങ്ങിക്കരുത് ദാസ്. ഋഷിക്കും ഫാമിലിക്കും ഇപ്പോഴെന്നല്ല എപ്പോഴും ഇനി ഇവിടെ നിന്നുള്ള ഫുഡ് ഫ്രീ ആയിരിക്കണം. ലക്ഷ്മൺ ഗൗരവത്തോടെ പറഞ്ഞത് കേട്ട് ഋഷി കണ്ണുരുട്ടി അയാളെ നോക്കി. ഓഹ്, കണ്ണുരുട്ടാതെ. 50% ഓഫ്. ദയവ് ചെയ്ത് ഇനി ഇതും പറ്റില്ലെന്ന് പറഞ്ഞേക്കരുത്. ഋഷിയുടെ ഭാവം കണ്ട് ലക്ഷ്മൺ പെട്ടെന്ന് മാറ്റി പറഞ്ഞ് തനിക്ക് നേരെ കൈകൂപ്പി. അങ്ങനെയെങ്കിൽ അങ്ങനെ, ബില്ല് തരൂ. മാനേജറിനെ നോക്കി ഋഷി പറഞ്ഞത് കേട്ട് അയാൾ ചിരിയോടെ തലയാട്ടി. ഏതോ ഒരു സ്റ്റാഫിനെ അടുത്തേക്ക് വിളിച്ചു. വെയിറ്റ്, ഋഷിക്കും ഋഷിയുടെ ഫാമിലിക്കും 50% ഓഫ് എന്നല്ലേ പറഞ്ഞത്? അപ്പോ ഞങ്ങൾക്കും ഓഫ് ഉണ്ടാവില്ലേ? മാനേജറിനെ നോക്കി മഹാദേവി ചോദിച്ചു. അത് കേട്ട് അവിടെ നിന്നിരുന്നവർ മുഴുവൻ മാനേജറുടെ മറുപടിക്കായി കാതോർത്തു. എക്സ്ക്യൂസ് മീ, നിങ്ങളുടെ കൊച്ചുമോൻ തന്നെയല്ലേ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ഋഷിയും തമ്മിൽ വലിയ ബന്ധമില്ലെന്നൊക്കെ? എന്നിട്ടിപ്പോ പെട്ടെന്നെന്താ മാറ്റി പറയുന്നത്? അവരോട് ആ മറുചോദ്യം ചോദിച്ചത് ലക്ഷ്മണായിരുന്നു. യാതൊരു ഇളവും നിങ്ങൾക്ക് തരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് പണമില്ലെങ്കിൽ അത് സംഘടിപ്പിച്ച് ബില്ല് പേ ചെയ്യാനുള്ള വഴി നോക്കിക്കോളൂ. ഋഷിയെ അവർ ആവശ്യമില്ലാതെ പുച്ഛിച്ചതെല്ലാം നേരത്തെ ലക്ഷ്മൺ ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് മനഃപൂർവ്വം അവർക്കിട്ടൊരു പണി കൊടുക്കണമെന്ന് അയാൾ വിചാരിച്ചു. ആദ്യമായി മഹാദേവിക്ക് തന്റെ കൊച്ചുമകൻ സിദ്ധാർത്ഥിനോട് ദേഷ്യം തോന്നി. നിന്നോട് ഞാൻ എപ്പോഴും പറയുന്നതാ, നിന്റെ ആ മുൻകോപമെല്ലാം മാറ്റിവെച്ച് നല്ലതുപോലെ ബിഹേവ് ചെയ്യാൻ. ഇപ്പൊ കണ്ടില്ലേ ഒരു കാര്യമില്ലാതെ അമണിയിൽ പോയി ചാടിയത്? മുത്തശ്ശിയിൽ നിന്നും ആ വാക്കുകൾ കേട്ടതും സിദ്ധാർത്ഥ് തല താഴ്ത്തി അവിടെ നിന്നു. ഋഷി സാർ, ഹിയർ യുവർ ബിൽ, 7.5 lakhs. കാർഡല്ലേ സാർ? തന്റെ കയ്യിൽ ബിൽ കിട്ടിയതും അത് വായിച്ച് തെറ്റൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തിയ മാനേജർ ശേഷം അത് ഋഷിക്ക് കൈമാറുന്നതിനിടെ പറഞ്ഞു. ഹാ, കാർഡ് കാണും, പക്ഷേ അതിൽ പൈസ കാണത്തില്ല അല്ലേ ഋഷി? അത്രയൊക്കെ ആയിട്ടും ഋഷിയെ കളിയാക്കാനുള്ള ഒരവസരം പാഴാക്കാതിരുന്ന സിദ്ധാർത്ഥ് വിളിച്ചു പറഞ്ഞു. എല്ലാവരും അവിശ്വാസഭാവത്തിൽ അവനെ നോക്കി. പക്ഷേ അതെല്ലാം കണ്ടും കേട്ടും നിന്നിരുന്ന ശ്രീലക്ഷ്മിക്കും ദേവയാനിയമ്മയ്ക്കും ആകെ ഒരു ഭയം വന്നിരുന്നു. ഋഷിയുടെ കയ്യിലെ ആകെ പണമുള്ള ഡെബിറ്റ് കാർഡ് അവൻ തനിക്ക് ഇന്നലെ തന്നിരുന്നുവെന്ന കാര്യം ശ്രീലക്ഷ്മി ഓർത്തു. വേറെ പണമുള്ള കാർഡ് ഋഷിയുടെ കയ്യിലില്ല എന്നായിരുന്നു ശ്രീലക്ഷ്മിയുടെയും ദേവയാനി അമ്മയുടെയും വിശ്വാസം. അവരുടെ മുഖത്തേക്ക് നോക്കിയ ഋഷിക്ക് അത് പെട്ടെന്ന് മനസ്സിലായി. അതോടെ തന്റെ ബ്ലാക്ക് VIP കാർഡ് അവർ കണ്ടാലുള്ള കാര്യം ഓർത്തവൻ ഒരു നിമിഷം ചിരിച്ചു പോയിരുന്നു. അതെ, കാർഡാണ്. അതും പറഞ്ഞ് ഋഷി തന്റെ പേഴ്സിൽ നിന്നും ഒരു സാധാരണ ഡെബിറ്റ് കാർഡ് എടുത്ത് മാനേജറുടെ കയ്യിൽ വെച്ചു കൊടുത്തു. അത് കണ്ട് താൻ ഗസ് ചെയ്തതെല്ലാം അതേപോലെ നടക്കാൻ പോകുന്നുവെന്ന് പുച്ഛത്തോടെ സിദ്ധാർത്ഥ് മനസ്സിലോർത്തു. ദേ, അവിടെ അങ്ങനെ തന്നെ നിന്നോ ഋഷി. നിന്റെ കാർഡ് വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് ആ മാനേജർ ഇപ്പോ തിരിച്ചു കൊണ്ടുവന്ന് തരും. സിദ്ധാർത്ഥ് ഋഷിയെ നോക്കി പറഞ്ഞു. അത് കേട്ട് ചില ബന്ധുക്കളും അവന്റെ കൂടെ കൂടി. അതെ, അറ്റ്ലീസ്റ്റ് ഒരു സിൽവർ കാർഡെങ്കിലും ആയിരുന്നെങ്കിൽ എന്തെങ്കിലും നീക്കുപോക്കുണ്ടാകുമെന്ന് വിശ്വസിക്കാമായിരുന്നു. ബട്ട് ഇതങ്ങനെ പോലും അല്ലല്ലോ. ആ കാർഡിൽ ശരിക്കും എന്തെങ്കിലും ഉണ്ടോ ആവോ? സിദ്ധാർത്ഥിന്റെ കൂടെ ഋഷിയെ കളിയാക്കാൻ കൂടിയവർ പറഞ്ഞു ചിരിച്ചു. നിങ്ങളുടെ സംസാരം നിർത്തി ബില്ല് സെറ്റ് ചെയ്യാനുള്ള വഴി നോക്കുന്നോ, അതോ ഞാൻ പോലീസിനെ വിളിക്കണോ? അവരുടെ അഹങ്കാരം നിറഞ്ഞ പൊട്ടിച്ചിരികൾക്കിടയിൽ മാനേജറുടെ ശബ്ദമുയർന്നു. അതോടെ അവർ ചിരി നിർത്തി. താങ്ക് യു സർ, സാറിന്റെ പേയ്മെന്റ് സക്സസ്ഫുള്ളി പൂർത്തിയായി. കാർഡ് തിരികെ ഋഷിക്ക് നേരെ നീട്ടിക്കൊണ്ട് മാനേജർ പറഞ്ഞു. അതുവരെ ചിരിച്ചുകൊണ്ടിരുന്നവരുടെ മുഖത്തെ ചിരിയെല്ലാം മാഞ്ഞു. അത്ഭുതം നിറഞ്ഞു. ശ്രീലക്ഷ്മി മുതൽ മഹാദേവി വരെയുള്ള സർവരും ആശ്ചര്യത്തോടെ ഋഷിയെ നോക്കി. ഋഷി,
എന്തോ ചോദിക്കാനായി ഋഷിക്കടുത്തേക്ക് വരാൻ തുനിഞ്ഞ് ശ്രീലക്ഷ്മി അവനെ വിളിച്ചു. അത് കേട്ട് ഋഷി അവളുടെ കയ്യിൽ പിടിച്ച് അവളെ തന്നോട് ചേർത്ത് നിർത്തി. ഇത്രയും പണം തനിക്ക് എവിടുന്ന് കിട്ടി? അവൾ അവന്റെ ചെവിയിൽ പതുക്കെ ചോദിച്ചു. താൻ എന്താ ചോദിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എല്ലാം സമാധാനായിട്ട് വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ അതിനു മുൻപേ എനിക്ക് മറ്റു ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. താൻ അമ്മായിയും കൂട്ടി വീട്ടിലേക്ക് പൊയ്ക്കോളൂ. ആ പിന്നെ ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യണം കേട്ടല്ലോ. അവളുടെ തലയിലൂടെ ഒന്ന് തഴുകിക്കൊണ്ട് ഋഷി പറഞ്ഞു. അതോടെ ശ്രീലക്ഷ്മി തന്റെ ഉള്ളിലെ സംശയം അതുപോലെ വെച്ചുകൊണ്ട് അവനോട് തലയാട്ടി. ഹേയ്, നിങ്ങളിതെന്താ നോക്കി നിൽക്കുന്നത്? പേ ചെയ്ത് പോവാനൊന്നും ഉദ്ദേശമില്ലേ? എല്ലാം കണ്ട് അപ്പോഴും ബോധം വന്നിട്ടില്ലാത്ത പോലെ നിൽക്കുന്ന ബാക്കിയുള്ളവരെ നോക്കി മാനേജർ തിരക്കി. അതോടെ ഇനിയും അങ്ങനെ നിന്നിട്ട് കാര്യമില്ലെന്ന് തോന്നിയ അവരെല്ലാം തങ്ങളുടെ ഷെയർസ് മഹാദേവിയുടെ കൈവശം ഏൽപ്പിച്ചു. ഹേയ് പ്രയാഗ, ബിൽ പേ ചെയ്ത് എല്ലാവരും പോവാനായി ഇറങ്ങുമ്പോഴാണ് ഋഷി പിന്നിൽ നിന്നും പ്രയാഗയെ വിളിച്ചത്. തനിക്ക് ഡ്രീം ലവർ വേണമെങ്കിൽ ഞാൻ സഹായിക്കാം. ഓൺലി ഇഫ് യു റിയലി വാണ്ട്. ഋഷി സൗമ്യമായി പറഞ്ഞത് കേട്ട് പ്രയാഗ തന്റെ കണ്ണ് രണ്ടും വിടർത്തി ഋഷിയെ നോക്കി. റിയലി? തനിക്ക് സഹായിക്കാൻ കഴിയോ? കണ്ണെല്ലാം വിടർത്തി അത്ഭുതത്തോടെ പ്രയാഗ ചോദിച്ചത് കേട്ട് ഋഷി തലയാട്ടി. ഓ താങ്ക് യു ഋഷിൻ, താങ്ക് യു സോ മച്ച്. ഇതാ എന്റെ കാർഡ്. ഡ്രീം ലവർ കിട്ടിയാണെങ്കിൽ തീർച്ചയായും എന്നെ വിളിക്കണം. പ്രയാഗ അത്രമേൽ താല്പര്യത്തോടെ തന്റെ കാർഡ് ഋഷിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെ അല്പനേരെ കൂടെ കഴിഞ്ഞതും എല്ലാവരും ഹോട്ടലിൽ നിന്നും ഇറങ്ങി. ഋഷിൻ സാർ, ശരിക്കും നിങ്ങൾ ഇത്രയും കാലം എവിടെയായിരുന്നു? തന്നെ ഡ്രൈവ് ചെയ്തുകൊണ്ട് ലക്ഷ്മൺ തിരക്കി. അതിന്റെ കോ ഡ്രൈവർ സീറ്റിലിരുന്ന ഋഷി ഒന്ന് നിശ്വസിച്ചു. ശേഷം ലക്ഷ്മണിന് നേരെ തിരിഞ്ഞു. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരെയും ഫേസ് ചെയ്യാൻ ഞാൻ മെന്റലി റെഡിയായിരുന്നില്ല. ഋഷി ശബ്ദം താഴ്ത്തി പറഞ്ഞു. കാര്യം മനസ്സിലായ പോലെ ലക്ഷ്മൺ തലയാട്ടി. അല്ല ലക്ഷ്മൺ, നമ്മളിത് എങ്ങോട്ടാ പോകുന്നത്? ഋഷി പെട്ടെന്ന് സീറ്റിൽ നിന്ന് നിവർന്നുകൊണ്ട് ലക്ഷ്മണിനോടായി ചോദിച്ചു. മറുപടി എന്നോണം ലക്ഷ്മൺ ആദ്യം ഋഷിയോടൊന്ന് ചിരിച്ചു. നിങ്ങളെ ഒരു സർപ്രൈസ് പേഴ്സൺ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചിരിയോടെ തന്നെ ലക്ഷ്മൺ മറുപടി പറഞ്ഞു. ഋഷി കാര്യം മനസ്സിലാവാതെ ലക്ഷ്മണിനെ ചൂഴ്ന്നു നോക്കി. എന്നാലും ലക്ഷ്മൺ, താൻ ഇത്രയും വേഗം ഇത്രയും വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പൊക്കോന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഐ മീൻ ഇറ്റ്സ് സോ ഹ്യൂജ് മാൻ. ലക്ഷ്മണിനെ ഓർത്തുള്ള തന്റെ അഭിമാനവും അത്ഭുതവും പുറത്ത് വെളിവാക്കും വിധമായിരുന്നു ഋഷിയുടെ വാക്കുകൾ. എല്ലാം താങ്കൾ ഒരാൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഋഷി സാർ. അന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരു മനുഷ്യൻ പോലും ഇല്ലായിരുന്ന സമയത്ത് നിങ്ങൾ കൂടെ ഇല്ലായിരുന്നെങ്കിൽ എനിക്കറിയില്ല ഞാൻ എന്തായെന്ന്. താങ്കൾ അന്ന് ആ പണം തന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തോളാം പറഞ്ഞ ഡേ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് എനിക്ക് ശേഷിച്ച കടങ്ങളെല്ലാം തീർത്ത് എന്റെ അടുത്തൊരു ഫ്രണ്ടിന്റെ സഹായത്തോടെ എല്ലാം തുടങ്ങി വെച്ചു. ദേ ഇപ്പൊ ദൈവാനുഗ്രഹം കൊണ്ട് ഇവിടെയൊക്കെ എത്തി നിൽക്കുന്നു. സാറിനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ ഒരുപക്ഷെ ജീവനോടെ പോലും ഉണ്ടാവില്ലായിരുന്നു. ലക്ഷ്മൺ വൈകാരികമായി പറഞ്ഞു. ഹേയ്, എന്തുവാ ഇത്? ഞാൻ തന്നെക്കുറിച്ച് ഓർത്ത് പ്രൗഡാണെന്ന് പറയുമ്പോ താൻ ഇമോഷണലായി എങ്ങോട്ടായി പോണത് ലക്ഷ്മണ? തിരിച്ചു വരൂ. അത് കേട്ട് ലക്ഷ്മൺ ഇനിയും പഴയ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കേണ്ടെന്ന് കരുതി അവൻ പെട്ടെന്ന് തന്നെ വിഷയം മാറ്റി. ബൈ ദ വേ, നമ്മൾ ഇത്രയും ദൂരം എത്തിയിട്ടും എങ്ങോട്ടാ പോണതെന്നോ ആ സർപ്രൈസ് പേഴ്സൺ ആരാണെന്നോ ഒന്നും താൻ പറഞ്ഞില്ലല്ലോ. ലക്ഷ്മൺ വീണ്ടും മുൻപിലേക്ക് പോയിക്കൊണ്ടിരിക്കെ ഋഷി ചോദിച്ചു. സർപ്രൈസ് ആണ് സാർ, അതങ്ങനെ വെട്ടിത്തുറന്ന് പറയാനൊന്നും പറ്റില്ല. ചിരിയോടെ ലക്ഷ്മൺ മറുപടി പറഞ്ഞു. അത് കേട്ടതും ഋഷി സംശയത്തോടെ ലക്ഷ്മണിനെ തന്നെ നോക്കി. വല്ല ഉടായിപ്പോ ആണോ? ഋഷിയുടെ ആ ചോദ്യം കേട്ടതും ലക്ഷ്മൺ വീണ്ടും ചിരിച്ചു പോയിരുന്നു. ഹേയ്, ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല ഋഷിൻ സാർ. ഞങ്ങൾ? ഓഹോ, അപ്പോ ഒന്നും രണ്ട് ആളല്ല എന്ന് ഋഷി അതേ ഭാവത്തിൽ തന്നെ ചോദിച്ചു. അത് കാണേ ലക്ഷ്മൺ പൊട്ടിച്ചിരിച്ചു. ചിരിക്കുന്നോ? ദേ മര്യാദയ്ക്ക് ചിരി നിർത്തി കാര്യം പറഞ്ഞ ലക്ഷ്മണ. ആരാത്? അവൻ വീണ്ടും ലക്ഷ്മണനോട് ചോദിച്ചു. ഓക്കെ, ആളെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കാണാലോ. ബട്ട് സിൻസ് യു ആർ ഡൈയിങ് ടു നോ ഹൂ ദേ ആർ, ഞാൻ ക്ലൂ തരാം. നിങ്ങളെ പെട്ടെന്ന് കാണാതായപ്പോൾ എന്നെ പോലെ അന്വേഷിച്ചിറങ്ങിയ 3 പേരാണ്. ആൻഡ് ഇന്ന് സാറിനെ ഹോട്ടലിൽ വെച്ച് കണ്ടെന്ന് പറഞ്ഞപ്പോൾ 3 നിലത്തൊന്നുമല്ല, അത്രയ്ക്കും ഹാപ്പിയായി ഇരിക്കുക. ലക്ഷ്മൺ ആ പറഞ്ഞത് കേട്ട് ഋഷി ഒരു സെക്കൻഡ് തന്റെ ഓർമ്മകളിൽ തെളിഞ്ഞ മുഖങ്ങൾ ഓർത്തു. ആരെയൊക്കെ ഓർമ്മ വന്ന ഋഷി അത് ലക്ഷ്മണനോട് ചോദിക്കാനാഞ്ഞു. പക്ഷേ അപ്പോഴേക്കും അവന്റെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് കാറ്
ഏതോ വലിയ ഒരു ബിൽഡിങ്ങിന് മുമ്പിലെ ഗേറ്റും കടന്നു നിന്നിരുന്നു. ഒലീവിയ ഇന്റർനാഷണൽ എന്ന് സ്വർണ്ണ നിറത്താൽ രേഖപ്പെടുത്തിയ ആ 20 നിലയോളം വരുന്ന ബിൽഡിംഗ് കണ്ട് ഋഷി കണ്ണും മിഴിച്ച് മുമ്പിലേക്ക് നോക്കി. ഒലീവിയ, വാസ് ദാറ്റ് ഹർ? ആശ്ചര്യഭാവത്തിൽ ഋഷി ചോദിച്ചു. അത് കേൾക്കെ ലക്ഷ്മൺ അവനോട് അതേ എന്ന് തലയാട്ടി. എന്റെ ദൈവമേ! കാറിൽ നിന്നും വെളിയിലിറങ്ങിയ ഋഷിയുടെ ശബ്ദമായിരുന്നു അത്. അത്യധികം പ്രൗഢിയോടെ തനിക്ക് മുൻപിലായുള്ള ആ വലിയ ബിൽഡിംഗ് അവിശ്വസനീയതയോടെ നോക്കിക്കാണുകയായിരുന്നു അവൻ. ലക്ഷ്മൺ സർ, നിങ്ങളെ ഒലിവിയ മാഡത്തിന്റെ ഓഫീസിലേക്ക് വിളിക്കുന്നുണ്ട്. പെട്ടെന്നൊരു സ്റ്റാഫ് അവർക്കടുത്തേക്ക് നടന്നെടുത്ത് ലക്ഷ്മണനോട് പറഞ്ഞു. അപ്പൊ സാർ, ഞാൻ ദേ ഇപ്പൊ വരാം. നിങ്ങളുടെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടാവുന്ന പല സ്കിൻ കെയർ പ്രോഡക്ട്സും ഇവിടെ ഉണ്ട്. ആളുടെ ടേസ്റ്റിനനുസരിച്ചുള്ളവ കണ്ടുപിടിക്കൂ. അത്രയും പറഞ്ഞ് തന്നെ നോക്കിയൊന്ന് സൈറ്റ് അടിച്ച് കാണിച്ച് ലക്ഷ്മൺ ആ സ്റ്റാഫിന്റെ കൂടെ അവിടെ നിന്നും പോയി. ലക്ഷ്മൺ പറഞ്ഞതും ഋഷി ചുറ്റും നോക്കി. ആ ഫ്ലോർ മുഴുവൻ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്കുമായി നീക്കിവെച്ചിരുന്നു. സെയിൽസിനായി ഒരുക്കിവെച്ച ബ്രാൻഡ് ആൻഡ് എക്സ്ക്ലൂസീവായ സ്കിൻ കെയർ പ്രൊഡക്ട്സ് നോക്കി ഋഷി നടന്നു. വാവ്! എല്ലാ പ്രോഡക്ട്സും അടുക്കിയ വൃത്തിയും ഭംഗി കണ്ട് ഋഷി അറിയാതെ തന്നെ പറഞ്ഞുപോയി, ഋഷിൻ. ഋഷി ആ പ്രോഡക്ട്സ് എല്ലാം വീക്ഷിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. അപ്പോഴാണ് പിന്നിൽ നിന്നും സംശയം നിറഞ്ഞ ആ സ്ത്രീ ശബ്ദം കേൾക്കുന്നത്. ആരാണെന്ന് മനസ്സിലാവാതെ ഋഷി തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ണും മിഴിച്ച് തന്നെ നോക്കുന്ന മീനാക്ഷിയായിരുന്നു കണ്ടത്. ഹേയ് മീനാക്ഷി, താനെന്താ ഇവിടെ? ചിരിയോടെ ഋഷി ചോദിച്ചു. പക്ഷേ അത് കേട്ട് മീനാക്ഷി ഒന്ന് ചിരിക്കുക പോലും ചെയ്യാതെ അവനെ നോക്കി അത്ഭുതത്തോടെ നിന്നു. അത് ഞാൻ തന്നോടല്ലേ ചോദിക്കേണ്ടത്? കാരണം എനിക്കിവിടെ വരാനുള്ള റൈറ്റ്സ് ഉണ്ട്, തനിക്കില്ല. മീനാക്ഷി വലിയ അഹങ്കാരത്തിൽ തന്നെ പറഞ്ഞു. അത് കേട്ട് കാര്യം മനസ്സിലാവാതെ ഋഷി നെറ്റി ചുളുക്കി. എനിക്കില്ലാത്ത തനിക്കുള്ള റൈറ്റ്സോ? അതെന്ത് റൈറ്റ്സ്? മീനാക്ഷിയെ നോക്കി ഋഷി ചോദിച്ചു. അതായത് ഇതെന്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന ഇടമാണ്. ഇവിടെ ഡിപ്പാർട്ട്മെന്റ് മാനേജറായിട്ട് അദ്ദേഹം ജോലി ചെയ്യുകയാണ്. ഓ അല്ലല്ല, ഇന്ന് അദ്ദേഹത്തിന് റീജിയണൽ മാനേജറെ പ്രൊമോഷൻ കിട്ടി. വലിയ അഹങ്കാരത്തിൽ തന്നെ മീനാക്ഷി പറഞ്ഞു. അത് കേട്ട് ചിരി വന്നെങ്കിലും ഋഷി അതെല്ലാം സമർത്ഥമായി മറച്ച് ഗൗരവത്തിൽ മീനാക്ഷിയെ നോക്കി. ഓ, അപ്പോ സ്നേഹം കാരണം ഹസ്ബൻഡിനെ കാണാൻ വന്നതാണോ താൻ? ഋഷിയുടെ ആ ചോദ്യം കേട്ട് മീനാക്ഷി അതേ എന്ന് തലയാട്ടി. അല്ലാതെ ഇവിടെയുള്ള ഈ പ്രോഡക്ട്സ് ഓസിനെ അടിച്ചു മാറ്റാൻ വന്നതേ അല്ല അല്ലേ? മീനാക്ഷിയുടെ തലയാട്ടൽ കണ്ടതും ഋഷി കളിയാക്കി കൊണ്ട് ചോദിച്ചു. വാട്ട്? താൻ എന്ത് മാങ്ങാത്തൊലിയാ ഈ പറയണേ? ഋഷി പറഞ്ഞത് സത്യമാണെന്ന ബോധ്യം മീനാക്ഷിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അത് സമ്മതിച്ചു കൊടുക്കാൻ അവൾക്ക് മനസ്സുണ്ടായിരുന്നില്ല. ഓ, അപ്പൊ ഈ കയ്യിലുള്ളതൊക്കെ മാങ്ങാത്തൊലിയാവും അല്ലേ? ഋഷി കുസൃതിയോടെ ചോദിച്ചു. അത് കേട്ടതും മീനാക്ഷി തന്റെ കയ്യിലുണ്ടായിരുന്ന സൗന്ദര്യവർദ്ധക ക്രീമുകൾ തന്റെ പിന്നിലേക്ക് ഒളിപ്പിച്ചു. അതിനുള്ളത് എന്റെ ഹസ്ബൻഡ് പേ ചെയ്തോളും. സോ യു ഡോണ്ട് ഹാവ് ടു വറി അബൌട്ട് ഇറ്റ്. എന്തിനാ നീ ചിരിക്കുന്നത്? അല്ല, നീ ഇവിടെ വന്നത് എന്തിനാ? എന്തിനാ എല്ലാവരും ഇവിടെ വരുന്നത്? അതേ കാര്യത്തിന് തന്നെ. ഓ, ശ്രീലക്ഷ്മിക്ക് വേണ്ടി ഷോപ്പ് ചെയ്യാൻ വന്നതാണോ? അല്ല, ഷോപ്പ് ചെയ്യാൻ കയ്യിലെന്തെങ്കിലും ചിക്കിലി ആവിശേഷിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ പെട്ടെന്ന് പൊയ്ക്കോ ഋഷിൻ, അല്ലെങ്കിൽ ഇവിടത്തെ സെക്യൂരിറ്റി നിന്നെ തൂക്കിയെടുത്ത് വെളിയിൽ കളയും. അയ്യോ, എന്നെ വെളിയിലാക്കുന്നതോർത്ത് താനെന്തിനാ ഇത്രയും ടെൻഷനാവുന്നത്? പുഞ്ചിരിയോടെയായിരുന്നു ഋഷിയുടെ ആ ചോദ്യം. തന്നെ വെളിയിലാക്കുന്നതിന് എനിക്കെന്ത്? ഒന്നുമില്ല. പക്ഷേ ഇതെല്ലാം ശ്രീലക്ഷ്മി അറിഞ്ഞാലുള്ള അവളുടെ സങ്കടം ഓർത്ത് പറഞ്ഞു പോയതാ. സോ അവളെ ഓർത്തെങ്കിലും ക്യാഷ് ഇല്ലെങ്കിൽ പെട്ടെന്ന് ഇറങ്ങിക്കോളൂ. എന്റെ കയ്യിൽ ക്യാഷ് ഇല്ലെന്ന് നീ ഒരു തവണ പറഞ്ഞപ്പോ ഞാൻ കാണിച്ചു തന്നത് നീ ഓർക്കുന്നില്ലേ മീനാക്ഷി? ഇനിയും എന്തിനാ വീണ്ടും വീണ്ടും ഇങ്ങനെ ക്യാഷിനെ പറ്റി പറയുന്നത് താൻ? ഓ, അത് തന്നെ ഇവിടെ നിന്ന് കട്ടും മോട്ടിച്ചും കൊണ്ട് വന്നാണെന്ന് ആർക്കറിയാം. എന്നിട്ടിപ്പോ പൈസയുടെ കാര്യം പറയരുത് പോലും. മീനാക്ഷി, നീ ഇത്രയും കടന്നു നിഗളിക്കാൻ നിന്റെ ഹസ്ബൻഡ് ഇവിടുത്തെ റീജിയണൽ മാനേജറല്ലേ, അല്ലാതെ ഈ കമ്പനിയുടെ മുഴുവൻ സിഇഒ ഒന്നുമല്ലല്ലോ. ഋഷിയുടെ ആ ചോദ്യം കേട്ടതും മീനാക്ഷിയുടെ മുഖം വലിഞ്ഞു മുറുകി. അദ്ദേഹം അറ്റ്ലീസ്റ്റ് അങ്ങനെയാണെന്ന് വിചാരിക്കാം, പക്ഷേ ഹൂ ദ ഹെൽ ആർ യു? ദേഷ്യം വിട്ടുമാറാത്ത സ്വരത്തിൽ മീനാക്ഷി പറഞ്ഞത് കേട്ട് അവളെ ഒന്ന് കളിയാക്കണമെന്ന് ഋഷി മനസ്സിൽ ഉറപ്പിച്ചു. ഓ, അപ്പോ ഞാൻ ഇവിടുത്തെ ആരും അല്ലാത്തതാണോ തന്റെ പ്രശ്നം? അല്ലായിരുന്നെങ്കിൽ താൻ ഈ ചുമ്മാ കിടന്ന് ബ്ലഡ് ഹീറ്റാക്കുന്ന സ്വഭാവം നിർത്തി എന്നോട് ചില്ലായി ബിഹേവ് ചെയ്തേനെ അല്ലേ? മീനാക്ഷിയെ നോക്കി ഋഷി ചോദിച്ചു. അത് കേട്ടുകൊണ്ടായിരുന്നു അവളുടെ ഹസ്ബൻഡ് വിഷ്ണു അങ്ങോട്ട് വരുന്നത്. ഹേയ്, എന്താ ഇവിടെ പ്രശ്നം? മീനു, ആർ യു ഓക്കേ?
മീനാക്ഷിക്കടുത്തെത്തി അയാൾ തിരക്കിയതും കരയുന്ന ഭാവത്തിൽ ഏട്ടാ ഇയാൾ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കുന്നു ഋഷിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞത് കേട്ട് വിഷ്ണു കണ്ണുരുട്ടിക്കൊണ്ട് ഋഷിയെ ഒന്ന് അടിമുടി നോക്കി. അതിന് ഏതാ ഇവൻ? നിനക്കെങ്ങനെ ഇവൻ അറിയാവുന്നത്? ഗൗരവഭാവത്തിൽ വിഷ്ണു ചോദിച്ചു. എന്റെ ഫ്രണ്ട് ശ്രീലക്ഷ്മിയുടെ ആ ജോബ്ലെസ് ഹസ്ബൻഡാണ് വിഷ്ണു ഏട്ടാ. അവള് ഉപദ്രവിക്കുന്നത് പോരാഞ്ഞാ ഇപ്പൊ എന്നെയും വെറുപ്പിക്കുന്നത്. അവളത് പറഞ്ഞു നിർത്തേണ്ട താമസം വിഷ്ണുവിന്റെ ഉള്ളിൽ ഋഷിയോട് കാരണമേതുമില്ലാതെ ദേഷ്യം ഉടലെടുത്തിരുന്നു. പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതമായിരുന്നു വിഷ്ണുവിന്റേത്. വിഷ്ണു തന്റെ ദേഷ്യം നിയന്ത്രിക്കാനാവാതെ മുൻപിലേക്ക് വന്ന് ഋഷിയുടെ കോളറിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു, ഏയ് വാട്ട് ദ ഹെൽ ആർ യു ഡൂയിങ്? പെട്ടെന്ന് പിന്നിൽ നിന്നും ലക്ഷ്മണന്റെ ശബ്ദമുയർന്നു. അത് കേട്ട് ഋഷിയുടെ കോളറിൽ കുത്തിപ്പിടിച്ചത് വിടാതെ തന്നെ വിഷ്ണു അയാളെ തിരിഞ്ഞു നോക്കി. ലക്ഷ്മൺ സാർ, എന്ത് പോക്കൃത്തവാ താന് ചെയ്യുന്ന? കോളറിൽ നിന്ന് കൈയെടുക്ക. അവർക്കടുത്തെത്തി വിഷ്ണുവിന്റെ കൈ ഋഷിയുടെ കോളറിൽ നിന്നും വേർപെടുത്തി ലക്ഷ്മൺ. സർ, ഇയാൾ എന്നെ അപമാനിച്ചു. അതിന് താനാരാ? ദേഷ്യം നിറഞ്ഞതായിരുന്നു ലക്ഷ്മണിന്റെ സ്വരം. ഞാൻ ഇവിടുത്തെ റീജിയണൽ മാനേജർ വിഷ്ണു വിശ്വനാഥാണ് സർ. വിഷ്ണു തെല്ലൊരു അഭിമാനത്തോടെ പറഞ്ഞു. ഫ്രം നൗ ഓൺ ഇറ്റ്സ് നോ മോർ. വിഷ്ണു, എത്രയും പെട്ടെന്ന് റിസൈൻ ലെറ്റർ എഴുതി തരാനുള്ള പരിപാടി നോക്കിക്കോളൂ. ഒലീവിയയുടെ ശബ്ദം അവിടെ മുഴുവൻ മുഴങ്ങി. വിഷ്ണുവും മീനാക്ഷിയും അവിടേക്ക് നടന്നു വരുന്ന ഒലീവിയെ പകപ്പോടെ നോക്കി. മാം, ഞാൻ തന്നെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ അങ്ങോട്ട് നടന്നു വന്ന ഒലീവിയെ വിഷ്ണു വിളിച്ചു. പക്ഷേ നേരത്തെ പോലെ തന്നെ ഒലീവിയ അവനെ കണ്ടതായി ഭാവിച്ചില്ല.